അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടിത്തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണം. കർത്താവെ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണം. 40 വർഷം അർപ്പിച്ച കൃപാന്റെ യുഗതിയായി കൃപാസ്ഥാനത്താരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിലെ ഞാൻ അങ്ങയുടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അമ്മേ, ഈ പ്രഭാതത്തിൽ എത്രയോ പേരാണ് അമ്മേ ഈ ഒരു പ്രാർത്ഥനയ്ക്ക് വേണ്ടി കൊതിച്ച് കാത്തിരിക്കണത്. അവർക്ക് എവിടെ എന്തെല്ലാമോ കാര്യങ്ങളുണ്ട്. ഇന്ന് അവരുടെ കഴിവിൽ നിൽക്കാത്ത കാര്യങ്ങളുണ്ട്. കർത്താവേ, അങ്ങയുടെ മക്കളുടെ കഴിവിൽ നിൽക്കാത്ത കാര്യങ്ങൾ, ആ കാര്യങ്ങളെ കുറിച്ച് ഓർക്കുമ്പോൾ ഭയവും പേടിയും പ്രയാസവും സങ്കടവും നിരാശയും ഒക്കെ തോന്നുന്ന വിഷയങ്ങൾ, വ്യക്തികൾ, അതെല്ലാം യേശുക്രിസ്തു നാമത്തിൽ ഞാൻ ബന്ധിക്കുന്നു. കർത്താവേ, അങ്ങയുടെ മക്കള് ഇനി സമാധാനത്തിൽ വിട്ടേക്കണമെന്ന് പറഞ്ഞില്ലേ ഈശോ. ഞങ്ങളുടെ ദാസനെ സമാധാനം, എൻ്റെ രക്ഷ ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടിരിക്കുന്നു. അങ്ങയുടെ ദാസനെ സമാധാനം വിട്ടേക്ക്. സമയം ദീർഘദർശി പറഞ്ഞതുപോലെ അങ്ങയുടെ മക്കൾ ഈ പ്രാർത്ഥനയ്ക്ക് ശേഷം
സമാധാനം കണ്ടെത്താൻ ഇടയാക്കണം പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ ജീവിത ചിന്തകള്, നിങ്ങളിന്ന് പോകാനിരിക്കുന്ന ഇടങ്ങള്, സംസാരിക്കുന്ന വ്യക്തികള്, ഒപ്പിടുന്ന പേപ്പറുകള്, എഴുതുന്ന രേഖകള്, എൻ്റെ മക്കള് ജീവിത ഉപായത്തിന് വേണ്ടിയും മേൽഗതിക്ക് വേണ്ടിയും ജോലിക്ക് വേണ്ടിയും ജോലിയുടെ അനുബന്ധ കാര്യങ്ങൾക്ക് വേണ്ടിയും എവിടെയെല്ലാം യാത്ര ചെയ്യുന്നു, ആരോടെല്ലാം സംസാരിക്കുന്നു, ഫോൺ ചെയ്തിട്ട് എന്തെങ്കിലും ഡേറ്റോ കാര്യമോ തീരുമാനമോ വാക്കോ പ്രവൃത്തിയോ തീരുമാനമോ കിട്ടാൻ വേണ്ടി കാത്തിരിക്കുന്നു. അതെല്ലാം മക്കൾക്ക് അനുകൂലമാവുകയും അത് ഈശോയുടെ നാമത്തിൽ ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കുകയും ചെയ്യുന്നു. എൻ്റെ കർത്താവേ, മനുഷ്യൻ്റെ ഭീഷണി കാരണം മനസ്സിന് സമാധാനം നഷ്ടപ്പെട്ടവരെ, അവരെ നീ ഏത് ഭവനത്തിൽ പ്രവേശിച്ചാലും ആ ഭവന സമാധാന ആശംസ അർപ്പിച്ച കർത്താവേ, നിന്റെ നാമത്തിൽ നെഞ്ചിലും നെറ്റിലും മുദ്രവാങ്ങി നിന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഒരു മനുഷ്യനെയും ആരും ഭീഷണിപ്പെടുത്താൻ അനുവദിക്കരുത് കർത്താവേ. അവരെല്ലാം ശത്രുക്കളെ കാണുകയെ വിരുന്നൊരുക്കുന്ന ദൈവത്തിൻ്റെ ശക്തിവിശേഷം നിനക്കായി വിരുന്നൊരുക്കട്ടെ. നിന്റെ എല്ലാ ശത്രുക്കളുടെയും മുന്നിൽ നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവ് സർവീശ്വര എന്നേക്കും ആമേൻ. എൻ്റെ പ്രിയപ്പെട്ടവർ, പിന്നെ ഉണ്ടല്ലോ, അതായത് നമ്മളിപ്പോൾ ഉടമ്പടിയിൽ തന്നെയാണെങ്കിൽ രണ്ട് കാര്യങ്ങൾ നമ്മൾ പ്രധാനപ്പെട്ട് ചെയ്യുക. എന്തൊക്കെയാണ്? ഒന്ന്, വിശ്വാസ കൈമാറ്റം അല്ലേ. രണ്ടാമത്തത് ആതുര സേവനം. അപ്പോൾ ഞാൻ എപ്പോഴും നിങ്ങൾ പറയും വിശ്വാസ കൈമാറ്റത്തിന് 50 മാർക്കും ആതുര സേവനത്തിന് 30 പോയിൻ്റ് എന്നാണ് പറയാം അല്ലേ. ഞാൻ എപ്പോഴും നിങ്ങൾ പറയണത് വിശ്വാസ കൈമാറ്റത്തിൽ മറ്റുള്ളവർക്ക് വിശ്വാസം കൈമാറാൻ, കർത്താവിന് കൈമാറാൻ അതിന് 50 പോയിൻ്റ് ഉണ്ട്. പിന്നെ എന്തിനാണ് ആതുര സേവനത്തിന് പക്ഷേ 30 പോയിൻ്റേ ഉള്ളതെന്ന് പറയും. അപ്പോൾ ചില ആൾക്കാർക്കൊക്കെ അത് മനസ്സിലാകത്തില്ല. ഇപ്പം ഞാനിപ്പോൾ ഇന്നലെയൊക്കെ പറഞ്ഞിരിക്കുന്ന ആതുര സേവനമല്ലേ പറഞ്ഞത്, ആതുര സേവനമല്ലേ വലുത്, അപ്പോൾ അതിനല്ലേ കൂടുതൽ പോയിൻ്റ് എന്ന് വിചാരിച്ചുകൊണ്ട് നിങ്ങൾ വാരിക്കോരി ആതുര സേവനത്തിന് കൊടുക്കുന്ന ആൾക്കാരുണ്ട്. അങ്ങനെയല്ല, നിങ്ങളെ ആതുര സേവനത്തിന് കൊടുക്കുന്നതിനേക്കാൾ കൂടുതൽ പ്രാധാന്യം വിശ്വാസ കൈമാറ്റത്തിന് കൊടുക്കണം. അതെന്താ കാരണം വെച്ച് കഴിഞ്ഞാൽ ആതുര സേവനത്തിനുള്ള പോയിൻറ്റും വിശ്വാസ കൈമാറ്റത്തിനുള്ള പോയിൻറ്റും തമ്മിൽ വ്യത്യാസമുണ്ട്. ഞാൻ ഒരു കാര്യം നിങ്ങൾ ചോദിക്കട്ടെ. കർത്താവ് ഇപ്പം എനിക്ക് വിശന്നു, നിങ്ങളെനിക്ക് പക്ഷേ അനന്തരം രാജാവ് തൻ്റെ വലതുവശത്തുള്ളവരോട് പറഞ്ഞു, എന്താണ്? എൻ്റെ പിതാവിനാൽ എനിക്കെതിരെ വരുവിൻ, ലോകാരംഭം ഒരുക്കിയിരിക്കുന്ന രാജ്യം നിങ്ങൾ കൈവശമാക്കുവിൻ. മത്തായി 25:34. അനന്തരം രാജാവ് തന്റെ വലതുഭാഗത്തുള്ളവരോട് അരുൾ ചെയ്യും, എന്റെ പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ വരുവിൻ, ലോകസ്ഥാപനം മുതൽ നിങ്ങൾക്കായി സജ്ജമാക്കിയിരിക്കുന്ന രാജ്യം അവകാശപ്പെടുത്തുവിൻ. എന്തെന്നാൽ എനിക്ക് വിശന്നു, നിങ്ങൾ ഭക്ഷിക്കാൻ തന്നു. എനിക്ക് വിശന്നു, നിങ്ങൾക്ക് ഭക്ഷിക്കാൻ തന്നു. ഞാൻ നഗ്നനായിരുന്നു, നിങ്ങൾ എന്നെ ഉടുപ്പിച്ചു അല്ലേ. ഞാൻ പരദേശിയായിരുന്നു, നിനക്ക് അഭയമല്ല. ഈ ആതുര സേവനങ്ങൾക്കെല്ലാം പ്രതിഫലം എന്താണ്? പ്രതിഫലം എന്ന് പറയുന്നത് 25-35. എൻ്റെ പിതാവിനാൽ അനുഗ്രഹിതരെ വരുവിൻ. എന്ത് ചെയ്യണം? വന്നിട്ട് എന്ത് ചെയ്യണം? ലോകാരംഭം മുതലൊക്കെ ഇരിക്കുന്ന രാജ്യം നിങ്ങൾ കൈവശമാക്കാൻ. അതാണ് വിഷയം. ഇപ്പം രാജ്യം കൈവശമാക്കാൻ പറ്റത്തുള്ളൂ. പക്ഷേ വിശ്വാസം കൈമാറിയാലാ? വിശ്വാസം കൈമാറിയ രാജ്യം കൈവശമാക്കുക അല്ല, അതിനേക്കാൾ വലുതാണ് വിശ്വാസം കൈമാറുന്ന. നോക്കിയേ, ഈ ചെറിയ കൽപ്പനകളിൽ അത് എത്ര ലഘുവായാലും അത് പഠിക്കുകയും മറ്റുള്ളവരെ പഠിപ്പിക്കുകയും ചെയ്യുന്നവൻ സ്വർഗരാജ്യത്തിൽ വലിയവനായിരിക്കും. അതാണ് വ്യത്യാസം. കണ്ടില്ലേ? മത്തായി 5:19. ഈ പ്രമാണങ്ങളിൽ ഏറ്റവും നിസ്സാരമായ ഒന്ന് ലംഘിക്കുകയോ ലംഘിക്കാൻ മറ്റുള്ളവരെ പഠിപ്പിക്കുകയോ ചെയ്യുന്നവൻ സ്വർഗരാജ്യത്തിൽ ചെറിയവനെന്ന് വിളിക്കപ്പെടും. എന്നാൽ അത് അനുസരിക്കുകയും വചനങ്ങൾ അനുസരിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവൻ സ്വർഗരാജ്യത്തിൽ വലിയവനെന്ന് വിളിക്കപ്പെടും. അപ്പോൾ എന്താ ആതുര സേവനം ചെയ്യുമ്പോൾ, ഞാൻ രോഗിയായത് നിങ്ങളെന്നെ ശുശ്രൂഷിച്ചു, എനിക്ക് വിശന്നു, നിങ്ങൾക്ക് ഭക്ഷണം തന്നു, ഞാൻ നഗ്നനായിരുന്നു, നിങ്ങൾ എന്നെ ഉടുപ്പിച്ചു എന്ന് പറയുന്നതുകൊണ്ട് എന്താ പറയുന്നത്? എൻ്റെ പിതാവിനാൽ അനുഗ്രഹിതരെ വരുവിൻ, ലോകാരംഭം ഒരുക്കിയിരിക്കുന്ന രാജ്യം കൈവശമാക്കാനേ പറയുന്നുള്ളൂ. പക്ഷേ
വിശ്വാസം കൈമാറുകയും വിശ്വാസം പഠിപ്പിക്കുന്നത് എന്താ പറയണത്? നിങ്ങൾ സ്വർഗരാജ്യത്ത് വലിയവനായിരിക്കും എന്നാണ് പറയണത്. അതാണ് ഈ വലിയ പ്രതിഫലവും നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടില്ലേ. ചെറിയ പ്രതിഫലമുണ്ട്, വലിയ പ്രതിഫലമുണ്ട്. അപ്പോൾ വിശ്വാസ കൈമാറ്റത്തിനാണ് ആതുര സേവനത്തിനേക്കാളും മേൽക്കൈ ഉള്ളത്, പോയിൻറ്റ്സ് കൂടുതലുള്ളത്. അതുകൊണ്ട് തന്നെ ഉടമ്പടി ഇത്തരം കത്താൻ കാര്യം. ഉടമ്പടി 50 പോയിൻ്റ് എന്താണ്? വിശ്വാസ കൈമാറ്റമാണ്. ആ സാക്ഷ്യപ്പെടുത്തുക, സാക്ഷ്യം മറ്റുള്ളവരോട് പറയുക, സാക്ഷ്യം എഴുതിയ പത്രങ്ങൾ വിതരണം ചെയ്യുക, ദൈവം നമ്മുടെ ഇടയിൽ പ്രവർത്തിച്ച കാര്യങ്ങളെക്കുറിച്ച് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുക. വിശ്വാസ കൈമാറ്റമാണ്. അപ്പോൾ വിശ്വാസ കൈമാറ്റം വന്നാൽ ഇഹത്തിലും പരത്തിലും നമുക്ക് ഭയങ്കരമായ കൃപയാണ് അവർ. അത് അറിഞ്ഞു വേണം നമ്മൾ ഇതിൻ്റെ ഇൻവെസ്റ്റ് ചെയ്യാൻ. അപ്പം ചിലർ വിചാരിക്കും, കാര്യങ്ങൾ അറിയാൻ പറ്റില്ലെങ്കിൽ വിചാരിക്കും ആതുര സേവനമാണ് ഏറ്റവും വലുത്. ആതുര സേവനത്തിന് 30 പോയിൻ്റ്, കിട്ടിയാൽ വിശ്വാസ കൈമാറ്റത്തിന് 50 പോയിൻ്റാണ് ഉള്ളത്. അപ്പം രണ്ടും ചെയ്യണം. ഉടമ്പടിയിലുള്ളവർ ആ ഉടമ്പടി പ്രകാരം രണ്ടും ചെയ്യണം. ദൈവസ്നേഹത്തോട് ചെയ്ത് വളരുക. പിതാവിൻ്റെ ഒന്നാമനാണ് ഞാൻ, എങ്കിലും എനിക്ക് കാരുണ്യം ലഭിച്ചു. 1 തിമോത്തി 1:16. പരിശുദ്ധ അമ്മേ, എന്നെയും എൻ്റെ കുടുംബത്തെയും പ്രത്യക്ഷീകരണത്തിന് സാക്ഷിയായി ഉയർത്തിയതിന്, ഈ അൾത്താരിൽ നിർത്തിയതിന് അമ്മയ്ക്ക് കോടാനുകൂടി നന്ദി. എൻ്റെ പേര് നാൻസി. ഞാൻ തൃശ്ശൂരിൽ നിന്നാണ് വരുന്നത്. ആദ്യം മദ്രാസിലായിരുന്നു. ഇതെൻ്റെ മക്കൾ ജോഷുവ, ജസീക്ക. ഞാനിവിടെ വരാനുണ്ടായത് ഈ മോൻ കാരണമാണ്. കൊറോണ കാലത്ത് എൻ്റെ മോന് ഭയങ്കരമായ നെഞ്ചുവേദനയും വയറുവേദനയും കാരണം ഒത്തിരി ബുദ്ധിമുട്ടി. ഒരു 3 മാസത്തോളം അതേ പ്രശ്നത്തിൽ ഇങ്ങനെ പോയി. ഡോക്ടറെ കാണും, ഡോക്ടർ മരുന്ന് കൊടുക്കും, സ്കാൻ ചെയ്യും, ഒരു രക്ഷയില്ല. അവസാനം ഡോക്ടർ കൈ ഒഴിഞ്ഞു. ഞാനപ്പോൾ ഇങ്ങനെ ടെൻഷനായിട്ട് ഇങ്ങനെ എനിക്ക് അറിയാവുന്ന പ്രയർസൊക്കെ ഞാൻ ചെല്ലുന്നുണ്ട്, പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെടുന്നുണ്ട്. അതിലൊന്നും എനിക്ക് ഒരു ഉത്തരം കിട്ടുന്നില്ല. അങ്ങനെ ഇരിക്കെ ഫോണിൽ ഇടയ്ക്കിടയ്ക്ക് ഉടമ്പടിയുടെ സാക്ഷി ഇങ്ങനെ കയറി വരും. അന്നേരം ആദ്യമായിട്ടാണ് കേൾക്കുന്നത്. അന്നേരം അതിങ്ങനെ വിട്ടുകളയും, ശ്രദ്ധിക്കാറില്ല. പിന്നെ ഞാനൊരു ഇടയ്ക്ക് വല്ലപ്പോഴും കേൾക്കും, പക്ഷേ ഇത് എന്താ നമ്മുടെ ക്രിസ്തീയ വിശ്വാസമാണോ അങ്ങനെയൊക്കെ ഇങ്ങനെ ചിന്തകൾ വരും. ഒരു വീട്ടിൽ പോയപ്പോൾ കൃപാസനം തൈലിരിക്കുന്ന കണ്ടു. അപ്പോൾ അവൻ വേദന പറഞ്ഞ ആ സമയത്ത് ഞാൻ ഈ തൈലെടുത്ത് പുരട്ടിയിട്ട് പറഞ്ഞു, എനിക്കിതിനെക്കുറിച്ച് സീരിയസ് ആയിട്ട് എനിക്ക് അറിയില്ല. ഞാൻ പറഞ്ഞു, മോനെ ഈശോ സുഖപ്പെടുത്തും, അമ്മ ഈശോൻ്റെ എണ്ണ പുരട്ടുന്നുണ്ട്, എന്തായാലും അതൊരു വിശുദ്ധ വസ്തുവാണല്ലോ എന്ന് ഞാൻ ചിന്തിച്ചോളൂ. പിന്നീട് അങ്ങോട്ടുള്ള ആഴ്ചകളിലും മാസങ്ങളിലും നോക്കുമ്പോൾ കൊച്ചൊരിക്കൽ പോലും ആ വേദനയെക്കുറിച്ച് പറയുന്നേയില്ല. അപ്പം ഞാൻ ചിന്തിക്കാൻ തുടങ്ങി, ഈ എന്താ ഞാൻ സ്പെഷ്യലായി ചെയ്തത്? ഇത് മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ. ഞാൻ അവരോട് കാര്യങ്ങൾ തിരക്കി കൂടുതൽ അന്വേഷിക്കാൻ തുടങ്ങി. അങ്ങനെ ഞാൻ ഉടമ്പടി എടുത്തു, ഇവിടെ വന്നു, പ്രാർത്ഥിച്ചു. അപ്പോൾ ഉടമ്പടി എടുത്തപ്പോൾ എനിക്ക് മനസ്സിലായി, ഇത് സാധാരണ പ്രാർത്ഥനയല്ല. ഈ ഉടമ്പടിയിൽ നിയോഗങ്ങൾ സാധിക്കാൻ വേണ്ടിയാണല്ലോ എല്ലാവരും വരുന്നത്. ഉടമ്പടി നിയോഗങ്ങൾ സാധിക്കുമ്പോൾ, ഉടമ്പടി ക്ലാസ്സിൽ നിന്ന് എനിക്ക് മനസ്സിലായ കാര്യം, ക്ഷമ എന്ന ക്വാളിറ്റി നമ്മൾ ആർജിച്ചെടുത്താലേ നമ്മുടെ നിയോഗങ്ങളിൽ ഈശോ ഒരു ഇടപെടൽ നടത്തുള്ളൂ. എൻ്റെ നിയോഗങ്ങളെല്ലാം മാറ്റിവെച്ച് എൻ്റെ ഫസ്റ്റ് നിയോഗം എനിക്ക് ക്ഷമിക്കാൻ പറ്റാത്ത അവസ്ഥ മാറ്റാനും വേദനിപ്പിക്കുന്ന ഓർമ്മകൾ എന്നിൽ നിന്ന് പൂർണ്ണമായി ഡിലീറ്റ് ചെയ്ത് കളയാനുമായിരുന്നു. അങ്ങനെ അതിന് നിയോഗം വെച്ച് പ്രാർത്ഥിച്ച് 1 മാസം കഴിഞ്ഞപ്പോൾ എൻ്റെ ആ നിയോഗം സാധിച്ചു കിട്ടി. എനിക്ക് എല്ലാവരോടും ക്ഷമിക്കാനും മറന്നു കളയാനും ആവശ്യമില്ലാത്തത് കൊണ്ട് നടക്കാതിരിക്കാനൊക്കെ ഉള്ളൊരു ശക്തി ദൈവം തന്നു. അതായിരുന്നു എൻ്റെ ഉടമ്പടിയുടെ തുടക്കം. എനിക്കങ്ങനെ പ്രത്യേകിച്ച് നിയോഗങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ ഉടമ്പടി എടുക്കാൻ ജീവിക്കാൻ തുടങ്ങിയപ്പോൾ കുറച്ച് പ്രശ്നങ്ങൾ വരാൻ തുടങ്ങി. ആ പ്രശ്നങ്ങൾ ഞാൻ അഭിമുഖീകരിച്ചത് കംപ്ലീറ്റ് ഉടമ്പടിയിലൂടെയാണ്. അപ്പോൾ എനിക്ക് മനസ്സിലായി, ഉടമ്പടി എടുത്തത് കൊണ്ട് എനിക്കിതൊക്കെ അഭിമുഖീകരിക്കാൻ ഭയങ്കര ശക്തി കിട്ടി. പ്രാർത്ഥനയുണ്ട്, നേർച്ച വസ്തുക്കളുണ്ട്. അങ്ങനെ എൻ്റെ ജീവിതം ഞാൻ ഉടമ്പടി ജീവിതമാക്കി ഞാൻ മാറ്റി. എൻ്റെ നടക്കാത്ത നിയോഗങ്ങൾ അതിനെനിക്കൊരു പ്രേരണ തന്നു. പിന്നെ ആദ്യമൊക്കെ നടക്കണേ എന്ന് പ്രാർത്ഥിച്ചു. പിന്നെ എനിക്ക് പറയാൻ തോന്നിയത്, എനിക്ക് നടന്നില്ലെങ്കിലും കുഴപ്പമില്ല, എന്നെ ഉടമ്പടിയിൽ നിലനിർത്തണേ, അങ്ങനെ പ്രാർത്ഥിക്കാൻ തുടങ്ങി. അങ്ങനെ എൻ്റെ ജീവിതത്തിൽ ഒരു വലിയ രോഗസൗഖ്യം എൻ്റെ അമ്മയ്ക്ക് കിട്ടി. അമ്മ വരാത്തതുകൊണ്ട് ഞാനത് പറയുന്നില്ല. അങ്ങനെ പല രോഗസൗഖ്യങ്ങളിലൂടെയും എന്നെ ദൈവം കൊണ്ടുപോയി. നിറച്ച വസ്തുക്കളിലൂടെ എനിക്ക് അതികഠിനമായ തലവേദന, വയറുവേദന, കാലിലെ നീർക്കെട്ട്, പിന്നെ കൊച്ചുങ്ങൾക്കുണ്ടാകുന്ന ഹൈ ഫീവർ. ഇന്ന് ഫീവറാണെങ്കിൽ നാളെ എണീക്കുമ്പോൾ ഉടമ്പടി വസ്തു ഉപയോഗിച്ച് നോക്കുമ്പോൾ പിറ്റേ ദിവസത്തേക്ക് പനിയില്ല. അങ്ങനെയൊന്നും ഒരിക്കലും ഉണ്ടാവാറില്ല. എന്തായാലും 2 ദിവസം കഴിഞ്ഞിട്ട് പനിയൊക്കെ മാറുള്ളൂ. അങ്ങനത്തെ അനുഭവങ്ങളൊക്കെ എനിക്ക് ഒത്തിരി.
ഉണ്ടായിട്ടുണ്ട്. പിന്നെ എൻ്റെ മോള് കഴിഞ്ഞ 2026 10ാം ക്ലാസ് എക്സാം എഴുതുന്നേക്കാളും മുന്നേ ഇവിടെ വന്ന് അച്ഛൻ്റെ കയ്യൊപ്പ് ശുശ്രൂഷ സ്വീകരിച്ചു. ഞാൻ വിചാരിച്ചു എല്ലാം ഓക്കെ ആയി, എനിക്കിനി മോൾക്ക് നല്ല വിജയം ഉറപ്പിച്ചിട്ടാണ് ഞാൻ ഇവിടുന്ന് പോയത്. അവൾ നന്നായി പഠിക്കുന്ന കൊച്ചായിരുന്നു. 9 ആയപ്പോൾ സബ്ജക്ട്സൊക്കെ ഇത്തിരി ടഫാവാൻ തുടങ്ങിയപ്പോൾ പതുക്കെ അത് വീക്കായി തുടങ്ങി. 10ലും സീരിയസ് ആയിട്ടുള്ളൊരു പഠിത്തത്തിലോട്ട് അങ്ങോട്ട് വന്നത് അവസാന കാലഘട്ടത്തിലാണ്. അവസാനം ഇരുന്ന് പഠിച്ചാൽ കിട്ടും, പക്ഷേ അവസാനമായപ്പോൾ സയൻസും മാത്സൊക്കെ നല്ല പാടായി തുടങ്ങി. ഞാൻ ഉറപ്പിച്ചു ഈശോൻ്റെ അനുഗ്രഹം അച്ഛനിലൂടെ എനിക്ക് കിട്ടിയ എല്ലാം എനിക്ക് ശരിയാവുന്നു. വീട്ടിൽ തിരിച്ചു വന്നു, എക്സാം എഴുതാൻ പോവാണ്. എക്സാമിൻ്റെ തലേന്ന് ഫസ്റ്റ് പരീക്ഷ മാത്സ്. ഈ മാത്സ് എക്സാമിൻ്റെ തലേന്ന് രാത്രി 8:30 മണിക്ക് ടീച്ചറെ വിളിച്ചിട്ട് പറയണു, കൊച്ചിൻ്റെ 2 കൈയും ഭയങ്കര ഷിവറിങ്, ഒരു തരത്തിലും കൈ എന്ത് ചെയ്തിട്ടും ഷിവറിങ് നിർത്തുന്നില്ല, നാളെ രാവിലെ എങ്ങനെ എക്സാം എഴുതും? കേട്ടപാടി ഭയങ്കര ടെൻഷനായി, ചൂടായി. കൊച്ചിനെ കൊണ്ട് കൃപാസനത്തിൽ പോയിട്ടാണ്, പ്രാർത്ഥനയാണ് എല്ലാ നേരവും, പഠിക്കാൻ അനുവദിക്കുന്നില്ല, അങ്ങനെയുള്ള സംസാരങ്ങളാണ്. എന്താണെന്ന് വെച്ചാൽ ചെയ്തോ, ഞാൻ ഡോക്ടറെ വിളിച്ച് മരുന്ന് വാങ്ങി വന്നു. ഭയങ്കര ശോകമായൊരു അന്തരീക്ഷത്തിൽ അന്നത്തെ രാത്രി എങ്ങനെയോ ഞങ്ങൾ ഉറങ്ങി. എൻ്റെ മാതാവിനെ ഏൽപ്പിച്ചു. രാവിലെ എഴുന്നേറ്റു, കൈ ഐസ് മാതിരി ഇരിക്കുന്നു. ഫസ്റ്റ് പരീക്ഷയാണ്. ഭയങ്കര സങ്കടവും ഒരു കോൺഫിഡൻസും ഇല്ല. അങ്ങനെ എക്സാമിന് പോയി. ഞാൻ മാതാവിനെ അർപ്പിച്ചു, എൻ്റെ ഉടമ്പടിയിൽ സമർപ്പിച്ചു. എക്സാം ഹാളിൽ ഇരുന്നിട്ടും കൈ വിറയ്ക്കുക. അവൾ പ്രാർത്ഥിച്ച് കുറച്ച് ശക്തി നേടി എക്സാം എങ്ങനെയൊക്കെ എഴുതി. തിരിച്ചു വന്ന് ഞാൻ കാണുന്നത് പൊട്ടിക്കരഞ്ഞ് ഓടി വന്ന് കിടക്കുന്ന എൻ്റെ മോളെയാണ്. എനിക്ക് എക്സാം ഭയങ്കര ടഫായിരുന്നു, പാസ് മാർക്ക് മാത്രമേ എനിക്ക് കിട്ടുള്ളൂ. ഞാൻ ഒരു നിമിഷം ശങ്കിച്ചു, എവിടെയാ ഞാൻ കുറവ് വരുത്തിയേ ഉടമ്പടി പാലിക്കണേൽ? അങ്ങനെ ഞാൻ ചിന്തിച്ചു പോയി. പിന്നെ എന്താ പറയുക, സങ്കടമായിരുന്നു. പിന്നെ അതിന് ഇനിയുള്ള എക്സാമൊക്കെ നന്നായിട്ട് എഴുതും നമുക്കറിയില്ല. പിന്നെ അതിനെ എങ്ങനെയൊക്കെയോ കൺവിൻസ് ചെയ്തെടുത്ത് പിന്നീടൊക്കെ മാറ്റം വരാൻ തുടങ്ങി. ഇത്തിരി ഞാൻ പറഞ്ഞു, മോളെ ഇതൊരു എന്താ പറയുക, ഇതൊരു ഓർമ്മപ്പെടുത്തലായിട്ട് എടുക്കുക. അച്ഛൻ അൾത്താരയിൽ നിന്നപ്പോൾ പറഞ്ഞു, അമ്മയുടെ ഉടമ്പടിയിലെടുത്ത കിട്ടിയ കൈവെപ്പ് ശുശ്രൂഷയാണത്. ഇതിൽ മക്കൾ ചെയ്യുന്ന പ്രവർത്തികൾക്ക് അമ്മമാർ ഉത്തരവാദികളാവണം. അതുകൊണ്ട് നീ എൻ്റെ കൂടെ ഉടമ്പടി ജീവിതചര്യയിലേക്ക് വരണം. രാവിലെ എഴുന്നേറ്റ് അവൾ എൻ്റെ കൂടെ ഉടമ്പടിയിലോട്ട് വന്നു. എല്ലാ ദിവസവും എക്സാമിന് പോണ ദിവസം അടക്കം അവൾ ജപമാല, പേഴ്സണൽ പ്രെയർ, ബൈബിൾ റീഡിങ്, ഫാമിലി എല്ലാവരും ഒരുമിച്ച് തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ചിട്ട് മാത്രം. ഇതും പോരാൻ എല്ലാ സബ്ജക്റ്റും റിവൈസ് ചെയ്തിട്ട് ഇതിനൊക്കെ അവൾക്ക് സമയം രാവിലെ കണ്ടെത്തി. എന്നിട്ടാണ് അവൾ എക്സാമിന് പോയിട്ടുള്ളത്. പോകെ എക്സാമുകൾ ഇമ്പ്രൂവ് ആവാൻ തുടങ്ങി. നേർച്ച വസ്തുക്കൾ ഉപയോഗിക്കാതെ വിടാറില്ല. ഉപ്പ് ഹോൾ ടിക്കറ്റിൽ വെതറും. അങ്ങനെ എക്സാം മാറ്റങ്ങൾ വരാൻ തുടങ്ങി. അവൾ പറഞ്ഞു വന്നു, ഞാൻ പഠിച്ച ക്വസ്റ്റ്യൻസ് മാത്രമേ എന്നോട് ചോദിച്ചിട്ടുള്ളൂ, എനിക്ക് ആരോ ഉത്തരങ്ങൾ പറഞ്ഞു തരണ പോലെ തോന്നുന്നു. ഞാൻ പറഞ്ഞു, ഇതാണ് കണ്ട ഹോളി സ്പിരിറ്റ്, ഇതാണ് ഉടമ്പടി. ഈശോനോട് ചേർന്ന് നിൽക്കുമ്പോൾ ഈശോ നമ്മോട് ചേർന്ന് നിൽക്കും. ഞാൻ പറയാൻ തുടങ്ങി. ചില എക്സാമുകൾ ടഫായിരുന്നു. അപ്പോൾ എക്സാം ഹാളിലിരുന്ന് വിശ്വാസ പ്രമാണം കണ്ടിന്യൂസ് ആയി ചൊല്ലിക്കൊണ്ടിരുന്നു. അതിൻ്റെ ഉത്തരങ്ങൾ കുറച്ച് നേരങ്ങൾക്ക് ശേഷം പറഞ്ഞു കൊടുക്കുന്നതും പുറത്തു വന്ന് ചെക്ക് ചെയ്യുമ്പോൾ അതെല്ലാം ശരിയായിരുന്നതും, ജസ്റ്റ് പറഞ്ഞു കൊടുത്ത ഉത്തരം എഴുതി വന്നതാണ്, ഒരു ഷുവർട്ടി ഇല്ല, അതെല്ലാം കറക്റ്റായിട്ടും വന്നു. എക്സാം കഴിഞ്ഞു. ഞാൻ പറഞ്ഞു, എക്സാം കഴിഞ്ഞു, ഇനി നിർത്തരുത് പ്രാർത്ഥന, ഇനിയും തുടരണം. എക്സാം റിസൾട്ടായിട്ടില്ല. ജീവിതചര്യ ഉടമ്പടി തന്നെ തുടർന്നുകൊണ്ടേയിരുന്നു, മുടക്കിയില്ല. അങ്ങനെ എക്സാം റിസൾട്ട് വന്നു. നമുക്ക് വലിയ പ്രതീക്ഷയൊന്നുമില്ല, എന്തായാലും മാതാവ് കൈവിടില്ല. 85 നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ചുകൊണ്ടാണ് എല്ലാ എക്സാമിനും പോയതും. അത് വെതറിയിട്ടാണ് എക്സാമിൽ ഹാളിൽ ഇരുന്നിരുന്നതും. അതെല്ലാം കഴിഞ്ഞ് റിസൾട്ട് വരുമ്പോഴും ഇവളൊരു ആവറേജ് എന്ന് ഞാൻ പറയില്ല, 85% മാർക്ക് എടുക്കുന്നൊരു കൊച്ചാണ്. അപ്പോൾ കുറച്ചും കൂടി മാർക്ക് എനിക്ക് മാതാവിൻ്റെ കൃപയാൽ കിട്ടണം, അത് കിട്ടുമെന്ന് ഞാൻ വിശ്വസിച്ചു. പക്ഷെ റിസൾട്ട് വന്നപ്പോൾ എൻ്റെ കണ്ണ് തള്ളിപ്പോയി. 95% മാർക്ക്, 95% കിട്ടാനുള്ള ഒരു എന്താ പറയുക, ഒരു വർക്കും നമ്മൾ ചെയ്തിട്ടില്ല. അത് എല്ലാം അമ്മ സമയത്ത് അറേഞ്ച് ചെയ്ത് തരുമായിരുന്നു. ഈസിയുള്ള ക്വസ്റ്റ്യൻസ് തന്ന്, പഠിച്ച ക്വസ്റ്റ്യൻസ് തന്നെ ചോദിച്ച്. അങ്ങനെ
ഇത്രയും ടഫ് എന്ന് പറഞ്ഞ മാത്സിൽ പാസ് മാർക്ക് കിട്ടുള്ളൂ എന്ന് പറഞ്ഞ മാത്സിൽ 86 മാർക്ക്, IT-ൽ 100 ഔട്ട് ഓഫ് 100. ഇതിലും കൂടുതൽ ഞാൻ എന്താ മാതാവിനോട് ചോദിക്കണ്ടേ? ഇനി ഇതും പോരാഞ്ഞിട്ട് അമ്മ തന്നതാണെന്നുള്ളൊരു അടയാളമായി ഇവളെ ആ സ്കൂളിലെ സെക്കൻഡ് ടോപ്പറായിട്ട് എടുത്തുയർത്തി. മാതാവിൻ്റെ കൃപ അവൾക്ക് അതിനുള്ള ഒരു അവളേക്കാൾ പഠിക്കുന്ന ഒത്തിരി മക്കൾ ആ സ്കൂളിലുണ്ട്. ഞാൻ ചോദിച്ചത് മറ്റവർക്കൊക്കെ എന്തേ മാർക്ക് ഇല്ലാത്ത അവരൊക്കെ എന്താ ഇത്ര മാർക്ക് എന്താ അവർക്ക് കുറഞ്ഞു പോയേ? എങ്ങനെയോ മാതാവ് എടുത്തുയർത്തി. മാതാവിൻ്റെ കാരുണ്യം, മാതാവിന് കൊടുത്ത സമയത്തിന് മാതാവ് എനിക്ക് തിരിച്ചു തന്നു. എൻ്റെ കണ്ണീരിന് മാതാവ് എനിക്ക് ഉത്തരം തന്നു. ഞാൻ അത്രേ പറയുള്ളൂ. ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യം, മറ്റുള്ളവരോട് പറയും നീ പ്രാർത്ഥിക്കുന്നില്ലേ, നിൻ്റെ കൊച്ചു ശരിയായിക്കോളും. ഞാൻ പറയും ഞാൻ പ്രാർത്ഥിച്ചത് കൊണ്ട് എൻ്റെ പ്രശ്നങ്ങൾ തീരില്ല. കർത്താവിൻ്റെ കരുണ എൻ്റെ കുടുംബത്തിൽ ചൊരിഞ്ഞാൽ, കർത്താവിന് എന്നോട് അലിവ് തോന്നിയാൽ മാത്രമേ എൻ്റെ സങ്കടം എൻ്റെ പ്രശ്നങ്ങൾ മാറുള്ളൂ. അല്ലെങ്കിൽ കർത്താവ് എന്നെ എങ്ങനെ റീഡ് ചെയ്യണു എന്നതിനനുസരിച്ചിരിക്കും. മനുഷ്യരല്ല എന്നെ റീഡ് ചെയ്യുന്നത്. മനുഷ്യർ നന്നായി പറഞ്ഞാലും ഞാനത് കൺസിഡർ ചെയ്യാറില്ല. ഈശോ എന്നെക്കുറിച്ച് എന്ത് പറയുന്നു അങ്ങനെ ഞാൻ ചിന്തിക്കാറുള്ളൂ. അത് എൻ്റെ സാക്ഷ്യം. എൻ്റെ മകൻ ഞങ്ങൾ നാട്ടിലോട്ട് ഷിഫ്റ്റ് ചെയ്തപ്പോൾ മകൻ്റെ അഡ്മിഷൻ ഒരു ചെറിയ പ്രശ്നമായി മാറി. എൻട്രൻസ് എല്ലാം ക്രാക്ക് ചെയ്യാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടായി. ഒന്നും കിട്ടുന്നില്ല അഡ്മിഷൻ. എല്ലായിടത്തും നിന്ന് റിജക്ഷനായിരുന്നു. അപ്പോൾ നിവൃത്തിയില്ലാതെ ആ റിജക്റ്റ് ചെയ്ത സ്കൂളിൽ തന്നെ നമ്മൾ ചെന്ന് അഡ്മിഷൻ തരുമോ എന്ന് ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞു മാർക്ക് കുറവാണ്, ടീച്ചറിനും കുട്ടിക്കും ബുദ്ധിമുട്ടാവും ഈ കട്ടി സബ്ജക്റ്റൊക്കെ കൊച്ചിന് പഠിക്കുക എന്ന് പറയണത്. അപ്പോൾ എനിക്കെന്തോ ആ സമയത്ത് ചോദിക്കാൻ തോന്നി, ഒരു ക്ലാസ് താഴ്ത്തി ചേർത്ത് തരാവോ എന്ന് ചോദിച്ചു. അപ്പോൾ വലിയ പ്രശ്നമില്ലാതെ മാനേജ്മെൻറ്റ് സമ്മതിച്ചു. ആക്ച്വലി അതൊരു പെർഫെക്റ്റ് പ്ലാനായിരുന്നു. കാരണം നാട്ടിൽ വന്നപ്പോൾ മലയാളവും ഹിന്ദിയും പഠിക്കാനായിട്ട് ഒന്ന് ഉറച്ചു പഠിക്കണം. പുറത്തെ മക്കൾക്ക് അത്ര എളുപ്പമല്ല നാട്ടിൽ വന്ന് പഠിക്കുക. അതിനൊരു വർഷം കിട്ടി. ഈവൻ LKG-യിൽ ഒരു വർഷം നേരത്തെയാണ് ഞാൻ ചേർത്തത്. അതുകൊണ്ട് അവൻ്റെ ഏജ് ഓവറായിട്ടില്ല. അവന് പെർഫെക്റ്റ് സമയം. ഞങ്ങൾക്ക് സന്തോഷമായി അവൻ്റെ അഡ്മിഷൻ കിട്ടി. മാതാവിൻ്റെ പ്ലാൻ എന്ന് പറഞ്ഞാൽ അത് എല്ലാവരെയും സാറ്റിസ്ഫൈ ചെയ്യുന്ന പ്ലാനായിരിക്കും. ഒരിക്കലും അങ്ങനെ അവിടെ ഇവിടെയും തൊടാതെ പകുതി പേരെ സന്തോഷപ്പെടുത്തുന്ന ഒരു പ്ലാനേ അല്ല. ദൈവത്തിൻ്റെ പ്ലാൻ എന്ന് പറഞ്ഞാൽ പെർഫെക്റ്റ് പ്ലാനാണ്. എനിക്കന്ന് ഉറപ്പിച്ച് മനസ്സിലായി. പിന്നെ അടുത്തത് എൻ്റെ വീടന്വേഷണം. പുതിയ സ്ഥലത്തോട്ട് റീലൊക്കേറ്റ് ചെയ്യുമ്പോൾ അറിയാലോ, വീട് കിട്ടണം. അത് ആക്ച്വലി കുറച്ച് സമയം ഉണ്ടായിരുന്നുള്ളൂ. ഞങ്ങൾ അവിടുന്ന് വെക്കേറ്റ് ചെയ്യുകയും വേണം, ഇവിടെ വീട് കിട്ടുകയും വേണം. 2 ആഴ്ചയ്ക്കുള്ളിൽ തീരുമാനമാവണം. എൻ്റെ പ്രശ്നങ്ങളൊക്കെ എങ്ങനെയാണെന്ന് അറിയോ, ടക്ക് 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 എന്ന് പറഞ്ഞിട്ടാണ് മാതാവ് തീർത്ത് തരുന്നത്. ഭയങ്കര പ്രഷറായിരിക്കും, പക്ഷേ മാതാവിനോട് കൂടെ നിൽക്കണോണ്ട് മാതാവ് ആ പ്രശ്നങ്ങളൊക്കെ കുറഞ്ഞ സമയത്തിനുള്ളിൽ വിത്തിൻ എ ഷോർട്ട് സ്പാൻ ഓഫ് ടൈം മാതാവ് അതൊക്കെ എനിക്ക് സോൾവ് ആക്കി തരും. വീട് അന്വേഷിച്ചു, കിട്ടുന്നില്ല. ഞാൻ മാതാവിൽ പ്രത്യേകിച്ച് വെച്ചിട്ടിരുന്നു, പക്ഷേ ഒന്നും കിട്ടുന്നില്ല. അപ്പോൾ ഇവരൊക്കെ പറയാൻ തുടങ്ങി, എന്താ കണ്ടിട്ടാണ് ഇരിക്കണേ, അവിടെ നിന്ന് വരുന്നു കഴിഞ്ഞാൽ എവിടെയാണ് നമ്മൾ താമസിക്കുക. പല ഫ്ലാറ്റിലും വീടുകളിലും ചോദിച്ചു, ഒന്നും ഒഴിവില്ല. ഒരു വീട് കണ്ടപ്പോൾ ഞാൻ മാതാവിനോട് പറഞ്ഞു, മാതാവ് ഇവിടെ കിട്ടിയാൽ നന്നായിരുന്നു കേട്ടോ, കിട്ടുകയാണെങ്കിൽ സന്തോഷമായിരുന്നു. അങ്ങനെ പോയി. ഒരു പ്രതീക്ഷയില്ലാതെ അങ്ങനെ പോവാണ്. പിന്നെയും ഹണ്ടിങ് തന്നെ. ഒരു ദിവസം ഒരു ഫോൺ വന്നിട്ട് പറഞ്ഞു, ഒഴിവുണ്ട്, ഞാൻ ആ കണ്ട വീട്ടിൽ ഒഴിവുണ്ട്, വന്ന് താല്പര്യമാണെങ്കിൽ നോക്കൂ എന്ന് പറഞ്ഞു. ഞങ്ങൾ ചെന്നു, ഒപ്പിട്ട് പ്രാർത്ഥിച്ചു. മാതാവ് വിളിച്ചതാണ്, മാതാവ് എന്നെ കയ്യിൽ ഏൽപ്പിച്ചതായിട്ടാണ് ഞാൻ ആ വീടിനെ കാണുന്നത്. ഞാൻ ഇവിടെ വന്ന ഇടയിൽ ഒരു ദിവസം മോൾക്ക് റിസൾട്ട് കിട്ടിയപ്പോൾ നന്ദി പറഞ്ഞിരുന്നു. നന്ദി പറയാൻ മാത്രം വന്നു. അപ്പം ഞാൻ മാതാവിനോട് പറഞ്ഞു, മാതാവ് ഇനി വരുന്നത് ഞാൻ എൻ്റെ പുതിയ വീട്ടിൽ നിന്നായിരിക്കും. അതുപോലെ തന്നെ ഞാനിന്ന് എൻ്റെ പുതിയ വീട്ടിൽ നിന്നാണ് കൃപാസനത്തിൽ ഉടമ്പടി പുതുക്കാനായി ഞാൻ വന്നത്. അപ്പോൾ അതും എൻ്റെ പ്രശ്നം. പിന്നെ ഷിഫ്റ്റിംഗ്, അതും വലിയ അല്ലലില്ലാതെ തടസ്സമില്ലാതെ മാതാവ് എല്ലാം ക്രമീകരിച്ച് തന്നു. മാതാവിന് കൊടാനുകൂടി നന്ദി, ഈശോപ്പച്ചൻ്റെ കൊടാനുകൂടി നന്ദി. എന്നെ ഈശോനോട് ചേർത്ത് നിർത്താനായി പരിശുദ്ധ അമ്മ എന്നെ എപ്പോഴും ഹെൽപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഞങ്ങളുടെ മക്കളും ആത്മീയമായി വളരാൻ തുടങ്ങി. അവൾ കൊയറിൽ സ്ഥിരമായി പാടാൻ തുടങ്ങി. എൻ്റെ പ്രേക്ഷിത പ്രവർത്തനത്തിൽ എനിക്ക് എൻ്റെ പത്രം എന്ന് പറയുന്നത് ഞാൻ വിളിക്കുക എന്താണെന്നറിയോ, ഉടമ്പടിയുടെ ഓക്സിജൻ
എന്നാണ് ഞാൻ ഈ പത്രത്തിനെ വിളിക്കുക. കാരണം പത്രമില്ലാതെ ഉടമ്പടിയില്ല. എനിക്ക് ഈ പത്രം കൊടുത്തിട്ട് പോലും പല സമയത്തും രോഗസൗഖ്യം കിട്ടിയിട്ടുണ്ട്. പറഞ്ഞാൽ വിശ്വസിക്കുമോ? എനിക്ക് കാലിൽ നീര് വന്ന് കാല് വിങ്ങിയിരിക്കുക. സങ്കടമായിട്ട് ഡോക്ടറെ കാണാൻ പോയി. ഡോക്ടർ ഒരു കുഴപ്പമില്ല, എന്താണെന്ന് അറിഞ്ഞുകൂടാന്ന് പറഞ്ഞു. ഞാൻ എൻ്റെ നിരാശയോടെ തന്നെ പത്രപ്രവർത്തനത്തിന് വേണ്ടി നിശ്ചയിച്ച ദിവസം ഞാൻ പുറത്തിറങ്ങി പോയി പത്രം കൊടുത്ത് തിരിച്ചു വന്ന് പിറ്റേന്ന് രാവിലെ നോക്കിയപ്പോൾ കാല് നീര് മുഴുവൻ വറ്റി ഉണങ്ങി. ഡോക്ടർക്ക് എന്താ കണ്ടുപിടിക്കാൻ പറ്റാത്തതെന്ന് വിട്ട കേസ് എൻ്റെ മാതാവ് പ്രേക്ഷിത വേലയോടെ എനിക്ക് നേടിത്തന്നു. അപ്പോൾ നിങ്ങളാരും പത്രം കൊടുക്കണേൽ മുടക്ക് വരുത്തരുത്. എനിക്ക് മലയാളം മാത്രമേ ഫ്ലുവൻ്റായിട്ട് അത്ര ഇതായിട്ട് പറയാൻ പറ്റുള്ളൂ. ബാക്കി ഭാഷകൾ തപ്പിക്കുട്ടിയൊക്കെ ഞാൻ പറയും. മോശമെന്നല്ല ഞാൻ പറയണേ, ഫ്ലുവൻസി ഇത്തിരി മോശമായിരിക്കും. പക്ഷേ ഞാൻ ഈ എങ്ങനെയെങ്കിലും മറ്റു വ്യക്തികളുടെ അടുത്ത് മാതാവിനെക്കുറിച്ച് ഈ പത്രം എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞു കൊടുത്തിട്ടാണ് ഞാൻ ഓരോ പത്രം കൊടുക്കാറ്. വെറുതെ ഞാൻ ഒരിക്കലും പത്രം കൊടുക്കാറില്ല. പത്രം കൊടുക്കുന്ന ആളെ പേര് പറഞ്ഞ് ബ്ലെസ് ചെയ്ത് മാതാവിനെ പറഞ്ഞു കൊടുത്ത് ചിലപ്പോൾ ഫോണിലെടുത്ത് കാണിച്ചു കൊടുത്ത് അങ്ങനെ ഞാനത് കൊടുത്തിട്ടുള്ളൂ. ഒരിക്കലും ഞാൻ അങ്ങനെ വെറുതെ ഒരു പത്രം എൻ്റെ കയ്യിൽ നിന്ന് പോയിട്ടില്ല. പിന്നെ എൻ്റെ പത്രം എല്ലാ ഭാഷയിലും എനിക്കറിയാവുന്ന എല്ലാ ഭാഷയിലും കൊടുത്തിട്ടുണ്ട്. അറിയാത്ത ആംഗ്യ ഭാഷയിലും ഞാൻ ഒരു തെലുങ്കിനോട് സംസാരിച്ച് അതും ഞാൻ കൊടുക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. പിന്നെ എനിക്ക് പറയാനുള്ളത് എൻ്റെ ആത്മീയ ജീവിതം ഉടമ്പടി എന്ന് പറയുന്നത് നമുക്ക് സ്ഥിരത തരുന്ന പ്രാർത്ഥനയാണ്. സാധാരണ പ്രാർത്ഥനയിൽ നല്ല തന്നെയാണ്, അതിലൊരു കുറവൊന്നുണ്ടെന്ന് ഞാൻ പറയില്ല. പക്ഷേ ഉടമ്പടി എടുക്കുമ്പോൾ നമുക്ക് പ്രാർത്ഥനയിൽ സ്ഥിരത വരും. ഈ സ്ഥിരത ഉണ്ടാകുമ്പോൾ നമുക്ക് ഈശോൻ്റെ മുന്നിൽ ഒരു എന്താ പറയുക, അവൾ വിലയുള്ളവളാണ്, അല്ലെങ്കിൽ അവൾ എന്നെ കൺസിഡർ ചെയ്യുന്നുണ്ട്, അവൾ എന്നെ മറന്നു കളഞ്ഞിട്ടില്ല എന്ന് എനിക്ക് പ്രൂവ് ചെയ്യാനായിട്ട് ഉള്ളൊരു ഒരു വഴിയാണ് ഉടമ്പടി. എനിക്ക് എൻ്റെ ഈശോനോട് സ്നേഹം വർദ്ധിക്കാനും എന്നും ഈശോനോട് കൂടെ നിൽക്കാനും എന്നെ ഉടമ്പടി സഹായിച്ചിട്ടുണ്ട്. ഞാൻ എപ്പോഴും എല്ലാവരോടും പറയും, മക്കളെ ഡ്രൈവിങ്ങും സ്റ്റിച്ചിങ്ങും ഒക്കെ പഠിപ്പിക്കുമ്പോൾ ഉടമ്പടി എടുത്തിട്ട് നിങ്ങൾ വിദേശത്തേക്ക് വിട്. ഉടമ്പടിയിൽ നിന്ന് കഴിഞ്ഞാൽ ആ മക്കൾ ഒരിക്കലും വഴിതെറ്റി പോവില്ല. അത് പിന്നെ എൻ്റെ ആത്മീയ ജീവിതം ഞാൻ ബൈബിൾ 3 തവണ വായിച്ചു കഴിഞ്ഞു. ഇപ്പം എനിക്ക് വചനങ്ങൾ എഴുതാൻ എനിക്കിഷ്ടപ്പെട്ട വചനങ്ങൾ ഞാനൊരു ബുക്കിൽ എഴുതി വയ്ക്കും. ഞാൻ പറയുന്ന വചനം മരുന്നാണ്. അതായത് എന്ത് സിറ്റുവേഷന് ചേർന്ന വചനം ഈ ബൈബിളിനകത്തുണ്ട്. നമ്മുടെ ഇമോഷണൽ പ്രശ്നങ്ങൾ വരുമ്പോൾ, ക്യാരക്ടറൽ പ്രശ്നങ്ങൾ വരുമ്പോൾ, പിന്നെ അല്ലെങ്കിൽ കടം, അങ്ങനെ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും അതിനോടനുബന്ധിച്ച വചനം ഈ ബൈബിളിലുണ്ട്. ആ വചനമെടുക്കും, അത് റിപ്പീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. ആ പ്രശ്നത്തിന് ഒരു അയവ് കിട്ടുന്നതും ഒരു സൊല്യൂഷൻ കിട്ടുന്നതും ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. അപ്പോൾ വചനത്തിനെ മുറുകെ പിടിക്കുക. വചനം നമ്മൾ തന്നെ കണ്ടുപിടിക്കുക. നമ്മുടെ വചനപ്പെട്ടിയിൽ നിന്ന് എടുത്തോളൂ. പക്ഷേ ആ ബൈബിളിൽ നിന്ന് വായിച്ച് നമ്മൾ സ്വന്തമായി വായിച്ചെടുക്കുന്ന വചനം നമുക്ക് ഭയങ്കര ശക്തിയാണ്. അങ്ങനെ ഒരു വചനത്തിൻ്റെ ഒരു ബുക്കുണ്ട്. ഇപ്പം എനിക്ക് എന്ത് പ്രശ്നം വന്നാലും ഞാൻ ആ വചനം എടുക്കും, വചനത്തിൻ്റെ ബുക്ക് എടുക്കും. എനിക്ക് വേണ്ട സൊല്യൂഷൻ അതിലുണ്ടായിരിക്കും. പിന്നെ അച്ഛൻ്റെ ടോക്കുകൾ കേൾക്കുമ്പോൾ അതിൽ എന്നെ സ്പർശിച്ച കാര്യങ്ങൾ, ഉടമ്പടിയുടെ അന്തസത്ത കാണിക്കുന്ന കാര്യങ്ങൾ, അതും വാഗ്ദാന പേടകം, അങ്ങനത്തെ കാര്യങ്ങൾ, അതൊക്കെ നമ്മൾ പുതിയ നോളജാണ് അതൊക്കെ ഞാൻ ബുക്കിൽ എഴുതി വയ്ക്കാറുണ്ട്. പിന്നെ ആൾക്കാർക്ക് വചനങ്ങൾ പറഞ്ഞു കൊടുക്കും. ഞാൻ മുഖാന്തരം 2-3 പേര് ഉടമ്പടി എടുത്തിട്ടുണ്ട്. അങ്ങനെ പിന്നെ എൻ്റെ കാരുണ്യ പ്രവൃത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തെരഞ്ഞു പിടിച്ച് അർഹതപ്പെട്ടവർക്ക് വസ്ത്രം, പൊതിച്ചോറ് അങ്ങനത്തെ കൊടുക്കും. ഓർഫനേജ്, മെൻ്റലി റിട്ടാർഡഡ് കുട്ടികളെ കാണാൻ പോണത്, ഓൾഡ് ഏജ് ഹോം, അതൊക്കെ വിസിറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഉടമ്പടി ഇല്ലായിരുന്നെങ്കിൽ ഞാൻ ഈ സ്ഥലം ഒന്നും കാണില്ലായിരുന്നു. കൃപാസനം ഉണ്ടായതിന് ഞാൻ ദൈവത്തോട് ഒരുപാട് നന്ദി പറയുന്നു. എൻ്റെ എന്താ പറയുക, എൻ്റെ അക്കൗണ്ടിൽ പുണ്യങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് എനിക്ക് തുടങ്ങാൻ പറ്റിയത് ഈ കൃപാസനം ഉള്ളത് കൊണ്ടാണ്. ഈ പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷപ്പെട്ട് ഈ അച്ഛൻ ഇങ്ങനെ ഒരു ഉടമ്പടി പദ്ധതി ഡെവലപ്പ് ചെയ്തുകൊണ്ടാണ്. അപ്പോൾ അതിന് ഞാൻ കർത്താവിനും പരിശുദ്ധ അമ്മയ്ക്കും 1000 നന്ദി പറഞ്ഞുകൊള്ളുന്നു. എന്നും ഉടമ്പടിയിൽ ജീവിക്കുമെന്ന് ഉറച്ചു വിശ്വസിക്കുന്നു, അതിന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന് നന്ദി, ദൈവത്തിന് മഹത്വം. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു വഴി നമുക്ക് വിജയം നൽകുന്ന ദൈവത്തിന് നന്ദി. 1 കൊറിന്ത്യൻസ് 15:57 വചനമാണ്. ദൈവമാണ് നമ്മുടെ ജീവിതത്തിലെ യഥാർത്ഥ വിജയം.
നമ്മുടെ ശക്തിയാലല്ല, യേശു ക്രിസ്തുവിലൂടെ ദൈവം നൽകുന്ന കൃപയാലാണ് നമുക്ക് ലഭിക്കുന്ന ഓരോ വിജയവും. നമ്മുടെ ജീവിതത്തിൽ പ്രശ്നങ്ങളുടെ നടുവിൽ, പ്രാർത്ഥനയുടെ ഉത്തരം ലഭിക്കാത്ത നിമിഷങ്ങളിൽ, സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ, കുടുംബ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ, നാം തോറ്റുപോകുന്നു എന്ന് തോന്നുന്ന നിമിഷങ്ങളിൽ, ഉടമ്പടി മക്കളുടെ ജീവിതത്തിൽ പരിശുദ്ധ അമ്മ, കൃപാസന അമ്മയുടെ ഇടപെടലിലൂടെ അമ്മ നമ്മെ ഈ ജയത്തിലേക്കാണ് കരം പിടിച്ച് നയിക്കുന്നത്. ഉടമ്പടിയിൽ എല്ലാ ഉയർച്ചയും നമ്മുടെ ശക്തിയിലല്ല, ദൈവത്തിൻ്റെ കൃപയിലാണ്. അങ്ങനെയുള്ള ഒരു വലിയ ദൈവിക സാക്ഷ്യമാണ് നാൻസി ഷീൻ എന്ന സഹോദരി നമ്മളോട് സാക്ഷ്യപ്പെടുത്തുന്നത്. ആദ്യമായി കൃപാസനത്തിൽ വരികയും ഉടമ്പടി എടുത്തപ്പോൾ വരാനുള്ള സാഹചര്യം മകനുണ്ടായിരുന്ന നെഞ്ചുവേദനയായിരുന്നു. പലപ്പോഴും ഉണ്ടായിരുന്ന നെഞ്ചുവേദനയ്ക്ക് മരുന്ന് കഴിക്കുമ്പോൾ ടെമ്പററി റിലീഫ് കിട്ടുമായിരുന്നു. പിന്നീട് അടുത്തുള്ള ഒരു സഹോദരിയുടെ വീട്ടിൽ ചെന്നപ്പോൾ ഉടമ്പടി തൈലം തേച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് ഈ മകന് പൂർണ്ണമായിട്ട് സൗഖ്യപ്പെടുകയാണ് ചെയ്തത്. അപ്പോഴാണ് മനസ്സിലായത്, പരിശുദ്ധ അമ്മയുടെ ആ സാന്നിധ്യത്തിൽ, അമ്മയുടെ കൃപയിലും അനുഗ്രഹത്തിലും മനസ്സിലായി. കൃപാസനത്തിൽ വന്ന് ഉടമ്പടി ലഭിച്ചു, ഉടമ്പടി എടുത്തു. ഉടമ്പടിയിൽ ഈ മകൾ പറയുന്നത്, ഉടമ്പടി എടുത്ത നിമിഷം മുതൽ എനിക്ക് ഒരു വലിയ ശക്തിയാണ് ലഭിച്ചതെന്നാണ്. ആദ്യം എല്ലാ കാര്യവും നടക്കണേ എന്ന് പ്രാർത്ഥിച്ചു. പിന്നീട് ഉടമ്പടി നിലനിൽക്കാനുള്ള, ആ നിലനിൽപ്പിനുള്ള കൃപയ്ക്ക് വേണ്ടിയിട്ടാണ് നാൻസി പ്രാർത്ഥിച്ചത്. മകനുണ്ടായിരുന്ന വയറുവേദനയും തലവേദനയും പനിയും എല്ലാം മക്കൾക്കുണ്ടായിരുന്ന അസുഖങ്ങളെല്ലാം ഉടമ്പടി നേർച്ച വസ്തുവായ ഉടമ്പടി തൈലവും ഉടമ്പടി വെഞ്ചരിച്ച ഉപ്പും വിശ്വാസ പ്രമാണം ചൊല്ലി ഉപയോഗിച്ചതിൻ്റെ ഫലമായിട്ട് ഈ രോഗങ്ങളെല്ലാം സൗഖ്യപ്പെടുകയാണ് ചെയ്തത്. മകളുടെ പരീക്ഷയ്ക്ക്, 10ാം ക്ലാസ്സിലെ പരീക്ഷയ്ക്ക് ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ്റെ കൈവപ്പ് ശുശ്രൂഷ വഴി ബ്ലെസ്സിങ് ലഭിക്കുകയും ഫസ്റ്റ് എക്സാമിന് പോയപ്പോൾ ഒട്ടും കോൺഫിഡൻസ് ഇല്ലായിരുന്നു. അന്നേ ദിവസം ദേഹമാകെ തളർന്ന് തണുത്ത് എന്ത് ചെയ്യണമെന്നറിയാതെ എങ്ങനെ പരീക്ഷയ്ക്ക് പോകുമെന്ന് വിചാരിച്ച് പ്രാർത്ഥനയോടെ ഉടമ്പടി നേർച്ച വസ്തുക്കളുമായിട്ടാണ് ഈ മകളെ വിടുന്നത് പരീക്ഷയ്ക്ക്. പക്ഷെങ്കിൽ അവിടെയും ഈ കുടുംബം പ്രാർത്ഥനയിൽ വിശ്വസിച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി ഉടമ്പടി നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ച് പ്രാർത്ഥിക്കുകയാണ്. അങ്ങനെയാണ് ഈ മകൾക്ക് ഇന്ന് സ്കൂളിൽ 95% മാർക്ക് ലഭിച്ച് പരീക്ഷ എഴുതാൻ പാസ്സാകാൻ സാധിക്കുകയും സ്കൂളിൽ സെക്കൻഡ് ടോപ്പർ ആകാൻ സാധിക്കുകയും ചെയ്തത്. അത് നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് എന്നാണ് മകൾ സാക്ഷ്യപ്പെടുത്തുന്നത്. ദൈവത്തിൻ്റെ കൃപയാലാണ് നല്ല റിസൾട്ട് നൽകി ഈശോയും അമ്മയും അനുഗ്രഹിച്ചെന്നാണ് സാക്ഷ്യപ്പെടുത്തുന്നത്. പിന്നീട് മക്കൾക്കുള്ള ഒരു മകന് വേണ്ട അഡ്മിഷനും അതുപോലെ തന്നെയാണ്. മാതാവ് ഒരു നല്ലൊരു പ്ലാനുണ്ട്, നമ്മുടെ ഒരു പൂർണ്ണമായ നമ്മുടെ നന്മയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരു പദ്ധതിയാണ്. അങ്ങനെയാണ് സ്കൂളിലേക്കോ മറ്റ് സ്റ്റേറ്റിൽ നിന്ന് വരുമ്പോഴത്തേന് വളരെ ഡിഫിക്കൽട്ടാണ് കോപ്പപ്പ് ചെയ്യാനായിട്ട് എഡ്യൂക്കേഷന്. വേറൊരു സെക്കൻഡ് പ്ലാൻ നൽകി ഈ മകനെ അനുഗ്രഹിക്കുകയാണ്. അവിടെയും അഡ്മിഷൻ ലഭിക്കാൻ സാധിച്ചു. വീട് അന്വേഷിച്ചപ്പോൾ ടൈം ഷോർട്ടനിങ്ങിൻ്റെ അമ്മ, സമയച്ചുരുക്കത്തിൻ്റെ അമ്മ എത്രയും പെട്ടെന്ന് അവരുടെ കാര്യങ്ങളിൽ ഇടപെടുകയും എല്ലാ കാര്യങ്ങളും നടത്തി കൊടുക്കുകയാണ് ചെയ്തത്. മകൾ പറഞ്ഞതുപോലെ ഉടമ്പടി പത്രികയാണ് ഉടമ്പടിയുടെ ഓക്സിജൻ എന്ന് പറഞ്ഞ പോലെ ഈ മകൾക്ക് പ്രേക്ഷിത വേലയിൽ കൂടിയാണ് കൂടുതൽ അനുഗ്രഹം ലഭിച്ചത്. പലർക്കും പല രീതിയിലാണ് അനുഗ്രഹം ലഭിക്കുന്നത്. ഈ മകൾ പറയുന്നത് പ്രേക്ഷിത പ്രവർത്തനം ചെയ്ത് തിരിച്ചു വരുമ്പോഴെല്ലാം ഓരോരോ അനുഗ്രഹങ്ങളാണ് ദൈവം എനിക്ക് വേണ്ടി കരുതി വച്ചിരിക്കുന്നു എന്നാണ്. ഉടമ്പടി ജീവിതത്തിൽ നമുക്കറിയാം, പ്രേക്ഷിത പ്രവർത്തനം അറിയാത്തവരെ അറിയിക്കാനും അറിഞ്ഞവരെ ആഴപ്പെടുത്തുവാനുമുള്ള ഒരു വലിയ തീഷ്ണതയോടെയുള്ള ഒരു പ്രവർത്തനമാണ്, ഒരു ജോലിയാണ്. അത് ഈ മകള് കൂടുതൽ സന്തോഷത്തോടെയാണ് ആ ഉടമ്പടി പത്രിക മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുന്നത്. ഉടമ്പടിയിൽ സ്ഥിരതയോ വേണമെന്ന് പ്രാർത്ഥിക്കുമ്പോഴും ഉടമ്പടി പത്രിക സന്തോഷത്തോടെ സ്നേഹത്തോടെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുമ്പോഴും ഓരോ പ്രാവശ്യവും കൊടുത്ത് തിരികെ വരുമ്പോൾ വീട്ടിൽ അനുഗ്രഹമാണ് ലഭിക്കുന്നത്. തന്നെയുമല്ല, ഏറ്റവും വ്യക്തമായിട്ട് പറഞ്ഞത്, ഉടമ്പടിയിൽ വന്നതിൽ പിന്നെ ഒരു തീർച്ചയാണ്, ഒരു ഉറപ്പാണ്, മക്കൾ വഴി തെറ്റില്ല എന്ന്. ആത്മീയതയിലേക്കുള്ള ഒരു വലിയ അക്കൗണ്ടാണ് തുറന്നിരിക്കുന്നു എന്നാണ്. നമ്മുടെ കുടുംബം ആത്മീയതയിൽ ജീവിക്കുമ്പോൾ നമുക്കൊന്നും ഭയപ്പെടേണ്ട ആവശ്യമില്ല. ഭയപ്പെടേണ്ട നിമിഷങ്ങളിലെല്ലാം കൃപാസന അമ്മയുടെ സാന്നിധ്യവും
ഈ ദൈവത്തിൻ്റെ സാന്നിധ്യവും നമ്മുടെ കൂടെയുണ്ട്. അമ്മയുടെ സംരക്ഷണം നമ്മുടെ കൂടെയുണ്ട്. ആ സംരക്ഷണമാണ് നമുക്ക് ധൈര്യം നൽകുന്നത്. അതുകൊണ്ടാണ് കൃപാസനത്തിലേക്ക് വരുമ്പോൾ ഇവിടെ കാല് വയ്ക്കുമ്പോൾ തന്നെ നമുക്ക് അക്കൗണ്ട് അൽമിതയിലേക്കുള്ള ഒരു അക്കൗണ്ട് തുറക്കാം. അത് വിശുദ്ധിയിലേക്കുള്ള ഒരു ജീവിതമാണ്, ഒരു തിരഞ്ഞെടുപ്പാണ്, ഒരു വിളിയാണ്, ഒരു സമർപ്പണമാണ്. ആ സമർപ്പണ ജീവിതത്തിലേക്ക് നമ്മുടെ ഉടമ്പടിയിലൂടെ കടന്നു വരുമ്പോൾ നമുക്ക് നൽകുന്നത് ഒരു ധൈര്യമാണ്. ദൈവം കൂടെയുണ്ടെന്നുള്ള ഒരു സാന്നിധ്യം, ഒരു ധൈര്യം. ഉടമ്പടി മക്കളുടെ ജീവിതത്തിൽ ആ ദൈവ സാന്നിധ്യമാണ് എപ്പോഴും നമ്മുടെ കൂടെയുള്ളത്. നമ്മുടെ ജീവിതത്തിലും ഉടമ്പടിയിൽ കൂടുതൽ വിശ്വാസത്തോടെ വിശ്വസ്തയോടെ നിലനിൽക്കുവാനും കൃപാസനാമ്മയുടെ കരം പിടിച്ച് ദൈവത്തിൻ്റെ കൃപയിലൂടെ ആ വിജയം അനുഭവിക്കാൻ സാധിക്കട്ടെ എന്ന് നമുക്കും പ്രാർത്ഥിക്കാം. നാൻസി ഷീനും കുടുംബത്തിന് ലഭിച്ച ഈ വലിയ അനുഗ്രഹങ്ങൾക്ക് നമ്മൾക്ക് കരങ്ങളടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം. കൃപാസന പ്രസാദവർ മാതാവിനും അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ വലിയൊരു സാക്ഷിയാക്കി ഞങ്ങളുടെ കുടുംബത്തെ മാറ്റിയതിന് നന്ദി പറയുന്നു. എൻ്റെ പേര് സൗമ്യ ബൈജു, ഇതെൻ്റെ ഭർത്താവ് ബൈജു, ഇതെൻ്റെ 2 മക്കളാണ് എനിക്ക്, ട്വിങ്സ്, ജോയൽ, ഒരാൾ നോയൽ. അവൻ ഇവിടെ എത്തിയില്ല, അവന് മറ്റു ഫേസ് ചെയ്യാനൊരു ബുദ്ധിമുട്ടായതുകൊണ്ട് നിൽക്കുവാണ്. ഈ പ്രത്യേകിച്ച് എനിക്ക് ഇവിടെ പറയാനുള്ളത്, ഞാൻ ഉടമ്പടി എടുത്തത് 21/5/2018. ശരിക്കും പറഞ്ഞാൽ ഇത് എൻ്റെ 25ാമത്തെ പുതുക്കലാണ് ഞാൻ നിൽക്കുന്നത്. ശരിക്കൊരു ജൂബിലിയുടെ നിറവിലാണ് ഞാനിവിടെ ഈ സമയത്ത് വലിയൊരു പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷ്യം, ഈശോയും അമ്മയും എന്നെ ചെറിയൊരു സാക്ഷ്യമല്ല 25ാമത്തെ പുതുക്കലിൽ വലിയൊരു സാക്ഷ്യത്തിലേക്ക് എന്നെ നയിച്ചത്. എൻ്റെ മോൻ്റെ തിരിച്ചു വരവെന്ന് തന്നെ പറയാം. ഞങ്ങൾക്ക് എൻ്റെ കുഞ്ഞിനെ തിരിച്ചു കിട്ടിയ വലിയ അത്ഭുത സാക്ഷ്യത്തിന് ഞങ്ങളെ ഈശോയും അമ്മയും ഒരുക്കുകയായിരുന്നു. ഇതിൻ്റെ 6ാമത്തെ സാക്ഷ്യമാണ് ഈ അൾത്താരയിൽ ഞാൻ പങ്കുവയ്ക്കാൻ പോകുന്നത്. അതിനു മുമ്പ് 2 വചനം ഞാൻ പറയുവാണ്. മരണത്തിൻ്റെ നിഴൽ വീണ താഴ്വരയിലൂടെയാണ് ഞാൻ നടക്കുന്നതെങ്കിലും അങ്ങ് ദൈവം എൻ്റെ കൂടെയുള്ളതിനാൽ ഞാൻ ഒരിക്കലും ഭയപ്പെടുകയില്ല. സങ്കീർത്തനം 23. അവസാനം വരെ സഹിച്ചു നിൽക്കുന്നവൻ രക്ഷ പ്രാപിക്കും. മർക്കോസിൻ്റെ 13 വചനം. എൻ്റെ മക്കൾ 2 പേരും 10th ICSE ബോർഡ് എക്സാമിന് വേണ്ടി ഒരുങ്ങുകയായിരുന്നു. അപ്പോൾ ഇതിൽ മൂത്ത ആൾ ജോയലിന് കുറേ നാളുകളായിട്ട് തലവേദനയുണ്ട്. തലവേദന ഞങ്ങൾ കാണിച്ചപ്പോൾ സൈനസിൻ്റെ ആണെന്ന് ഡോക്ടർ പറഞ്ഞു. എറണാകുളത്ത് കാണിച്ചപ്പോൾ അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് 1 മാസം ഉണ്ടായിരുന്നു. അതിനുശേഷം അവൻ ഓക്കെ ആയിരുന്നു. പിന്നീട് എക്സാമിൻ്റെ കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് നവംബർ ഡിസംബർ സമയങ്ങളിൽ അവന് തലവേദന പിന്നെയും ഉണ്ടായി. അവൻ്റെ ബോഡിയൊക്കെ വീക്കാവാൻ തുടങ്ങി. ഞങ്ങളത് ഓർത്ത് എക്സാമിൻ്റെ ആയിരിക്കും. പിന്നെയും ഡോക്ടറിൻ്റെ അടുത്ത് കാണിച്ചു ബോർഡ് എക്സാമിന് മുമ്പ്, മോഡൽ എക്സാം കഴിഞ്ഞ ശേഷം. അപ്പോൾ ഡോക്ടർ പറഞ്ഞ തലയുടെ കഫക്കെട്ടാണ്, അതിനുള്ള മരുന്ന് മതി. 2 ആഴ്ച കഴിഞ്ഞപ്പോൾ അത് മാറി. പിന്നീടും അവൻ്റെ ബോഡി വീക്കായിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഞാൻ ഓർത്ത് ഈ ബോർഡ് എക്സാമിൻ്റെ ടെൻഷനാണ്. ബോർഡ് എക്സാം നടന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ സയൻസ് വിഷയങ്ങളായി. അപ്പോൾ അവന് ഭയങ്കരമായിട്ട് തലവേദന. എക്സാമിൻ്റെ ടൈമിലൊക്കെ അവൻ കിടപ്പായിരുന്നു. എങ്കിലും എഴുതിയെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഞാൻ പിന്നെയും ഡോക്ടറെ വിളിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു ആ മരുന്ന് കണ്ടിന്യൂ ചെയ്താൽ മതി. എക്സാം എല്ലാം ദൈവത്തിൻ്റെ വലിയ അനുഗ്രഹത്താൽ എല്ലാം ഭംഗിയായിട്ട് കഴിഞ്ഞു. എക്സാം എല്ലാം കഴിഞ്ഞ ശേഷം ഇവന് പനി, ഇടയ്ക്ക് തലവേദന വന്നു തുടങ്ങി. ഞങ്ങളത് കാര്യമാക്കിയില്ല, ഡോളയൊക്കെ കൊടുത്തു. പിന്നെ ഞങ്ങൾക്ക് വേളാങ്കണ്ണി പോകാനായിട്ട് ഞങ്ങൾ ഒത്തിരി ആഗ്രഹിച്ചിരുന്നു. ഞങ്ങൾ വേളാങ്കണ്ണിയിൽ പോയി. ആ സമയത്ത് ഇവന് പനി കടുത്തു, ഭയങ്കരമായിട്ട് തീവ്രമായ പനിയായി. തിരിച്ച് ഞങ്ങൾ വന്നപ്പോൾ പെട്ടെന്ന് തന്നെ എറണാകുളം ലിസി ഹോസ്പിറ്റലിലോട്ടാണ് കൊച്ചിനെ കൊണ്ടുവന്നത്. അവിടെ കാണിച്ചപ്പോൾ അവന് പെട്ടെന്ന് തന്നെ അവരെ MRI എടുക്കണമെന്ന് പറഞ്ഞു. MRI എടുത്തപ്പോൾ കൊച്ചിന് മെനഞ്ചൈറ്റിസിൻ്റെ സ്റ്റാർട്ടിങ് കാണിക്കുന്നു. വളരെ ഞങ്ങൾ ഭയപ്പെട്ടു പോയി. പെട്ടെന്ന് അവൻ ICUലോട്ട് ഷിഫ്റ്റ് ചെയ്തു. ICUലോട്ട് മാറ്റി. അന്ന് ദിവസം തന്നെ അവൻ ഫുള്ളി ബ്ലാങ്കായി മാറിയായിരുന്നു. പിറ്റേ ദിവസം ചൊവ്വാഴ്ച മെയിൻ ഡോക്ടേഴ്സ്, ന്യൂറോ, അങ്ങനെ ഒത്തിരി ഡോക്ടേഴ്സ് വന്ന് ഇവനെ നോക്കി. അപ്പോൾ ഞങ്ങൾ 2 പേരും ശരിക്കും തകർന്ന മട്ടായിരുന്നു. കാരണം ദൈവം അപ്പോഴും എനിക്ക് ഭയങ്കര വിശ്വാസം. കാരണം ഞാൻ ഉടമ്പടിയിലല്ലേ നിൽക്കുന്നത്. പിന്നെ എൻ്റെ മനസ്സിലെപ്പോഴും ഉണ്ട് ഞാൻ 25ാമത്തെ പുതുക്കൽ. അപ്പോൾ ഉടമ്പടിയിൽ ഞാൻ എപ്പോഴും എനിക്ക് ഭയങ്കര ഉത്സാഹത്തോടെ ഞാൻ ചെയ്യുന്നപ്പോൾ ദൈവം എന്നെ ഒരുക്കുന്നതായിരിക്കും. സഹന ഈശോ തരുന്നതെങ്കിൽ ഞാൻ ഈശോയെ മുറുകെ തന്നെ പിടിക്കും, പിടിവിട്ട് കളയത്തില്ല. ഈശോയും മാതാവ് എൻ്റെ കൂടെ ഉണ്ടെന്ന് എനിക്ക് ഉറച്ച ബോധ്യത്തിലാണ് ഞാൻ നടന്നത്. അപ്പോൾ ചൊവ്വാഴ്ച ഡോക്ടർ ഞങ്ങളോട് പറഞ്ഞു നമുക്ക് അവനെ വെയിറ്റ് ചെയ്യാമെന്നാണ് പറയുന്നത്. കാരണം ഒത്തിരി ഷൗട്ട് ചെയ്ത് ഞങ്ങളോട് സംസാരിച്ചു. കൊച്ച് ഏത് വെള്ളത്തിലാണ് കുളിച്ച്, എന്താണ് കൊടുത്ത്, അങ്ങനെ ഞങ്ങൾക്ക് ഒന്നിനും ഉത്തരമില്ലായിരുന്നു. അവർക്ക് മരുന്ന് സ്റ്റാർട്ട് ചെയ്യാനാണ്, എന്ത് മരുന്ന് അവന് കൊടുക്കുന്നു അവർക്ക് തന്നെ ആകെ കൺഫ്യൂഷനായി. അവൻ ഒന്ന് റിക്കവർ ആകുന്നില്ല, പനി കൂടുന്നു, തലവേദന കൂടുന്നു. അപ്പോൾ കുഞ്ഞിനെ ICUവിലേക്ക് എടുത്ത് ഞങ്ങൾക്ക് ഒന്നും, കാരണം ദൈവം ഇത്രയും
കാരണം അവനെ സംബന്ധിച്ച് നോക്കുമ്പോൾ ദൈവം ഏറ്റവും നല്ലതിലോട്ടാണ് നമ്മളെ പരീക്ഷിച്ചത്. ഇവനായിരുന്നു ഏറ്റവും മിടുക്കനായിട്ട് പഠിക്കുന്നവൻ, കീബോർഡിസ്റ്റ്, പാട്ട് പാടും. അപ്പം ഏറ്റവും നല്ലതിനെ തന്നെ ഈശോ പിടിച്ച് ഞങ്ങളെ കുലുക്കുമായിരുന്നു സഹനത്തിലോട്ട്. അപ്പോൾ എന്ത് ചെയ്യും? ഡോക്ടർ പറയാണ് ഇവന് എങ്ങാണ്, ഞങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ ഞാൻ ചേട്ടായിയോട് പറഞ്ഞു, ഹസ്ബൻഡിനോട് പറഞ്ഞു, ഞാൻ വേറെ ഒന്നുമല്ല ഓർത്ത, എനിക്ക് കൃപാസനത്തിൽ ഇപ്പം തന്നെ പോകണം, എനിക്ക് എൻ്റെ ഈശോയെ മാതാവിൻ്റെ അടുത്ത് ഞാൻ പോകണം. അപ്പോൾ ചേട്ടായി പറഞ്ഞു, ഇപ്പം നീ പോയാൽ നമുക്ക് അച്ഛനെ ഒന്നും കാണാൻ പറ്റത്തില്ല. ഞാൻ പറഞ്ഞു, അച്ഛനെ കണ്ടില്ലെങ്കിലും വേണ്ട, എനിക്ക് ഈശോയെ മാതാവിനെയും കണ്ടാൽ മതി, എനിക്കിപ്പം തന്നെ പോകണം. അപ്പോൾ പറഞ്ഞു, കൊച്ചിനെ ഐസിയുവിൽ ഇട്ടിട്ട് നമ്മൾ എങ്ങനെ പോകുന്നത്, എന്താണെന്ന് ഒന്നും പറയാൻ പറ്റാത്ത ഒരവസ്ഥയാണ്. അപ്പോൾ എനിക്ക് അതൊന്നും അറിയണ്ട, കൊച്ചിനെ ഈശോയെ മാതാവ് നോക്കും. ഒരു അമ്മയും അപ്പനും പോലും ആ സമയത്ത് പോകത്തില്ല, കാരണം കൊച്ചിൻ്റെ കണ്ടീഷൻ ഇങ്ങനെ ഇരിക്കുമ്പോൾ ആർക്കും പോകാൻ തോന്നത്തില്ല അവസ്ഥ വിട്ട്. പക്ഷെ ഞാൻ അനിയത്തിയുടെ ഭർത്താവിനെ ഞങ്ങളെ ഏൽപ്പിച്ചിട്ട് ഞാനും ചേട്ടായും പെട്ടെന്ന് തന്നെ അവിടുന്ന് ട്രെയിൻ കയറി കൃപാസനത്ത് എത്തുമായിരുന്നു. ഇവിടെ വന്ന ശേഷം ഞാനൊരു ഭ്രാന്തിനെ കൂട്ടായിരുന്നു. ഇവിടെ വന്ന് പെട്ടെന്ന് ഇവിടെ കാലുകുത്തി വഴി തന്നെ എനിക്കൊരു ഫോൺ വന്നത്, പെട്ടെന്ന് ഐസിയുയിൽ നിന്നാണ്. അപ്പം ഞങ്ങൾ ഞെട്ടിപ്പോയി. എങ്കിലും പറഞ്ഞു, കൊച്ചിന് എന്തെങ്കിലും വെള്ളം വാങ്ങിച്ച് കൊടുക്കാം എന്ന രീതിയിലാണ് അവിടെ നിന്ന് ഫോൺ കോൾ വന്നത്. പെട്ടെന്ന് ഇവിടെ ബ്ലെസ് ചെയ്യുന്ന അച്ഛൻ്റെ അടുത്ത് ഞാൻ ബ്ലെസ്സിങ് വാങ്ങിച്ചു. അച്ഛൻ പറഞ്ഞു, മോളെ ഈശോ സുഖപ്പെടുത്തുന്നുണ്ട്, പിന്നെ ഈ കൊച്ചിനെ സുഖപ്പെടുത്തുന്നുണ്ടെന്നാണ് പറഞ്ഞ്. ഇവിടെ വന്ന് സിസ്റ്ററിൻ്റെ അടുത്ത് ഞാനിവിടെ ഓടിക്കരഞ്ഞ് ഇങ്ങനെ ഒരു പ്രേക്ഷിത സിസ്റ്ററിൻ്റെ അടുത്ത് പറഞ്ഞു, സിസ്റ്റർ മോൾ ഇവിടെ വന്ന് പ്രാർത്ഥിക്കും. പിന്നെ അപ്പോൾ പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ അടുത്ത് ഒരു സ്ത്രീയല്ല, ഒരു കൊച്ച് വന്ന് നിൽക്കുന്നുണ്ട്. നല്ല മിടുക്കിയായിട്ടുള്ളൊരു പെൺകൊച്ച്, നല്ല സുന്ദരിയാണ്, വെളുത്ത് ചുരിദാറൊക്കെ ഇടും. അപ്പോൾ ഞാൻ അവരുടെ ഫേസ് നോക്കിയിട്ട് ഞാൻ ശ്രദ്ധിക്കുന്നേ ഇല്ല. പക്ഷെ എൻ്റെ കൈ തട്ടിയിട്ട് പറയാണ്, ചേച്ചി നോർമലായി എന്ത് പറ്റിയപ്പോൾ ഞാൻ പറയാം, എൻ്റെ കുഞ്ഞിന് സുഖമില്ലാതെ ഐസിയുവിലാണ്, കരയാൻ തുടങ്ങി. അപ്പോൾ പറഞ്ഞു, ചേച്ചിയുടെ കുഞ്ഞിനെ ഈശോ സുഖപ്പെടുത്തുന്നുണ്ടെന്ന് പറഞ്ഞു. എൻ്റെ കയ്യിലോട്ട് കുറച്ച് പൈസ ഇങ്ങനെ ചുരുട്ടി എൻ്റെ കയ്യിൽ തന്നിട്ട് ഞാനത് വാങ്ങിയില്ല. 1-2 പ്രാവശ്യം ഞാൻ ആ പൈസ തടഞ്ഞു വന്നിട്ട് അതെൻ്റെ കൈ ചുരുട്ടിയിട്ട് അതെങ്ങോ പോയി. ഞാൻ പിന്നെ ആ മകളെ കണ്ടില്ല. അപ്പോൾ ഞാൻ ഇവിടേക്ക് ഓടി വന്നപ്പോൾ സാക്ഷ്യപ്പെടുന്ന സിസ്റ്ററായിരുന്നു. സിസ്റ്ററിൻ്റെ അടുത്ത് ഓടി വന്ന് ഞാനിത് പറയും. അപ്പോൾ സിസ്റ്ററിൻ്റെ മോളിൽ നീ ഉടമ്പടിയിലല്ലേ, നീ ഇവിടെ അൾത്താരയിൽ കൊച്ചിനെ കിടത്തിയതായിട്ട് പറഞ്ഞ് നീ പ്രാർത്ഥിച്ചോ, വിശ്വാസപ്രമാണം ചൊല്ലി പ്രാർത്ഥിക്കുന്നതിൻ്റെ കുഞ്ഞിനെ ഈശോ സുഖപ്പെടുത്തു. ഞാനിവിടെ കുറഞ്ഞ് അലറി പ്രാർത്ഥിക്കുന്നു. അപ്പോൾ അച്ഛൻ ഇവിടെ ഇല്ലായിരുന്നു. അച്ഛൻ എന്തോ കേസിന് ആലപ്പുഴ പോയിരിക്കുവാണ്, കാണാൻ പറ്റത്തില്ല രീതിയിലായിരുന്നു. എങ്കിലും ഈശോയോട് ഞങ്ങൾ കരഞ്ഞ് പ്രാർത്ഥിച്ചു. ഞാൻ നേരെ നോക്കുമ്പോൾ ചേട്ടായിരുന്ന് കരഞ്ഞുകൊണ്ടിരിക്കും. ആദ്യമായിട്ട് എൻ്റെ ഭർത്താവ് ഇത്രയും വേദനയോടെ ഇരിക്കുന്നത് ഞാൻ കാണുന്നത്. കാരണം ഞങ്ങളുടെ കയ്യിൽ നിന്ന് ഞങ്ങളുടെ കുഞ്ഞ് പോകുക എന്ന് പറയുമ്പോൾ അതൊരിക്കലും സഹിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. അത് കഴിഞ്ഞ ശേഷം ഞാൻ ഓടിച്ചെന്ന് ചേട്ടായിയുടെ വിവരങ്ങളെല്ലാം പറഞ്ഞപ്പോൾ ചേട്ടായി പറഞ്ഞു, നിൻ്റെ അടുത്തൊരു കൊച്ച് നിൽക്കുന്നത് ഞാനും കണ്ടു, അതാരാ, ഞാനും പിന്നെ കണ്ടില്ല. അപ്പോൾ ഞാൻ ഈ പൈസ എടുത്തപ്പോൾ 5000 രൂപയാണ് എൻ്റെ കയ്യിൽ അവർ തന്നത്. എനിക്ക് എന്താണ് ആ പൈസ ചെയ്യേണ്ടതെന്ന് പോലും അറിയത്തില്ല. ആ പൈസ അതുപോലെ ഞാൻ ബാഗിലിട്ടിട്ട് ഞാൻ പുറത്തോട്ട് ഇങ്ങനെ ഇറങ്ങുക വഴി അച്ഛൻ വന്നു എന്ന് എനിക്ക് ഇൻഫോർമേഷൻ കിട്ടി. അപ്പോൾ പെട്ടെന്നാണ് അച്ഛൻ വന്നു എന്ന് പറഞ്ഞപ്പോൾ ഒത്തിരി സന്തോഷം. അപ്പോൾ എല്ലാം ദൈവം ഒരുക്കണ പോലെ പെട്ടെന്ന് ഞാൻ അച്ഛനെ കാണാനായിട്ട് ഇവിടെ കൊച്ചിൻ്റെ ഫോട്ടോയായിട്ട് ഇവിടെ വന്നു. അച്ഛൻ്റെ അടുത്ത് ഞാൻ എന്തൊക്കെ ഇങ്ങനെ പറയുന്ന പോലെ അപ്പം അച്ഛനെല്ലാം ശാന്തമായിട്ട് എൻ്റെ കയ്യിൽ കുരിശ് തന്നിട്ട് അച്ഛൻ്റെ അടുത്ത് അച്ഛനപ്പോൾ ഇങ്ങനെ കൈ കൊണ്ട് കാണിച്ച് പറയാനായിട്ട്. അപ്പോൾ ഞാൻ പറഞ്ഞ അച്ഛാ, അപ്പോൾ അച്ഛനെ കണ്ട ശേഷം എൻ്റെ ഭയമൊക്കെ അങ്ങോട്ട് പോകുക. അത്ര നേരം അലർക്കൊണ്ടിരുന്ന എനിക്ക് കരയാനൊന്നും വരുന്നില്ല. അച്ഛനെ കണ്ട വഴി എനിക്ക് ഭയങ്കര ഒരു വിശ്വാസം വരുന്നു. എനിക്ക് ഒരു പേടിയില്ല. എനിക്ക് ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ്റെ കൈവയ്പ്പ് ശുശ്രൂഷിക്കായിരുന്നു. അപ്പോൾ ജോസഫ് അച്ഛൻ എൻ്റെ കയ്യിലോട്ട് കുരിശ് കൊണ്ട് തന്നിട്ട് ഞാൻ അതിന് ശേഷം അച്ഛൻ ഇങ്ങനെ പറയാൻ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, അച്ഛാ എനിക്ക് എൻ്റെ കുഞ്ഞിനെ തിരിച്ചു കിട്ടും, ഞാൻ അവനെ കൊണ്ട് ഇവിടെ വന്ന് സാക്ഷ്യം പറയും, എനിക്ക് ഉറപ്പാണ്, അതായത് എനിക്ക് എന്നെ ഈശോയും മാതാവും കൈവിടില്ല, എനിക്ക് ഉറപ്പാണ്. അതിനുശേഷം അച്ഛൻ വേഗം തന്നെ അവൻ്റെ ഫോട്ടോയൊക്കെ പ്രത്യക്ഷപ്പെട്ട അമ്മയുടെ അടുത്ത് ഈശോയുടെ വെച്ച് പ്രാർത്ഥിച്ചു. ഒരു പ്രാവശ്യം പ്രാർത്ഥിച്ച് എൻ്റെ ഇങ്ങനെ കൊണ്ടുവരുമല്ലോ. അപ്പോൾ ഞാൻ അച്ഛനോട് ഒന്നും കൂടി പറയുക, അച്ഛൻ അവൻ്റെ എന്താണെന്ന് അവർ വൈറസ് കണ്ടുപിടിച്ചിട്ടില്ല. ഇവർ പല മരുന്നുകൾ കണ്ടെത്തിയെങ്കിൽ എന്ത് വൈറസാണ് മെനിഞ്ചൈറ്റീസിൻ്റെ സ്റ്റാർട്ടിങ് എങ്കിൽ എന്ത് ഫംഗലാണ്, എന്താ വൈറസാണെന്ന് അവർ പല മരുന്നുകളും നോക്കിയിട്ടും കണ്ടുപിടിച്ചിട്ടില്ല എന്ന് ഞാൻ അച്ഛനോട് പറഞ്ഞപ്പോൾ അച്ഛൻ രണ്ടാമത് എൻ്റെ കയ്യിൽ നിന്ന് അവൻ്റെ ഇത് വാങ്ങിച്ച് ഈശോയുടെ മുമ്പിൽ പ്രാർത്ഥിച്ചു. അപ്പോൾ എൻ്റെ മനസ്സിലോട് തോന്നി, അച്ഛൻ എന്തുകൊണ്ടായിരിക്കും രണ്ടാമത് ഇത് എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിയെന്ന്. അപ്പോൾ എനിക്ക് ചെറിയൊരിത് തോന്നിയെങ്കിലും എന്തോ ആയിരിക്കും. പിന്നെ അച്ഛൻ എന്നോട് പൊക്കോളാൻ ഇങ്ങനെ രീതി കാണിച്ച് ഇവിടുന്ന് ഞങ്ങൾ നേരെ എറണാകുളം ലിസി ഹോസ്പിറ്റലിലോട്ട് രാത്രിയായി ഞങ്ങൾ എത്തുമ്പോൾ അത്രയും നേരം ഒന്നും സംഭവിച്ചിട്ടില്ല. അവിടെ നിന്ന് ഞാൻ നേരെ ഐസിയുലോട്ട് ചെല്ലുമ്പോൾ എൻ്റെ മോൻ എന്നെ മമ്മിന്ന് വിളിക്കുന്നത് ഞാൻ കാണുന്നത്. അത്രയും നേരം അന്ന് 1-2 ബ്ലാങ്കായി കൊച്ച് എന്നെ വിളിച്ചു. അതിൻ്റെ ഉള്ളിൽ തന്നെ ഞാനിത് അറിഞ്ഞപ്പോൾ തന്നെ ICU വെച്ച് കൊച്ചിന് ഉടമ്പടി തൈലവും
വെഞ്ചരിച്ച ഉപ്പൊക്കെ ഇവൻ്റെ ബെഡേലൊക്കെ വിതറായിരുന്നു. കാരണം അവിടെ സിസ്റ്റേഴ്സ് അതൊക്കെ കൊടുക്കാൻ നമ്മളെ സമ്മതിക്കുമായിരുന്നു. പിന്നെ ഇവിടുന്ന് ചെന്ന ശേഷം തന്നെ ഞാൻ അച്ഛൻ വെഞ്ചരിച്ച കാശ് രൂപം തന്നിരുന്നു. അത് ഇവനപ്പം കൊന്തയിൽ ഞാൻ അത് ഇട്ട് കൊടുത്തു. അങ്ങനെ പ്രാർത്ഥിച്ച് ഞാൻ അവിടെ ചെന്ന് കാഴ്ച ഇവൻ എന്നെ വിളിക്കുന്നതാണ്. അപ്പോൾ അവിടുത്തെ ഒരു സിസ്റ്റർ പറഞ്ഞു, ചേച്ചി ഉച്ചയായപ്പോൾ തൊട്ട് അവൻ്റെ പനി കുറയാൻ തുടങ്ങി. അതായത് അച്ഛൻ ഇവിടെ പ്രാർത്ഥിച്ച് ഇവിടെ കാലുകുത്തിയ സമയം തൊട്ട് അവൻ്റെ പനി കുറയാൻ തുടങ്ങി. ഇവൻ്റെ തലവേദന എന്ന് പറഞ്ഞാൽ ഇവൻ്റെ ബാക്കിൽ ഈ മറ്റേ നമ്മുടെ ഈ ചുറ്റിക കൊണ്ട് ഇടിക്കുന്ന വേദന, അവൻ അത്രയും ശക്തമായ തലവേദനയായിരുന്നു അവന്. അപ്പോൾ ആ തലവേദന അവന് വിട്ടുമാറാൻ തുടങ്ങി. ഭയങ്കര പോസിറ്റീവായിട്ടുള്ള സൈൻ ഇവന് കാണാൻ തുടങ്ങുന്ന നേഴ്സ് എന്നോട് പറഞ്ഞപ്പോൾ ഒത്തിരി സന്തോഷം. പിറ്റേ ദിവസം ഡോക്ടർ വരുമ്പോൾ ഞങ്ങളോട് പറയുന്നത് ഭയങ്കര ഹാപ്പി ന്യൂസാണ്. കാരണം ഇവന് പനി പെട്ടെന്ന് മാറിയത് അച്ഛൻ ഇവിടെ കൊച്ചിൻ്റെ ഫോട്ടോ വെച്ച് പ്രാർത്ഥിച്ച നിമിഷം മുതൽ അവൻ പൂർണ്ണ സൗഖ്യത്തിലോട്ടായി. കാരണം അവൻ അപ്പം തന്നെ അവിടെ സിസ്റ്റർ പറഞ്ഞു, ഡോക്ടർ ഞങ്ങളോട് പറയുന്നത് ഇവനെല്ലാം മാറി തുടങ്ങി. ഞങ്ങൾക്ക് തന്നെ ഒരു അത്ഭുതം, എന്തു പെട്ടെന്നാണ് അവൻ റിക്കവർ ആയത്. പിറ്റേ ദിവസം തന്നെ നമുക്ക് റൂമിലോട്ട് ഷിഫ്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ വ്യാഴാഴ്ച തന്നെ ഇവനെ റൂമിലോട്ട് ഷിഫ്റ്റ് ചെയ്തു. പക്ഷേ അവിടെയും ദൈവം എന്നെ പരീക്ഷണത്തിൽ പിന്നെ ആക്കി. കാരണം അച്ഛൻ രണ്ടാമത് എന്തുകൊണ്ട് ഇവൻ്റെ ഫോട്ടോ അവിടെ വെച്ച് പ്രാർത്ഥിച്ചു എന്ന് എനിക്ക് ഉത്തരം പിന്നെയും കിട്ടിയായിരുന്നു. പക്ഷേ എനിക്ക് ആ ഉത്തരം പിന്നീട് എനിക്ക് കിട്ടിയത്, കാരണം ഇവന് ഡിസ്ചാർജ് എഴുതിയ ശേഷം അപ്പോഴും വൈറസ് എന്താണെന്ന് കണ്ടുപിടിച്ചിട്ടില്ലായിരുന്നു. ഞങ്ങൾക്ക് ഡിസ്ചാർജ് ചെയ്ത് ഞങ്ങൾ വീട്ടിൽ പോകാൻ നിൽക്കുമായിരുന്നു. വീട്ടിൽ പോകാൻ നിൽക്കുമ്പോഴാണ് പെട്ടെന്ന് തന്നെ അവിടെ നിന്നൊരു കോള് വരാൻ, നിങ്ങൾ ഡിസ്ചാർജ് ചെയ്യാം, നിങ്ങൾക്ക് ഡിസ്ചാർജ് ആയിട്ടില്ല, കാരണം ഒരു ടെസ്റ്റ് കൊച്ചിൻ്റെ പോസിറ്റീവായിട്ടിരിക്കുവാണ്. അപ്പോൾ പെട്ടെന്ന് തന്നെ ഡോക്ടേഴ്സ് ഇവിടെ വരും, നിങ്ങളായിട്ട് സംസാരിക്കും, നിങ്ങളപ്പോൾ അതെന്താണെന്ന് വെച്ചാൽ അത് സ്വീകരിക്കണമെന്ന് പറഞ്ഞു. പിന്നെയും ഞാൻ ആദ്യം വിളിച്ചു, ദൈവമേ ഇത് പിന്നെയും പരീക്ഷണത്തിലോട്ടാണോ കൊണ്ടുപോകുന്നത്? കൊച്ചാണെങ്കിൽ മരുന്ന് കഴിച്ച് തളർന്നു പോലെ കിടക്കുക, അവന് എഴുന്നേക്കണമൊന്നുമില്ല. അപ്പോൾ ഞാൻ ഓർത്ത് വീട്ടിൽ ചെന്നാലും ഇവന് ഇങ്ങനെ ആയിരിക്കും. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഒരു ബ്രൂസില്ല എന്ന് പറഞ്ഞ ഒരു വൈറസ് സ്ഥിരീകരിച്ചുവിന്. അപ്പോൾ ഇത് റെയറാണ്, ഗൾഫ് കൺട്രീസിൽ മാത്രം കാണുന്നൊരു വൈറസ്. അത് ഇവന് ഇവിടെ ഇത് ശരിക്കും പറഞ്ഞാൽ തിളപ്പിക്കാത്ത പാല് ഷേക്ക് ചെയ്ത് കുടിക്കുമ്പോൾ കുട്ടികൾക്കുണ്ടാകുന്നൊരു വൈറസാണ്. അവിടെ പെട്ടെന്നാണ് ഇവനത് പോസിറ്റീവ് കാണിച്ചത്. ഇവിടെ വന്ന് അച്ഛൻ ഇവൻ്റെ ഫോട്ടോ വെച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമാണ് ഞാൻ ഉറച്ച് വിശ്വസിക്കുക. കാരണം എനിക്ക് രണ്ടാമത് അച്ഛൻ ഇവൻ്റെ ഫോട്ടോ വെച്ച് ഈശോയുടെ മുമ്പിൽ പ്രാർത്ഥിച്ചപ്പോൾ എന്താ രണ്ടാമത്തേന്ന് എനിക്ക് സംശയമായിരുന്നു. രണ്ടാമത്തേന്ന് വെച്ചാൽ രണ്ടാമത് ഞങ്ങൾ അഡ്മിറ്റായ കാര്യമാണ്. കാരണം പിന്നീടാണ് ആ ബ്രൂസില്ല എന്ന് പറഞ്ഞ വൈറസ് ഇവന് പോസിറ്റീവായിട്ട് കണ്ടത്. പിന്നീട് കഴിച്ച മരുന്നൊക്കെ സ്റ്റോപ്പ് ചെയ്തിട്ട് ബ്രൂസില്ലയുടെ ആൻറ്റിബയോട്ടിക് സ്റ്റാർട്ട് ചെയ്തു. അത് 14 ദിവസത്തെ ഇഞ്ചെക്ഷൻസ് ആയിരുന്നു. അപ്പോൾ ദൈവം ഇപ്പോൾ അത് നമ്മൾ കണ്ടുപിടിച്ചില്ലായിരുന്നെങ്കിൽ ഇവനത് കാർന്ന് തിന്നുകൊണ്ടിരുന്നേനെ. കാരണം ഇവൻ്റെ ബോഡി മൊത്തം വീക്കാണ്. കാരണം ബോഡി വീക്കാവുമ്പോൾ ഈ വൈറസ് ആക്റ്റീവ് ആയിക്കൊണ്ടിരിക്കും. ഇവൻ്റെ പഠനത്തെ, ഇവൻ്റെ ജീവനെ തന്നെ അത് ഭീഷണിയായിരുന്നു. അപ്പോൾ അത്രയും വലിയ അനുഗ്രഹമാണ് ഈശോയും മാതാവ് ഞങ്ങൾക്ക് നേടിത്തന്നത്. ഈ വലിയ എന്താ പറയുക 25-ാമത്തെ ഇതിൽ ഞങ്ങൾക്ക് അത്രയ്ക്കും ഞങ്ങളുടെ കുഞ്ഞിനെ തിരിച്ചു തരിക ചെയ്തത്. അത് ഏറ്റവും പ്രധാനമായിട്ട് വിശുദ്ധനായ ജോസഫ് അച്ഛന വൈദികരുടെ കരങ്ങളിലൂടെയാണ് ഞങ്ങൾക്ക് ഈശോയും മാതാവും ഞങ്ങളുടെ കുഞ്ഞിനെ തിരിച്ചു തന്ന് അവനിപ്പോൾ കഴിഞ്ഞ ദിവസം റിവ്യൂ ടെസ്റ്റിൽ പൂർണ്ണമായിട്ടും അവൻ്റെ ബ്രൂസില വൈറസ് നെഗറ്റീവായി, ഫുള്ളി ബോഡി കൾച്ചർ എല്ലാം നോർമലായി അവൻ മിടുക്കനായിട്ടിരിക്കുന്നു, ഒരു കുഴപ്പമില്ല. അത്രയും വലിയൊരു സാക്ഷ്യമാണ് ഞങ്ങൾക്ക് ഈ ഞങ്ങളുടെ 25-ാമത്തെ പുതുക്കലിൽ ഞങ്ങൾക്ക് ലഭിച്ചത്. ഈശോയ്ക്കും മാതാവിനും ഒത്തിരിയേറെ നന്ദി ഞങ്ങളുടെ കുടുംബം പറയുവാണ്. പ്രത്യേകിച്ച് ഞങ്ങൾ ജോസഫ് അച്ഛനെ നന്ദിയോടെ ഓർക്കുന്നു. അദ്ദേഹത്തിൻ്റെ വലിയ ശുശ്രൂഷയെ ഞാൻ ഒത്തിരി നമിക്കുവാണ്. കാരണം ഈ ഉടമ്പടി ഇല്ലായിരുന്നെങ്കിൽ എനിക്ക് പോലും ഇത്രയും നന്നായിട്ട് ജീവിക്കാൻ പറ്റത്തില്ലായിരുന്നു. കാരണം എൻ്റെ ഭർത്താവ് പോലും എൻ്റെ ഉടമ്പടിയിൽ എനിക്ക് സപ്പോർട്ടാണ് എല്ലാ കാര്യത്തിനും. ഒത്തിരി നന്ദി പറയുന്നു. കൂടാതെ അതിൻ്റെ ഒപ്പം തന്നെ ചേർത്ത് വെച്ചിരിക്കുന്ന ഒരു സാക്ഷ്യമാണ് ഇവരുടെ ICSE ബോർഡ് എക്സാം റിസൾട്ട്. ഈ ICSE ബോർഡ് എക്സാമിൻ്റെ ടൈമിൽ മൊത്തം ഇവൻ വേദനയിലാണ്. അപ്പോൾ ബോർഡ് എക്സാമിൻ്റെ സമയത്ത് അച്ഛൻ്റെ കൈവപ്പ് കിട്ടിയായിരുന്നു. ഹോൾ ടിക്കറ്റ് അച്ഛൻ വെഞ്ചരിച്ച് കൊടുത്തു. ഇവൻ അന്നും അച്ഛനോട് പറഞ്ഞു അച്ഛൻ എനിക്ക് തലവേദന ഉണ്ടെന്ന്. അന്നും അച്ഛൻ ഇവൻ്റെ തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഫലമാണ് അവൻ 95% മാർക്കോടെ, അത്രയും നല്ല മാർക്കോടെ തന്നെ എൻ്റെ മോൻ ICSE ബോർഡ് എക്സാം പാസ്സായി. അവന് ബ്രില്യൻറ്റിൻ്റെ ടെസ്റ്റ് പാസ്സായി. അവൻ ഇനി നാളെ തന്നെ അവൻ പഠിക്കാനായിട്ട് പോകുവാണ് ഇൻ്റഗ്രേറ്റഡ് എൻട്രൻസ് കോച്ചിങ്ങിന് വേണ്ടി. ഇതൊക്കെ നടന്നത് ഞാൻ വിശ്വസിക്കുന്നത് അമ്മയുടെ, കൃപാസന അമ്മയുടെ വലിയ മധ്യസ്ഥ ശക്തിയാണ്. അത് ഞാൻ ഉറച്ച് ഞങ്ങൾ വിശ്വസിക്കുന്നത്. അതുപോലെ എൻ്റെ ഇളയ മോനും ഫസ്റ്റ് ക്ലാസ്സോടെ അവനും പാസ്സായി. ഒട്ടും പഠിക്കാത്ത കുട്ടിയാണ്, അവനും പാസ്സായി. പിന്നെ എൻ്റെ ഒരു കസിൻ ബ്രദറിന് ഇവിടെ ഒന്ന് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് രോഗസൗഖ്യം. അദ്ദേഹം ഇവിടെ ഇല്ലാത്തതുകൊണ്ടാണ് ഞാനതൊന്ന് പറയാത്തത്. അപ്പം അത്രയും വലിയ അനുഗ്രഹമാണ് ഈശോയും മാതാവും ഞങ്ങളുടെ കുടുംബത്തിന് തന്നത്. ഈ തന്ന അനുഗ്രഹത്തിന് ഞാൻ ഒത്തിരി നന്ദി പറയുന്നു. ഒരു മിനിറ്റ് എൻ്റെ മകന്. എൻ്റെ പേര് ജോയൽ. ആദ്യമേ തന്നെ ഈശോ മിശിഹായ്ക്കും കൃപാസനം മാതാവിനും 1 കോടി നന്ദി പറയുന്നു. എനിക്ക് ഇങ്ങനെ
ശരിക്കും ഞാനവിടെ ബ്ലാങ്ക് ആയിരുന്നു. ICU കിടന്ന 3 ദിവസവും അവിടെ എന്തൊക്കെ സംഭവിച്ചു എന്ന് എനിക്ക് ഓർമ്മയില്ല. ICUയിൽ പോയിട്ട് ഞാൻ ഫസ്റ്റ് തന്നെ ഹോസ്പിറ്റലിൽ കയറി, അത് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ. അത് കഴിഞ്ഞിട്ട് എൻ്റെ മെമ്മറീസ് മൊത്തം പോയി. പിന്നെ ഞാൻ റൂമിലോട്ട് വന്ന ശേഷമാണ് ഈ മെമ്മറീസൊക്കെ തിരിച്ച് വന്ന്. പിന്നെ ICUവിലായിരുന്നെന്നൊക്കെ ഇവർ പറഞ്ഞിട്ടാണ് ഞാൻ അറിയണത്. എനിക്ക് ICUവിൽ കിടന്ന കാര്യമൊന്നും ഓർമ്മയില്ലായിരുന്നു. അപ്പം ഇത്രയും വലിയ അസുഖത്തിൽ നിന്ന് രക്ഷിച്ച ഈശോയ്ക്കും കൃപാസന മാതാവിനും ഞാൻ കോടാനുകോടി നന്ദി പറയുന്നു. പ്രേക്ഷിത പ്രവർത്തനം ഞാനിവിടുന്ന് എനിക്ക് പത്രം കൊടുക്കുന്നത് ഒത്തിരി ഇഷ്ടമുള്ള കാര്യമാണ്. എല്ലാവർക്കും മടിയാണ് പത്രം കൊടുക്കാൻ. പക്ഷെ എന്നെ സംബന്ധിച്ച് ആദ്യമേ തൊട്ട് എനിക്ക് ഒത്തിരി ഇഷ്ടമുള്ള കാര്യം പത്രം കൊടുക്കാൻ. ഞാൻ ഒത്തിരി കെട്ട് പത്രം ഇവിടുന്ന് വാങ്ങിച്ചു. പിള്ളേരുടെ എക്സാമിൻ്റെ സമയത്ത് ഫുള്ള് ഇവിടെ വന്നാൽ ഞാൻ പ്രാർത്ഥിച്ച് 2 കെട്ട് പത്രം എന്നും 10 എക്സാമിൻ്റെ സമയത്ത് 2 കെട്ട് പത്രം വീതം വാങ്ങിച്ചു കൊടുക്കും. ഇവിടെ വന്ന് പ്രത്യക്ഷീകരണ പ്രാർത്ഥന ഞാൻ പ്രിൻ്റ് എടുത്തിട്ട് അത് പിൻ ചെയ്തിട്ട് എല്ലാം ഞാൻ പെട്ടെന്ന് ആർക്കും കൊടുത്ത് തീർക്കത്തില്ല. ഓരോ സ്ഥലങ്ങളിലോട്ട് പോകും. ചിലപ്പോൾ ഇവിടെ അടുത്ത ഇവിടെ തൊട്ടടുത്താണെങ്കിൽ പോലും ഇവിടെ കലവൂർ ഇവിടെ ഒന്നും മിക്കവർക്കും അറിയത്തില്ല. എല്ലാവരോടും പെട്ടെന്ന് പത്രം കൊടുത്ത് പോകുന്ന രീതി എനിക്കില്ല. എല്ലാവരോടും എൻ്റെ സാക്ഷ്യം ചിലവർക്ക് ഇഷ്ടമുണ്ടാകത്തില്ലെങ്കിലും ഞാൻ അവരോട് പറഞ്ഞ് മനസ്സിലാക്കി എല്ലാവരോടും എല്ലാം പറഞ്ഞു കൊടുത്തിട്ടാണ് ഞാൻ പത്രം കൊടുക്കുന്നത്. ഓരോ ദിവസവും ഞാൻ ഓരോ സ്ഥലങ്ങളിലോട്ട് പത്രം കൊടുക്കാൻ പോകുന്നത്. അങ്ങനെ പല സ്ഥലങ്ങളിലായിട്ട് ഞാൻ പത്രപ്രവർത്തനം നടത്താറുണ്ട്. പിന്നെ അച്ഛൻ്റെ ഡെയിലി ബ്രെഡ് എല്ലാ ദിവസവും മുടങ്ങാതെ 5:30 മണിയെന്ന സമയത്ത് ഞാൻ കൂടുതൽ ഷെയർ ചെയ്യും. ആദ്യം വെളുപ്പിന് 3 മണിക്ക് എഴുന്നേറ്റ് പേഴ്സണൽ പ്രെയർ ഉണ്ട്. ആ ടൈമിൽ പ്രാർത്ഥിക്കുമ്പോൾ തന്നെ ഈ ഡെയിലി ബ്രെഡ് ഞാൻ ഷെയർ ചെയ്യാറുണ്ട്. അതിനുശേഷം ചൊവ്വാഴ്ചത്തെ ധ്യാനത്തിൻ്റെ കൃത്യമായിട്ട് ആ ധ്യാന ലൈവ് കൂടുകയും അത് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യും. പിന്നെ രാവിലെ എല്ലാം ജോലി ചെയ്യുമ്പോൾ മൊത്തം സാക്ഷ്യമാണ് ഞങ്ങൾ കേൾക്കുന്നത്. ഞങ്ങൾ എവിടെയെങ്കിലും യാത്ര ചെയ്യുമ്പോൾ ഞങ്ങളുടെ വണ്ടിയിലായാലും സാക്ഷ്യം കേട്ടിട്ടാണ് കൂടെ ഞങ്ങൾ പോകുന്നത്. അതിന് എനിക്ക് ഏറ്റവും കൂടുതൽ എൻ്റെ ഉടമ്പടി നന്നായിട്ട് കൊണ്ടുപോകാൻ എന്നെ കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്നത് എൻ്റെ ഭർത്താവും എൻ്റെ മക്കളുമാണ്. ചേട്ടാ എപ്പോഴും എൻ്റെ കൂടെ പ്രാർത്ഥനയിൽ എവിടെ പോകാനായാലും എന്നെ കൂടുതൽ ഇവിടെ വന്ന കാര്യത്തിന് ഒരു തടസ്സവും വരാറില്ല. എനിക്ക് കൂടുതൽ സപ്പോർട്ട് എനിക്ക് തരാറുള്ളൂ. അപ്പം അങ്ങനെ എനിക്ക് നന്നായിട്ട് പ്രേക്ഷിത പ്രവർത്തനം ചെയ്യാനായിട്ട് ഈശോയെ മാതാവിനെ അമ്മയും കൃപാസന മാതാവിനെ കൂടുതൽ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാൻ സാധിക്കാറുണ്ട്. അതുപോലെ ഇവൻ ഹോസ്പിറ്റലിൽ കിടന്ന സമയത്ത് ഇവനെ ചേട്ടായിയുടെ അടുത്താക്കിയിട്ടാണ് ഞാൻ പത്രം മറ്റുള്ളവർക്ക് ലിസി ഹോസ്പിറ്റലിൻ്റെ പുറത്തും അകത്തും എല്ലാവർക്കും ഞാൻ കൊണ്ടു കൊടുക്കുക. അപ്പോൾ അവർ ചോദിക്കും കൊച്ചിനെ ഒറ്റയ്ക്കാക്കിയിട്ടാണ് പോകുന്നത്. ഞാൻ പറയും കൊച്ചിനെ ഈശോയും മാതാവും നോക്കിക്കോളൂ. അപ്പോഴും ഞാൻ ഇവിടെ നിന്ന് പത്രം വാങ്ങിച്ചു കൊണ്ടുപോയി അവർക്കൊക്കെ കൊടുത്ത് ഈശോയുടെ മാതാവിൻ്റെ എല്ലാം ഞാൻ ഇവിടുത്തെ അത്ഭുത സാക്ഷ്യങ്ങൾ എല്ലാവർക്കും വിവരിച്ച് കൊടുക്കുകയൊക്കെ ചെയ്യായിരുന്നു. എനിക്കതിൽ ഒരു മടിയും നാണക്കേടും ഇതുവരെ എനിക്ക് തോന്നിയിട്ടില്ല. എല്ലാവർക്കും എല്ലാ തരത്തിലുള്ളവർക്കും ഞാൻ പത്രം കൊടുക്കും. പിന്നെ എൻ്റെ കാരുണ്യ പ്രവൃത്തികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വൃദ്ധസദനത്തിൽ പോകാറുണ്ട്. അവിടെ അമ്മച്ചിമാരുടെ അടുത്ത് പോകും. അവർക്ക് വേണ്ടതെല്ലാം ചെയ്തു കൊടുക്കും. അതിന് എൻ്റെ ഭർത്താവ് എനിക്ക് സപ്പോർട്ടാണ്. എനിക്ക് അവർക്ക് വേണ്ടിയുള്ള ഫ്രൂട്ട്സ് ഒക്കെ വാങ്ങിച്ചു തരും. ഒന്നും വെറുതെ ഞാൻ പോകാറില്ല. അവർക്ക് അത് കൊടുക്കും. അവർക്കെല്ലാം അത് മുറിച്ച് കൊടുത്ത് അവർക്ക് കൊടുത്ത് ചില വായിൽ വെച്ച് കൊടുക്കേണ്ട ചില അമ്മച്ചിമാരുണ്ട്. അവർക്ക് കഴിക്കാൻ പറ്റാത്തവർക്ക് അവർ കൂടെ നിർത്തി അവർക്ക് കഴിപ്പിച്ച് മരുന്ന് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് പുരട്ടി കൊടുത്തി അങ്ങനെയൊക്കെ ഞാൻ കാരുണ്യ പ്രവൃത്തി ചെയ്യാറുണ്ട്. എന്നെയും കൊണ്ട് കഴിയുന്ന വിധത്തിൽ. ഞാനപ്പോൾ ഒരു സൺഡേ സ്കൂൾ ടീച്ചറാണ്. കൂടാതെ ഞാൻ കൊയറിലുണ്ട്. അപ്പോൾ അങ്ങനെ ആ രീതിയിലും എനിക്ക് ഒത്തിരിയധികം മറ്റുള്ളവരെ കാരുണ്യ പ്രവൃത്തികളിലോട്ട് എനിക്ക് ഒത്തിരി കൊണ്ടുവരാനായിട്ട് സാധിച്ചിട്ടുണ്ട്. വീടിൻ്റെ അടുത്തുള്ള ആൾക്കാരെ രോഗികളെയൊക്കെ ഞാൻ കാണുകയൊക്കെ ചെയ്യാറുണ്ട്. പിന്നെ ആത്മീയ പ്രവൃത്തിയിൽ പ്രധാനമായിട്ട് ഏറ്റവും കൂടുതൽ പറയാനുള്ളത് വിശുദ്ധ കുർബാന എനിക്ക് എൻ്റെ ജീവനാണ്. ചിലപ്പോൾ ഞാൻ ഒരു ദിവസം ചിലപ്പോൾ 2-3 വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കാറുണ്ട്. കാരണം ഞാൻ കൊയറിലുള്ളത് കൊണ്ട് ആദ്യത്തെ വിശുദ്ധ കുർബാനയിൽ ഞാൻ പാടുന്നത്. പിന്നെ എനിക്ക് എന്തെങ്കിലും ഫംഗ്ഷൻ എന്തെങ്കിലും വന്നപ്പോൾ ഞാൻ വിശുദ്ധ കുർബാന എനിക്ക് ജീവനാണ്. എനിക്ക് അത്രയ്ക്ക് ഇഷ്ടം വിശുദ്ധ കുർബാന. പിന്നെ 2 ആഴ്ച കൂടുമ്പോൾ കുമ്പസാരം എന്നാണ്. പക്ഷെ എന്നെ സംബന്ധിച്ച് ഞാൻ തെറ്റ് ചെയ്യുമ്പോൾ ചിലപ്പോൾ ഇന്ന് തെറ്റ് ചെയ്താൽ നാളെ തന്നെ ഞാൻ കുമ്പസാരിക്കും. ചിലപ്പോൾ ഒരു ദിവസം എടുക്കത്തുള്ളൂ എൻ്റെ ഗ്യാപ്പ്. അപ്പോഴെൻ്റെ മനസ്സിൽ ഉടമ്പടിയിൽ ഇരിക്കുമ്പോൾ ഒരു തെറ്റും കൂടാതെ ഉടമ്പടി ചെയ്യണമെന്ന് എൻ്റെ ആഗ്രഹം. അപ്പോൾ ഒരു കുഞ്ഞ് തെറ്റ് പോലും എനിക്ക് കൃപ തടസ്സപ്പെടുത്തരുതെന്ന് ഞാൻ ആഗ്രഹിക്കുന്ന ആളാണ്. അപ്പോൾ അതുകൊണ്ട് ചിലപ്പോൾ ഇന്ന് കുമ്പസാരിച്ചാൽ എൻ്റെ പിള്ളേർ പറയും മമ്മി എന്തിനാ പിന്നെ നാളെ പോയി കുമ്പസാരിക്കണേ. അപ്പോൾ ഞാൻ പറയും ചെറിയൊരു പാപം ചെയ്താൽ അത് നമ്മുടെ കൃപയ്ക്ക് തടസ്സമാകുന്നോർത്ത് ഞാൻ പിന്നെയും കുമ്പസാരിക്കും. 2 ആഴ്ചയൊന്നും എൻ്റെ ജീവിതത്തിൽ ഭയങ്കര നീളാമെന്ന് എനിക്ക് തോന്നും. ചിലപ്പോൾ 2-3 ദിവസം കഴിയുമ്പോൾ ഞാൻ കുമ്പസാരിക്കും. പിന്നെ പ്രാർത്ഥന, വചനവായന അതൊത്തിരി ഇഷ്ടം. ഒരു 2-3 അടുക്ക് ബുക്ക് തന്നെയുണ്ട് വചനം എഴുതിയിരിക്കണം. ഞാൻ ഡെയിലി വചനം എഴുതും. കുട്ടികളാണ് എക്സാമിന് പോകുന്ന സമയത്ത് അവർക്ക് വചന ബുക്കുണ്ട്. ഞാൻ അവർക്ക് വചന ബുക്കിൽ വചനം എഴുതിച്ചാൽ കൊടുക്കും. അവർ വചനം എഴുതിയിട്ട് എക്സാമിന് മാത്രമല്ല സ്കൂളിൽ ഞാൻ സൺഡേ സ്കൂളിൽ 7th സ്റ്റാൻഡേർഡിൽ പഠിപ്പിക്കുന്ന എൻ്റെ കുട്ടികളെ പോലെ ഞാൻ വചനം എഴുതിപ്പിച്ച് വിടുന്നത്. അതുപോലെ അവർ എക്സാമിന് പോയ സമയത്തും
തൈലവും ഉപ്പും എല്ലാം വെച്ച്, അതുപോലെ അച്ഛൻ കൊടുത്ത് കാശ് രൂപ എല്ലാം വെച്ച് അവർ പ്രാർത്ഥിക്കുന്നത്. പിന്നെ ഒത്തിരിയധികം പ്രാർത്ഥന, ഉടമ്പടിയാണ് ഏറ്റവും കൂടുതൽ. ഇത് നമുക്ക് സത്യം പറഞ്ഞാൽ എല്ലാവർക്കും ഈ കൃപാസനം ഏറ്റവും വലിയൊരു ആശ്രയമാണെന്ന് ഞാൻ പറയുന്നത്. ദൈവമേ, ഇതില്ലെങ്കിൽ എൻ്റെ കുഞ്ഞൊക്കെ എനിക്ക് തിരിച്ച് കിട്ടുമായിരുന്നു എന്ന് ഞാൻ ചിന്തിക്കുന്നത്. അത്രയും ഒരിക്കൽ കൂടി ഞാൻ എൻ്റെ ഈശോയോടും മാതാവിനോടും നന്ദി പറഞ്ഞു. പ്രത്യേകിച്ച് ബഹുമാനപ്പെട്ട നമ്മുടെ ജോസഫ് അച്ഛനെ ഒത്തിരി ആയുസ് ആരോഗ്യം കൊടുക്കട്ടെ. അദ്ദേഹത്തിൻ്റെ വിശുദ്ധമായ കരങ്ങളിലൂടെ എൻ്റെ കുഞ്ഞിനെ തിരിച്ചു കിട്ടിയെന്ന് ഞാൻ ദൃഢമായിട്ട് ഒന്നും കൂടി വിശ്വസിക്കുക. എല്ലാത്തിനും ഇവിടുത്തെ എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഞാനും എൻ്റെ കുടുംബവും അർപ്പിക്കുന്നു. കൂടാതെ ജപമാലയിൽ ഒത്തിരി ഞങ്ങൾ അഖണ്ഡ ജപമാലയിൽ ഞാനും എൻ്റെ മക്കളും പങ്കെടുത്തിരുന്നു. ജപമാല എനിക്ക് ഒരു ദിവസം ഒരെണ്ണമൊന്നുമല്ല, 5ഉം 10ഉം 15ഉം ഞാൻ ചൊല്ലും. കാരണം അതിന് പ്രത്യേക സമയമൊന്നുമില്ല. ഞാൻ ജോലി ചെയ്യുന്ന സമയത്തൊക്കെ ജപമാല ചൊല്ലും. വാഷ് ചെയ്യുന്ന സമയത്ത്, അടുക്കളയിലായിരിക്കുന്ന സമയത്തൊക്കെ സാക്ഷ്യവും അതുപോലെ തന്നെ അച്ഛൻ്റെ ധ്യാനം കൂടാൻ എനിക്ക് ഒത്തിരി ഇഷ്ടം. കാരണം മറ്റുള്ള ധ്യാനങ്ങളെ അപേക്ഷിച്ച് അച്ഛൻ്റെ ധ്യാനത്തിന് ഭയങ്കര ജീവനാണ്. നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ അച്ഛൻ പറയുന്നത്. മറ്റു ധ്യാനത്തിലൊക്കെ ഒത്തിരി ഇതുപോലെ തോന്നുമെങ്കിൽ എനിക്ക് അച്ഛൻ്റെ ധ്യാനം ഒത്തിരി ഇഷ്ടമാണ്. നമ്മൾക്ക് എൻ്റെ മക്കളും പറയും അത് ബോറടിക്കത്ത് പോലും ഇല്ല. ഇവിടെ ഞങ്ങൾ വന്ന് കൂടിയിട്ടുണ്ട് ലൈവായിട്ട് അച്ഛൻ്റെ ഇവിടെ വന്ന്. കാരണം നമുക്ക് മടുക്കാതെ തന്നെ നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ അച്ഛൻ്റെ ധ്യാനത്തിൽ ഇഷ്ടമാതിരി കിട്ടും. അപ്പം അതനുസരിച്ച് ജീവിതം മുന്നോട്ട് പോകാൻ സാധിക്കും. ഇനിയും ഈ കൃപാസനം ഒത്തിരി പേർക്ക് ആശ്രയവും അവർക്ക് ജീവനുമായിരിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇവിടുത്തെ എല്ലാവരോടും ഒരിക്കൽ കൂടി നന്ദി പറയുന്നു. എല്ലാത്തിനും ഈശോയെ, ഇനിയുള്ള ഞങ്ങളുടെ ജീവിതം ഉടമ്പടി തന്നെയായിരിക്കും. ഞാനത് എൻ്റെ മരണം വരെ ഇനി അതൊരിക്കലും എൻ്റെ ഉടമ്പടിയിൽ നിന്ന് എനിക്ക് മാറാൻ പറ്റത്തില്ല. ഞാനും എൻ്റെ കുടുംബവും എന്ത് തടസ്സം വന്നാൽ പോലും ഉടമ്പടിയിൽ ഉറച്ചു നിൽക്കുമെന്ന് ഞാനിവിടെ ഈശോയുടെയും മാതാവിൻ്റെ മുമ്പാകെ പ്രതിജ്ഞ ചെയ്യാൻ. അതുമാണ് ഞങ്ങളുടെ ജീവിതം. എൻ്റെ ജീവിതത്തെ നയിക്കുന്നത് ഉടമ്പടിയാണ്. ഞാൻ നിർത്തുന്നു. എല്ലാത്തിനും നന്ദി പറഞ്ഞുകൊണ്ട്. അവിടുന്ന് എൻ്റെ പ്രാണനെ മരണത്തിൽ നിന്നും, ദൃഷ്ടികളെ കണ്ണീരിൽ നിന്നും, കാലുകളെ ഇടർച്ചയിൽ നിന്നും മോചിപ്പിച്ചിരിക്കുന്നു. സങ്കീർത്തനം 116 8-ാം വചനമാണ്. ഉടമ്പടി നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ദൈവം നമ്മെ രക്ഷിക്കുന്നവനും ആശ്വസിപ്പിക്കുന്നവനും നമ്മെ നയിക്കുന്നവനുമാണ്. നമ്മുടെ ജീവിതത്തിലെ ഓരോ കണ്ണീരും ഭയവും വീഴ്ചകളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും രോഗാവസ്ഥയും എല്ലാം ദൈവം മാറ്റി നമ്മെ അനുഗ്രഹിക്കുന്ന ഒരു ദൈവമാണ് നമ്മുടെ കൂടെയുള്ള ഉടമ്പടി മക്കളുടെ ജീവിതത്തിൽ നാം ഓരോ സാക്ഷ്യങ്ങളിലും മനസ്സിലാക്കുകയും കാണുകയും അനുഭവിക്കുകയും ചെയ്യുന്നത്. മരണത്തിൽ നിന്ന് രക്ഷിക്കുന്ന ആ ദൈവത്തിൻ്റെ ഒരു കരുതലിൻ്റെ, ഒരു സംരക്ഷണത്തിൻ്റെ ഒരു ദൈവാനുഭവ സാക്ഷ്യമാണ് സൗമ്യ ബൈജു നമ്മളോട് സാക്ഷ്യപ്പെടുത്തിയത്, പങ്കുവച്ചത്. കണ്ണീരിൽ നിന്ന് ആശ്വാസവും ആന്തരിക സമാധാനവും സൗഖ്യവും, ഇടറി വീഴ്ചയിൽ നിന്ന് തളർന്ന നിമിഷങ്ങളിൽ സംരക്ഷിക്കുന്ന ആ ദൈവത്തിൻ്റെ സൗഖ്യവും പരിശുദ്ധ അമ്മ കൃപാസന അമ്മയുടെ ഇടപെടലുമാണ് നാം ഈ സാക്ഷ്യത്തിൽ മനസ്സിലാക്കുന്നത്. ഈ മകളുടെ ഉടമ്പടി ജീവിതം വെറും വിശ്വാസ ജീവിതം മാത്രമല്ല, ഒരു വിശ്വസ്തതയുടെ ഒരു ജീവിതമാണ്. 25 പ്രാവശ്യം പുതുക്കി. ഇത് 6ാമത്തെ സാക്ഷ്യമാണ്. അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും ഈ മകൾക്ക് ഓൾറെഡി ഒരു ആത്മീയതയുടെ ഒരു നല്ലൊരു ആസ്തിയുണ്ട് എന്ന്. പലപ്പോഴും നമ്മൾ സങ്കടങ്ങളുടെ തകർന്ന നിമിഷങ്ങളിലാണ് നാം ഉടമ്പടിയെപ്പറ്റി ആലോചിക്കുന്നത്. പക്ഷെങ്കിൽ അഭിവൃദ്ധിയുടെ ദിനങ്ങളിലും ആത്മീയതയിൽ തുടരുന്ന ഒരു വ്യക്തിയാണ് സൗമ്യ. ആ ദിവസങ്ങളിലും ഈശോയോട് ചേർന്ന് നിന്ന് ആത്മീയതയിൽ ഉടമ്പടിയിൽ ഉറച്ചു വിശ്വസിച്ച് ജീവിതം മുന്നോട്ട് നയിക്കുന്ന ഒരു കുടുംബമാണ് സൗമ്യയുടേത്. തകർച്ചയുടെ നിമിഷങ്ങളായിരുന്നു രോഗാവസ്ഥകളിൽ. പക്ഷെങ്കിൽ ഇവിടെയും ആ കുടുംബത്തെ തകർത്തുവാൻ സാധിച്ചില്ല, അവരെ തളർത്തിയില്ല. കാരണം ഈശോയുടെയും അമ്മയുടെയും ഒരു സാന്നിധ്യമാണ് ഉടമ്പടി ജീവിതത്തിൽ. അവിടെ കൂടെയുള്ള ദൈവത്തിൻ്റെ ആ സാന്നിധ്യവും ഉറപ്പുമാണ്, വിശ്വാസമാണ്, വിശ്വസ്തതയാണ്. അവരുടെ ഉടമ്പടി ജീവിതത്തിലുള്ള വിശ്വസ്തതയാണ് അവരെ ആ തളർന്ന ദിവസങ്ങളിൽ പിടിച്ചു നിർത്തുവാൻ അവരെ സഹായിച്ചത്. ആദ്യമായിട്ട് ആ രോഗം രോഗം എന്താണെന്ന് മനസ്സിലാകുന്നില്ല. പിന്നീട് ആ വൈറസ് എന്താണെന്ന് കണ്ടുപിടിക്കണമെന്ന് ആഗ്രഹിച്ചുകൊണ്ടാണ് ഈ മകള് പരിശുദ്ധ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ ആലയത്തിൽ വന്ന് പ്രാർത്ഥിച്ചത്. ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛനെ കാണണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷെങ്കിൽ കാണുവാൻ പറ്റിയില്ല എന്ന് പറഞ്ഞപ്പോൾ ഇവിടെ ഇരുന്ന് കണ്ണീരോടെ പ്രാർത്ഥിക്കുകയാണ്. വിശ്വാസത്തോടെ വിശ്വസ്തയോടെ ഉടമ്പടിയിലാണ്. പിന്നീട് ആ ദിവസം തന്നെ അച്ഛൻ തിരിച്ചു വരികയും ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛനെ കണ്ട് പ്രാർത്ഥിച്ചു.
പക്ഷേങ്കിൽ ഒരു പ്രാവശ്യം അച്ഛൻ പ്രാർത്ഥിച്ചതിന് ശേഷം വീണ്ടും ഈ മകൾ പറഞ്ഞു അസുഖം എന്താണെന്ന് കണ്ടുപിടിക്കാൻ സാധിക്കുന്നില്ല എന്ന്. വീണ്ടും അച്ഛൻ ഡോക്യുമെൻറ്റ്സ് പ്രിസ്ക്രിപ്ഷൻ എല്ലാം എടുത്തുകൊണ്ട് മകൻ്റെ ഫോട്ടോയുമായിട്ട് പരിശുദ്ധ അമ്മയുടെ സന്നിധിയിൽ ചെന്ന് അമ്മയോട് ചേർന്ന് നിന്ന് ജോസഫ് അച്ഛൻ പ്രാർത്ഥിക്കുകയാണ്. പിന്നീട് തിരിച്ചു വന്നു മകളോട് മകളിവിടുന്ന് പ്രാർത്ഥിച്ച് പോവുകയാണ്. പോകുന്ന വഴിക്ക് തന്നെ അമ്മ ഒരു ആശ്വാസമായിട്ട് ഒരു മകളെ കാണുകയും ആ മകൾ ആരാന്ന് കണ്ടില്ല, മുൻപും കണ്ടിട്ടില്ല പിൻപും കണ്ടിട്ടില്ല. ഒരു വെള്ള ഡ്രസ് ധരിച്ച ഒരു യുവതി കണ്ടുമുട്ടുകയും ഈ മകളോട് ഒന്നിനും വിഷമിക്കേണ്ട എന്ന് പറയുകയും കുറച്ച് ക്യാഷ് എടുത്ത് കയ്യിൽ കൊടുക്കുകയും ചെയ്തു. അത് ഈ മകൾ സാക്ഷ്യപ്പെടുത്തുന്നത് പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം തന്നെയാണ്. കൃപാസനം അമ്മ തന്നെയാണ് എന്നോട് ധൈര്യപൂർവ്വം ഇവിടുന്ന് പോകാനായിട്ട് അമ്മ എന്നെ സഹായിച്ചതാണെന്നുള്ള വിചാരത്തോടെ ഈ മകൾ പ്രാർത്ഥിച്ചിട്ട് പോവുകയാണ്. അതിൻ്റെ പിറ്റേ ദിവസം തന്നെ ആ നിമിഷം തന്നെയാണ് അന്ന് അച്ഛൻ പ്രാർത്ഥിച്ച് ഈശോ മാതാവിനെ തൊട്ട് പ്രാർത്ഥിച്ച ആ നിമിഷം തന്നെയാണ് ഈ മകന് മരുന്നിനോട് റിയാക്ട് ചെയ്യാനും പിന്നീട് പെട്ടെന്നൊരു സൗഖ്യം പണിന്ന രീതിയിൽ മാറുകയും ചെയ്തത്. അത് നമുക്കറിയാം, പരിശുദ്ധമ്മ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ ആലയമാണ്. പ്രത്യക്ഷപ്പെട്ട നിമിഷങ്ങളിൽ ജോസഫ് അച്ഛൻ്റെ മാതാവിൻ്റെ സാന്നിധ്യം ഉണ്ടായിരുന്നു. ആ സാന്നിധ്യം മനസ്സിലാക്കിയ ജോസഫ് അച്ഛൻ, നമുക്കറിയാം അച്ഛന് മാതാവിനെ കണ്ട ആളാണ്, കണ്ട വ്യക്തിയാണ്. അതുകൊണ്ട് ആ പ്രാർത്ഥനയുടെ ആ ആസ്ഥയിലാണ് മാതാവ് ഇവിടെ പ്രത്യക്ഷപ്പെട്ടത്. ആ ആത്മീയതയിൽ ഈ മകളുടെ അനുഗ്രഹം കിട്ടി. അച്ഛൻ ബ്ലസ് ചെയ്തു, തിരിച്ചുപോയി. ഈ മകൾ ഡിസ്ചാർജായി. പിറ്റേ ദിവസം തന്നെയാണ് വൈറസ് എന്താണെന്ന് കണ്ടുപിടിക്കാൻ സാധിച്ചത്. പിന്നീട് അതിനുള്ള ട്രീറ്റ്മെൻറ്റ് ചെയ്തു, എല്ലാം നോർമലായി. ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ മകള് ആ തളർന്ന നിമിഷത്തിൽ ഉറച്ചു നിൽക്കുവാൻ, ധൈര്യത്തോടെ മുന്നോട്ട് പോകുവാനുമുള്ള ഒരു കരുത്താണ് ഉടമ്പടിയിലൂടെ നമുക്ക് ലഭിക്കുന്നത്. ഉടമ്പടി ജീവിതം മുന്നോട്ട് നയിക്കുമ്പോൾ, കണ്ടിന്യൂസ് ആയിട്ട് ആ ആത്മീയതയിൽ മുന്നോട്ട് നയിക്കുമ്പോൾ ജീവിതത്തിൽ എന്ത് പ്രതിസന്ധികളും വന്നാലും നമ്മൾ തളരില്ല. ദൈവം നമ്മുടെ കൂടെയുണ്ടെന്നുള്ള ഒരു വിശ്വാസം. ആ തക്ക സമയത്ത് ഹോസ്പിറ്റലിലായിരുന്ന സമയത്ത് ഓടിയെത്താൻ സാധിച്ചു. കാരണം ഉടമ്പടിയിലാണ്. അത് പുതുക്കുവാൻ പോകേണ്ട ആവശ്യമില്ല. ഉടമ്പടിയിൽ ഗ്യാപ്പില്ല. അപ്പോൾ ഉടമ്പടി ഉടനടി വർക്കൗട്ട് ചെയ്യുമെന്നുള്ള ഉറച്ച വിശ്വാസമുണ്ട്. ഉടമ്പടിയിലായിരിക്കുന്ന മക്കളുടെ ജീവിതത്തിൽ ജോസഫ് അച്ഛൻ പ്രാർത്ഥിക്കുമ്പോൾ തന്നെ എന്തുകൊണ്ടാണ് അവരുടെ ജീവിതത്തിൽ രോഗസൗഖ്യം ലഭിക്കുന്നത്? കാരണം അവർ തുടർച്ചയായിട്ട് ഉടമ്പടിയിലാണ്. കാര്യം നേടിക്കഴിയുമ്പോൾ അമ്മയെ വിട്ട് വേറൊരു വഴിയിലൂടെ പോവുകയല്ല. തുടർച്ചയായിട്ട് ഉടമ്പടിയിലുള്ളവരുടെ ജീവിതത്തിൽ അച്ഛൻ പ്രാർത്ഥിക്കുമ്പോൾ തന്നെ അച്ഛന് തന്നെ അറിയാം അത് അമ്മ നടത്തി കൊടുക്കുമെന്നുള്ളത്. അമ്മ മാതാവിൻ്റെ സാന്നിധ്യമുണ്ട് അവരുടെ ജീവിതത്തിൽ. നല്ല കാലത്തിൽ അഭിവൃദ്ധിയിലോ സങ്കടങ്ങളിലോ ഒന്നും നോക്കാതെ ഉടമ്പടിയിൽ വിശ്വസ്തയോടെയാണ് മുന്നോട്ട് നയിക്കുന്നത്. അതുകൊണ്ടാണ് അവരുടെ ജീവിതത്തിൽ എന്തു വന്നാലും തകർക്കാതെ മുന്നോട്ട് നയിക്കുവാൻ അവർക്ക് സാധിക്കുന്നത്. പെട്ടെന്ന് തന്നെ ട്രീറ്റ്മെൻ്റ് ആവുകയും മകന് കംപ്ലീറ്റ് ആയിട്ട് രോഗസൗഖ്യം ലഭിക്കുകയാണ്. ഇവിടെ വന്ന് കണ്ണീരോടെ കരഞ്ഞ ദിവസം പക്ഷെങ്കിൽ അമ്മ കൈവിടില്ല. പരിശുദ്ധ അമ്മ ജീവനോടെ പ്രത്യക്ഷപ്പെട്ടതാണ് ഈ ആലയത്തിൽ. ഇവിടെ വരുന്ന ഒറ്റ മക്കളെയും അമ്മ വെറുതെ വിടില്ല. അവിടെ കണ്ണീര് തുടച്ചിട്ടേ അമ്മ വിടാറുള്ളൂ. പ്രഭാഷകൻ്റെ പുസ്തകം 38:9 പറയുന്നത്, മകന് രോഗം വരുമ്പോൾ ഉദാസീനാകാതെ കർത്താവിനോട് പ്രാർത്ഥിക്കുക, അവിടുന്ന് നിന്നെ സുഖപ്പെടുത്തുമെന്നാണ്. ഈ മകൾ സൗമ്യയും രോഗം വന്ന നിമിഷങ്ങളിൽ തളരാതെ ഉദാസീനാകാതെ കർത്താവിനോട് പ്രാർത്ഥിക്കുകയാണ്. ഐസിയുയിൽ മകൻ കിടന്നപ്പോഴും ഇവിടെ നിന്ന് കൃപാസനത്തിലെ പത്രം മേടിച്ച് മറ്റുള്ളവർക്ക് കൊടുക്കുകയാണ്. ഇത് കർത്താവിനെ പറ്റി പറയുകയാണ്, ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങളെപ്പറ്റി സംസാരിക്കുകയാണ്. തകർന്ന നിമിഷത്തിൽ അങ്ങനെ പറയണമെങ്കിൽ ഉടമ്പടിയിൽ നല്ലൊരു ആസ്തി കാണും, ആത്മീയതയുടെ ഒരാസ്തി, ഉടമ്പടിയിൽ വിശ്വസ്തതയുടെ ഒരാസ്തി. അതുകൊണ്ടാണ് ആ തകർന്ന നിമിഷത്തിലും ആ മകൾക്ക് പ്രേക്ഷിത പ്രവർത്തനം ചെയ്യുവാൻ സാധിച്ചത്. ആത്മീയതയിലെ തെറ്റുകൾ അത് ഈ മകൾ പറയുക ചെയ്താണ്ട് തെറ്റുകൾ കൃപ തടസ്സപ്പെടുന്നതിന് കാരണമാകാതിരിക്കാനായിട്ട് ഞാൻ എപ്പോഴും കുമ്പസാരിക്കുമെന്നാണ്. ഈ മകൾക്ക് 25 പ്രാവശ്യം പുതുക്കിയെങ്കിൽ അത് ശരി എന്താണ് തെറ്റാണെന്ന് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. അത് തെറ്റുകൾ കൃപയെ തടസ്സപ്പെടുത്തുമെന്ന് മനസ്സിലാക്കിയ നിമിഷം മുതൽ തെറ്റുകൾ ചെയ്തെങ്കിൽ ആ തെറ്റുകൾ തിരുത്തി കുമ്പസാരിച്ചിട്ടാണ് ജീവിതം മുന്നോട്ട് നയിക്കുന്നത്. ഇങ്ങനെയുള്ള ഒരു വിശ്വസ്തതയോടെ ജീവിക്കുന്ന ഒരു ഉടമ്പടി മക്കളുടെ ജീവിതത്തിൽ ഒന്നിനും തകർക്കാനാവില്ല. രോഗാവസ്ഥയോ സാമ്പത്തിക ബുദ്ധിമുട്ടുകളോ ഒന്നും അവരെ തകർക്കില്ല. ഇവരുടെ ജീവിതത്തിൽ എപ്പോഴും തളർന്നവന് ബലം നൽകുന്ന ആ ദൈവത്തിൻ്റെ ശക്തിയാണ് ഇവരുടെ കൂടെയുള്ളത്.
യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 40:29 പറയുന്നത്, തളർന്നവൻ അവിടുന്ന് ബലം നൽകുന്നു, ദുർബലന് ശക്തി വരികയും ചെയ്യുന്നു എന്നാണ്. ഉടമ്പടി മക്കളുടെ ജീവിതത്തിൽ ആ ശക്തി നൽകുന്ന ദൈവമാണ് നമ്മുടെ കൂടെയുള്ളത്. ദുർബല നിമിഷങ്ങളിൽ നമ്മെ ശക്തി തകർന്ന് നമ്മെ താങ്ങി നിർത്തുന്ന ഒരമ്മയാണ് കൃപാസനം അമ്മ. നമ്മുടെ ജീവിതത്തിലും നമ്മളെ തകരാതെയും തകർക്കാതെയും മുന്നോട്ട് നയിക്കുന്ന ആ അമ്മയുടെ കരങ്ങൾ പിടിച്ചുകൊണ്ട് ഉടമ്പടി ജീവിതം മുന്നോട്ട് നയിക്കാം. അത് തന്നെയുമല്ല, ICSE എക്സാമിന് തലവേദന വളരെ കഠിനമായിട്ടുള്ള തലവേദനയായിരുന്നു. ഇവിടെ വന്ന് വീണ്ടും ജോസഫ് അച്ഛൻ്റെ ബ്ലെസ്സിങ് മേടിക്കുകയും തലവേദന ഉണ്ടായിരുന്നിട്ടും ഈ മകന് 95% മാർക്ക് മേടിക്കാൻ സാധിക്കുമെങ്കിൽ ഇത് നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ്, ദൈവത്തിൻ്റെ കൃപയാലാണ്. ജോസഫ് അച്ഛൻ്റെ അനുഗ്രഹം വഴി, ആ കൈവപ്പ് ശുശ്രൂഷ വഴി 40 വർഷത്തെ പൗരോഹിത്യ ജീവിതം, 50, 56, 60 വർഷത്തെ ആത്മീയ ജീവിതമാണ് അച്ഛനുള്ളത്. ആ ആസ്ഥയിലാണ് നമുക്ക് ലഭിക്കുന്ന ഓരോ അനുഗ്രഹങ്ങളും. ആ ആസ്ഥയിലാണ് പരിശുദ്ധ അമ്മ ഈ ആലയത്തിൽ പ്രത്യക്ഷപ്പെട്ടത്. അല്ലെങ്കിൽ മറ്റെവിടെയെങ്കിലും എന്തുകൊണ്ട് അമ്മ വരുന്നില്ല? അച്ഛനുള്ള ആത്മീയ ആസ്തിയാണ് നമുക്കുള്ള അനുഗ്രഹങ്ങളും. ആ ആത്മീയ ആസ്തിയിൽ നമ്മൾ കിട്ടുന്ന അനുഗ്രഹമാണ് ഉടമ്പടി എന്ന പദ്ധതി. കാലഘട്ടത്തിനനുസരിച്ച് അമ്മ നൽകിയ ആത്മീയതയുടെ ഒരു വലിയ പദ്ധതിയാണ് ഉടമ്പടി. വിശ്വാസത്തിന് മാത്രമല്ല, വിശ്വസ്തതയുടെ ഒരു പദ്ധതിയാണ്. ചൊല്ലുക മാത്രമല്ല, ചെല്ലുന്ന പ്രാർത്ഥനയല്ല, ചെയ്യുന്ന ഒരു പദ്ധതിയായിട്ടാണ് അമ്മ ഇന്ന് നമുക്ക് നൽകിയിരിക്കുന്നത് ഉടമ്പടി. നമ്മുടെ ദുർബലകളിൽ താങ്ങുന്ന ദൈവത്തോടും ആശ്വസിപ്പിക്കുന്ന ദൈവമാണ് നമ്മുടെ കൂടെയുള്ളത്. ഉടമ്പടി മക്കളുടെ ജീവിതത്തിൽ രോഗത്തിലും വിഷമത്തിലും സുഖപ്പെടുത്തുന്ന ആ ദൈവം, ആ ദിവ്യകൃപയിൽ വിശ്വസിച്ച് നമ്മുടെ ഉടമ്പടി ജീവിതം കൃപാസന അമ്മയുടെ കരങ്ങൾ പിടിച്ചുകൊണ്ട് കൂടുതൽ വിശ്വസ്തയോടെ, തീഷ്ണതയോടെ, സത്യസന്ധതയോടെ നമുക്ക് മുന്നോട്ട് നയിക്കാം. കർത്താവ് അവൻ്റെ രോഗശൈലിയിൽ ആശ്വാസം പകരും. അവിടുന്ന് അവന് രോഗശാന്തി നൽകുമെന്ന് നമുക്കും വിശ്വസിക്കാം. നമ്മുടെ രോഗശൈലിയിൽ ആശ്വാസം നൽകുന്ന ആ ദൈവത്തിൻ്റെ കരങ്ങളിൽ, ആ ദൈവത്തിൻ്റെ കൂടെ നമ്മുടെ ഉടമ്പടി ജീവിതം മുന്നോട്ട് നയിക്കാം. സൗമ്യ ബൈജുവിന് കുടുംബത്തിൽ ലഭിച്ച ഈ വലിയ രോഗസൗഖ്യത്തിന് നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം. ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ഇന്നീ അൾത്താരയിൽ കയറി സാക്ഷ്യം പറയാം. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാക്കി മാറ്റിയ അമ്മയ്ക്കും തിരുകുമാരനും കോടാനുകോടി നന്ദി. എൻ്റെ പേര് രാജിമോൾ. ഇത് എൻ്റെ ഹസ്ബൻഡ് സുനിൽ കുമാർ. ഇതെൻ്റെ മകൻ നന്ദകിഷോർ. ഞങ്ങൾ വരുന്നത് കോഴിക്കോട് ജില്ലയിലുള്ള കൊയിലാണ്ടിയിൽ നിന്നാണ്. ഞാൻ ആദ്യമായി ഉടമ്പടി എടുത്തത് 2025 മെയ് 10 ഉടമ്പടി എടുത്തതിന് ശേഷം ഞാൻ നിയോഗം വെച്ചത് 6 വർഷമായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ഒരേ ചുമ തന്നെയായിരുന്നു എനിക്ക്. അതിൻ്റെ ഭാഗമായിട്ടാണ്, ചുമ എന്ന് പറഞ്ഞാൽ തീരെ നിർത്താൻ പറ്റാത്ത ചുമ. അതായത് മാസത്തിൽ ഒരു 6-7 ദിവസം മാത്രമേ ചുമ ഇല്ലാത്ത ദിവസം ഉണ്ടാവുള്ളൂ. ബാക്കിയുള്ള ദിവസങ്ങളിലെല്ലാം ചുമ കാരണം എനിക്ക് നല്ല ബുദ്ധിമുട്ടായിരുന്നു. സംസാരിക്കാൻ കഴിയില്ലായിരുന്നു. കണ്ണൊക്കെ ചുമച്ച് പുറത്തേക്ക് തള്ളി വരുന്നൊരവസ്ഥയായിരുന്നു. പലതരത്തിലും പല സ്ഥലങ്ങളിലും ഡോക്ടർമാരെ കാണിച്ചു, പല ട്രീറ്റ്മെൻറ്റ് എടുത്തു, ആൻറ്റിബയോട്ടിക് ഒരുപാട് കഴിച്ചു. അതിൽ നിന്നൊന്നും ഒരു മാറ്റം ഉണ്ടായിരുന്നില്ല. പിന്നെ CT സ്കാൻ, എക്സ്റേ, അങ്ങനെ എല്ലാ കാര്യങ്ങളും ചെയ്ത് അതിലൊന്നും ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല. പക്ഷേ ഈ ചുമ കാരണം എനിക്ക് യൂറിനൊക്കെ ഇങ്ങനെ പോകുമായിരുന്നു. അതിൻ്റെ ഭാഗമായിട്ട് ഞാൻ എപ്പോഴും മാസത്തിലും തുണി അല്ലെങ്കിൽ പാഡ് വെച്ചുകൊണ്ട് നടക്കുമായിരുന്നു. അങ്ങനെ ഉടമ്പടി എടുത്തതിൻ്റെ ഫലമായിട്ട് നിയോഗം വെച്ച് പ്രാർത്ഥിക്കുകയും ഉടമ്പടി ധ്യാനം കാണുമ്പോൾ നിയോഗം എഴുതി പ്രാർത്ഥിക്കുകയും ചെയ്യുമായിരുന്നു. മുട്ടിലിരുന്ന് മാതാവിനോട് നെഞ്ചൊരുക്കി പ്രാർത്ഥിക്കൂ. ഉടമ്പടി വസ്തുക്കളായ ഉപ്പ്, തേന് ഇവയൊക്കെ കഴിക്കുമായിരുന്നു. കൂടാതെ ഉടമ്പടി തൈലം നെഞ്ചിലും കഴുത്തിലും തൊണ്ടയിലുമൊക്കെ തേച്ചിട്ട് വിശ്വാസപ്രമാണം ചൊല്ലി പ്രാർത്ഥിക്കൂ. അതിൻ്റെ ഫലമായിട്ട് ഇപ്പോൾ ഒരു 3-4 മാസമായിട്ടേ ഉണ്ടാവുള്ളൂ ആ ചുമ മാറിയിട്ട്. എങ്ങനെയാണ് മാറിയെന്ന് പോലും ഞാൻ അറിയുന്നില്ല. കാരണം എപ്പോഴും ചുമച്ചുകൊണ്ടിരുന്ന ഞാൻ പെട്ടെന്ന് ആ ചുമ നിന്നപ്പോഴാണ് ഇങ്ങനെ ഒരു സംഭവം. ഈ മാതാവിൻ്റെ ഉടമ്പടി വസ്തുക്കളായ ഉപ്പും തേനും ഒക്കെ ഉപയോഗിച്ചു പ്രാർത്ഥിച്ചിട്ടുമാണ് എനിക്കിത് മാറിയെന്ന് മനസ്സിലായത്. കൂടാതെ കൈക്ക് നല്ല വേദന ഉണ്ടായിരുന്നു. അതും ഒരുപാട് കാലമായിട്ട് ആ വേദനകൾ എനിക്കൊന്ന് കൈ വെച്ച് കിടക്കാനോ ഒന്നും പറ്റാത്ത സാഹചര്യമായിരുന്നു. അതും ഈ ഉടമ്പടി വസ്തുക്കളായ ഉപ്പും തേനും ഉപയോഗിച്ചിട്ടാണ് മാറിയത്. പിന്നെ എൻ്റെ മകന് USSൽ നല്ല വിജയം കിട്ടി. അതും അമ്മ മാതാവിൻ്റെ ഒരു കൃപയാലാണ്. അത്
എൻ്റെ മകൻ നന്ദകിഷോർ പറയുന്നതാണ്. ഞാൻ USS സ്കോളർഷിപ്പ് എക്സാമിന് വേണ്ടി, എൻ്റെ പേര് നന്ദകിഷോർ. ഞാൻ USS സ്കോളർഷിപ്പ് എക്സാമിന് വേണ്ടി തയ്യാറെടുക്കുമ്പോഴൊക്കെ മാതാവിനോട് പറയുമായിരുന്നു എനിക്ക് സ്കൂളിൽ 1-ാം സ്ഥാനത്തെത്തണമെന്ന്. അങ്ങനെ പരീക്ഷയുടെ അന്ന് ഞാൻ വെഞ്ചരിച്ച ഉപ്പുമായി പരീക്ഷാ ഹാളിലെത്തി. ആരും ചവിട്ടാത്തയിടത്ത് ഞാൻ ഉപ്പ് വിതറി വിശ്വാസ പ്രമാണം ചൊല്ലി. പരീക്ഷ തുടങ്ങി. എനിക്കറിയാത്ത കുറേ ചോദ്യങ്ങൾക്ക് ഞാൻ മാതാവിനെ മനസ്സിൽ വിചാരിച്ച് ഉത്തരങ്ങൾ എഴുതി. അതെല്ലാം ഭൂരിഭാഗവും ശരിയായിരുന്നു. മാതാവിനും ഈശോയ്ക്കും എൻ്റെ കോടാനുകോടി നന്ദി അറിയിക്കുന്നു. എൻ്റെ സ്കൂളിൽ നിന്ന് 20-ലേറെ കുട്ടികൾ എഴുതിയിരുന്നു. അതിലെനിക്ക് മാത്രമാണ് USS കിട്ടിയത്. മാതാവിനും ഈശോയ്ക്കും എൻ്റെ കോടാനുകോടി നന്ദി. എൻ്റെ ഭർത്താവിന് ഫ്രൂട്ട്സ് കടയിലായിരുന്നു ജോലി. അങ്ങനെ സ്ഥിരമായിട്ടൊരു ജോലി ഇല്ലായിരുന്നു. അങ്ങനെ ഞങ്ങൾ നിയോഗത്തിൽ ജോലീൻ്റെ കാര്യം വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇപ്പോൾ അദ്ദേഹത്തിന് ഒരു ജോലി കിട്ടിയിട്ടുണ്ട്. അത് അദ്ദേഹം തന്നെ ഇവിടെ പറയുന്നതാണ്. ഞാനൊരു ഫ്രൂട്ട്സ് കടയിലായിരുന്നു ജോലി ചെയ്തിരുന്നത്. അവിടെ നിന്ന് സ്ഥിരമായിട്ടുള്ള ജോലിയൊന്നും ഇല്ലാത്തത് കൊണ്ട് ഒരു ജോലിക്ക് വേണ്ടി ഇങ്ങനെ അപേക്ഷിക്കുകയായിരുന്നു മാതാവിനോട്. ഫ്രൂട്ട്സ് കടയിലെ ജോലി പോയതിന് ശേഷം 2 മാസം ജോലി ഇല്ലാതെ നടന്നു. മാതാവിനോടുള്ള പ്രാർത്ഥനയോട് കൂടി അടുത്തുള്ള ഒരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി ഉണ്ടായിരുന്നു. അവിടെ ജോലിക്ക് അന്വേഷിച്ചപ്പോൾ ഇപ്പോൾ ജോലി ഇല്ലയെന്ന് പറഞ്ഞു. പക്ഷേ ഞങ്ങൾ തിരിച്ച് വരുന്ന വഴി ഗേറ്റിനടുത്ത് എത്തിയപ്പോൾ ഞാൻ മോനും കൂടിയായിരുന്നു അവിടുന്ന് പോയത്. അപ്പോൾ ഗേറ്റിനടുത്ത് എത്തിയപ്പോൾ സെക്യൂരിറ്റി ചേട്ടൻ വീണ്ടും വന്ന് എന്നെ വിളിച്ചിട്ട് എൻ്റെ നമ്പർ അവിടെ വാങ്ങി വെച്ചു. അവരുടെ തന്നെ വേറൊരു കമ്പനിയിലേക്ക്, ഒരു 10-20 കിലോമീറ്റർ അപ്പുറത്തുള്ളൊരു കമ്പനിയിലേക്ക് ജോലി ഒഴിവുണ്ടെന്ന് പറഞ്ഞ് വിളിച്ചു. അപ്പോൾ അപ്പോഴും ഇവൾ പ്രാർത്ഥിക്കുകയായിരുന്നു അങ്ങനെ അടുത്ത് തന്നെ ജോലി കിട്ടാൻ. ഇപ്പോൾ മോൻ വീട്ടിൽ ഒറ്റയ്ക്കാണല്ലോ, ദൂരത്ത് പോയി വരുന്നത് കുറച്ച് ബുദ്ധിമുട്ടായതുകൊണ്ട്. അപ്പോൾ ഇൻ്റർവ്യൂ ചെയ്തതും ഒക്കെ ഈ ദൂരത്തുള്ള കമ്പനിയിലേക്ക് തന്നെയായിരുന്നു. പക്ഷേ ജോലിക്ക് കയറുന്ന ദിവസം തന്നെ അവിടെ ജോലിക്ക് കയറുന്ന ഒരേട്ടന് സുഖമില്ലാതാവുകയും ചെയ്തു. അയാൾ ജോലിക്ക് കയറാൻ പറ്റാതായി. പക്ഷേ എന്നെ അവിടത്തേക്ക് തന്നെ അടുത്തുള്ള കമ്പനിയിലേക്ക് തന്നെ ജോലിക്ക് വിളിക്കുകയും ചെയ്തു. ഇപ്പോൾ ഒരു സ്ഥിരമായിട്ടുള്ള ഒരു ജോലിയാണ് കിട്ടിയിരിക്കുന്നത്. ആ ജോലി തന്നതിന് മാതാവിനോട് കോടാനുകൂടി നന്ദി പറയുന്നു. ഇപ്പോൾ ആത്മീയ ജീവിതമായിട്ട് ഞങ്ങൾക്കിപ്പോൾ എന്താ പറയുക, ആദ്യം എന്ന് പറയുമ്പോൾ ഞാനൊരു അക്രൈസ്തവയാണ്. ആദ്യം എന്ന് പറയുമ്പോൾ ഞങ്ങൾ എന്താ പറയുക, നമ്മൾ പ്രാർത്ഥിക്കുക അല്ലെങ്കിൽ മറ്റുള്ളവരെന്തെങ്കിലും ആവശ്യം പറഞ്ഞാലോ കണ്ടാലോ പ്രാർത്ഥിക്കുക മാത്രമായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ ഉടമ്പടി ജീവിതത്തിലേക്ക് വന്നപ്പോൾ നമ്മളെക്കാളേറെ നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും നമ്മളാൽ കഴിയുന്ന സഹായങ്ങളും അവർക്ക് ചെയ്തു കൊടുക്കുകയും ചെയ്യാനുള്ളൊരു മനസ്സ് ഉണ്ടാകുകയും ചെയ്തു. ഏറ്റവും കൂടുതൽ നമ്മളെക്കാളും കൂടുതൽ മറ്റുള്ളവരുടെ സങ്കടങ്ങളും അവരെ സ്നേഹിക്കാനും പഠിപ്പിച്ചത് ഈ ഉടമ്പടിയിൽ വന്നതുകൊണ്ടാണ്. പ്രേക്ഷിത പ്രവർത്തനമായി ചെയ്തിരിക്കുന്നത് ഇവിടെ മാസത്തിൽ വരികയും പത്രം വാങ്ങി അടുത്തുള്ള വീടുകളിലും ഹോസ്പിറ്റലുകളിലും ബസ് സ്റ്റാൻഡുകളിലും കൊണ്ടുകൊടുക്കും. പിന്നെ അയൽക്കൂട്ടം, തൊഴിലുറപ്പ്, അങ്ങനെ ആളുകൾ കൂടി നിൽക്കുന്ന സ്ഥലത്ത് കൊണ്ടുകൊടുക്കുകയും അവരുടെ ഇടയിൽ നിന്ന് ഈശോനെയും മാതാവിനെയും കുറിച്ച് പറയുകയും പലർക്കും കിട്ടിയ അനുഭവങ്ങളും അതുപോലെ നമുക്ക് കിട്ടിയ അനുഗ്രഹങ്ങളെക്കുറിച്ചും എല്ലാം പറഞ്ഞ് അവർക്കും ഒരു ഈശോനെയും മാതാവിനെയും കുറിച്ച് പറഞ്ഞു കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. ഞാനിങ്ങനെ പത്രം കൊടുക്കുന്നതിൻ്റെയൊക്കെ ഫലമായിട്ട് 3-4 ആളുകൾ വന്നിട്ട് ഇവിടെ ഞങ്ങൾ കൊടുത്തതിൻ്റെ ഫലമായിട്ട് ഇവിടെ വന്ന് ഉടമ്പടി എടുത്തിട്ടുണ്ട്. പിന്നെ കാരുണ്യ പ്രവൃത്തിയായിട്ട് ഞങ്ങളാൽ കഴിയുന്ന സഹായം പൈസയായിട്ടും പിന്നെ വീട്ടിൽ നിന്ന് ഭക്ഷണം ഉണ്ടാക്കിയിട്ട് കോഴിക്കോട് മെഡിക്കൽ കോളേജുകളിൽ കൊണ്ടു കൊടുത്തിട്ടുണ്ട്. അല്ലാതെ ഭക്ഷണ സാധനങ്ങൾ വാങ്ങാനുള്ള പൈസ കൊടുക്കുകയും ഭക്ഷണ സാധനങ്ങളായിട്ട് വാങ്ങിക്കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. പിന്നെ പാവപ്പെട്ട രോഗികളെ പോയി കാണുകയും ചെയ്തിട്ടുണ്ട്. ഇതൊക്കെയാണ് പ്രേക്ഷിത പ്രവർത്തനങ്ങളായി ചെയ്തിട്ടുള്ളത്. ഇങ്ങനെയൊരു സാക്ഷ്യം പറയാൻ വേണ്ടിയിട്ട് ഇവിടെ ഈ അനുഗ്രഹം ഉണ്ടാക്കി തന്ന അമ്മ മാതാവിന് ഈശോ വഴി കോടാനുകോടി നന്ദി. ജ്ഞാനത്തിൻ്റെ പുസ്തകം 16-ാം അധ്യായം 12-13 തിരുവചനങ്ങൾ. കർത്താവെ, മരുന്നോ ലേപനമോ അല്ല, എല്ലാവരെയും സുഖപ്പെടുത്തുന്ന അങ്ങയുടെ വചനമാണ് അവരെ സുഖപ്പെടുത്തിയത്. ജീവൻ്റെയും മരണത്തിൻ്റെയും മേൽ അങ്ങേക്ക് അധികാരമുണ്ട്. മനുഷ്യരെ പാതാള കവാടത്തിലേക്ക് ഇറക്കുന്നതും അവിടെ നിന്ന് വീണ്ടെടുക്കുന്നതും അവിടുന്നാണ്. രാജിമോൾ സുനിൽകുമാറും നന്ദകിഷോറിനോടൊപ്പം കുടുംബത്തോടൊപ്പം വന്നവരുടെ ഈ സാക്ഷ്യം പ്രത്യക്ഷീകരണ സാക്ഷ്യം ഏറ്റുപറയുന്നത്
ഉടമ്പടി ചെയ്ത് ഈശോയോടുള്ള വിശ്വസ്തത അവർ ഏറ്റുപറയുമ്പോൾ, അവർ ജീവിക്കുമ്പോൾ അവരുടെ ജീവിതത്തിലുണ്ടായ വലിയ അത്ഭുതങ്ങളെക്കുറിച്ചാണ് അവർ ഏറ്റുപറഞ്ഞത്. ചെറുതും വലുതുമായ ഒരുപാട് അത്ഭുതങ്ങളും അനുഗ്രഹങ്ങളും പരിശുദ്ധ അമ്മയുടെ സാമീപ്യവും എല്ലാം അവർക്കുണ്ടായിട്ടുണ്ട്. അതിൻ്റെ എല്ലാം കാരണം അവരുടെ വിശ്വസ്തതയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. രാജിയുടെ 6 വർഷമായിട്ടുള്ള നിരന്തരമായ ചുമ കോവിഡിന് ശേഷം അതൊട്ടും തന്നെ വിട്ടുപോകുന്നില്ലായിരുന്നു. ഇന്ന് ഇവിടുന്ന് ലഭിച്ച നേർച്ച വസ്തുക്കളുടെ ഉപയോഗം മൂലം വളരെ ശക്തമായി പ്രാർത്ഥിച്ചപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ സമയച്ചുരുക്കത്തിൻ്റെ അമ്മ അവരുടെ ആ ഒരു ജീവിത അസ്വാസ്ഥ്യം, ജീവിത ഭാരം സൗഖ്യപ്പെടുത്തി ഈശോയിൽ നിന്ന് വലിയ സൗഖ്യം നൽകി എന്നിവിടെ ഏറ്റുപറയുന്നു. അതുപോലെ തന്നെ നന്ദകിഷോറിൻ്റെ മകൻ്റെ ഒരു വലിയ വിജയം, ആ കുഞ്ഞ് തന്നെ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയായിരുന്നു. അക്രൈസ്തവരായ ഈ കുടുംബം ഈശോയെ തിരിച്ചറിഞ്ഞ നിമിഷം മുതൽ നന്ദകിഷോറിന് മനസ്സിലായി, ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം അമ്മ തന്നെയാണ് എനിക്ക് പറഞ്ഞു തരുന്നത്. അമ്മ നൽകിയ നിർദ്ദേശങ്ങളനുസരിച്ച് OMR ക്വസ്റ്റ്യൻസ് അവനെ മാർക്ക് ചെയ്യുവാനും 20 കുട്ടികൾ അവരുടെ സ്കൂളിലെ 3 ഡിവിഷൻസുള്ള 6ാം ക്ലാസ്സിലെ 20 കുട്ടികളിലുള്ള സ്മാർട്ടായിട്ടുള്ള കുട്ടികളെയാണ് അവർ തിരഞ്ഞെടുക്കുന്നത് USS പരീക്ഷയ്ക്ക് വേണ്ടി. പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ ഇന്ന് നന്ദകിഷോർ സ്കോളർഷിപ്പോടുകൂടി തുടർന്ന് പഠിക്കുവാനുള്ള അനുഗ്രഹത്തിന് വിജയം ലഭിച്ചതിനെ അവൻ നന്ദി പറയുകയാണ്. ഒരിക്കൽ ഈശോ തൊട്ടവർ ആരും തന്നെ വളരെ ചെറുപ്പത്തിൽ തന്നെ പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിലൂടെ ഈശോ തൊട്ട ഈ കുഞ്ഞ് ജീവിതത്തിൽ ഒരിക്കലും പതറുകയില്ല എന്ന് നാം മനസ്സിലാക്കുകയാണ്. കുഞ്ഞുങ്ങളെ ഇവിടെ കൊണ്ടുവന്ന് പ്രാർത്ഥിപ്പിക്കുമ്പോൾ ഈശോ ചെറുപ്പത്തിൽ ചെയ്ത ഈ നസ്രത്തിൽ നിന്ന് അവർ ജെറുസലേമിലേക്ക് യാത്ര ചെയ്യുന്നുണ്ട്. പെരുന്നാൾക്ക് പോകുമ്പോഴെല്ലാം ഈശോയെ കാണാതാകുന്ന അവരുടെ അവസ്ഥകളിലെല്ലാം എനിക്ക് ഈശോ നഷ്ടപ്പെടുമോ എന്നുള്ള വലിയ സങ്കടം നമുക്കും കൂടി ഉണ്ടാകുന്നത് നല്ലതാണ്. അങ്ങനെ കുഞ്ഞുങ്ങളെ ഈ വളരെ ചെറുപ്രായത്തിൽ തന്നെ ഈശോ അവർക്ക് ലഭിച്ചു കഴിഞ്ഞാൽ അവരുടെ ഫ്യൂച്ചർ എത്രമാത്രം മഹത്തരമായിരിക്കും, അവരുടെ ഏറ്റുപറച്ചിൽ, അവരുടെ ക്രിസ്തീയ ജീവിതം എത്രമാത്രം സുന്ദരമായിരിക്കും എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതുപോലെ തന്നെ ജീവിത പങ്കാളി സുനിലിന് ഒരു ഫ്രൂട്ട്സ് കടയിൽ നിന്ന് ജോലി ചെയ്തിരുന്ന അദ്ദേഹത്തെ ഇന്നൊരു സ്ഥിരം ജോലി നൽകി. അതും വീടിനടുത്തുള്ള അവരാഗ്രഹിക്കുന്നത് ലഭിക്കുന്ന ഒരു പ്രാർത്ഥനാ പദ്ധതിയാണ് പരിശുദ്ധ അമ്മ അവർക്ക് വെച്ച് നീട്ടിയിരിക്കുന്നത്. ഇന്ന് ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ ധ്യാന സമയത്ത് പറഞ്ഞതുപോലെ ഉടമ്പടി എന്താണ്? കർത്താവെ, അച്ഛൻ പ്രാർത്ഥിച്ചത് എങ്ങനെയാണ്? കർത്താവെ, തിരമാലകൾക്ക് മീതെ വിശുദ്ധ പത്രോസ് നടന്നതുപോലെ നടക്കുവാൻ എനിക്ക് അടുത്തു വരാൻ ആഗ്രഹമുണ്ട്. എനിക്ക് കുറച്ച് സംസാരിക്കണം, കൂടുതൽ പ്രാർത്ഥിക്കണം, കർത്താവ് കൂടെ പ്രവർത്തിക്കണം എന്നുള്ള ശക്തമായ പ്രാർത്ഥനയാണ് ഇന്ന് അച്ഛൻ നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ചത്. ഈ പ്രാർത്ഥനകളെല്ലാം നാം ഏറ്റെടുക്കുകയും നമുക്ക് ജീവിതത്തിൽ പ്രാർത്ഥിക്കുകയും ചെയ്യാം. സുനിൽകുമാറിനും രാജ്യമോളുടെയും കുടുംബത്തിനും ലഭിച്ച അനുഗ്രഹങ്ങൾക്ക് നന്ദി പറഞ്ഞുകൊണ്ട് നമ്മുടെ നിയോഗങ്ങളെല്ലാം ചേർത്ത് വെച്ച് ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നല്ലൊരു കയ്യടി നൽകി. പേര് ഓമന. ഞാൻ പത്തനംതിട്ട ജില്ലയിൽ അടൂർ എന്ന സ്ഥലത്തു നിന്ന് വരുന്നു. ഇതെൻ്റെ മോനെ, അതെൻ്റെ ചേച്ചി. എൻ്റെ മോൻ കിരണനൊരു വണ്ടി ആക്സിഡൻ്റ് ഉണ്ടായി. അതിൻ്റെ ഒരു വലിയൊരു സാക്ഷ്യം പറയാനായിട്ടാണ് ഞാനിവിടെ അൽത്താരയിൽ നിൽക്കുന്നത്. എൻ്റെ മോന് 2026 ജനുവരി 9 ഒരു വണ്ടി ആക്സിഡൻ്റ് ഉണ്ടായി. വണ്ടി ആക്സിഡൻ്റ് എന്ന് പറഞ്ഞാൽ പോരാ, അതൊരു ഭയങ്കര ഒരു സംഭവമായിരുന്നു. മോന് കാഴ്ചയിൽ പുറമേ ഒന്നും ഇല്ലായിരുന്നെങ്കിലും അത് ഒരു സീരിയസ് ആയിരുന്നു. മോനെ ഞങ്ങളുടെ അടുത്തുള്ള ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നപ്പോൾ മോൻ്റെ കൈക്കൊരു ചെറിയൊരു പൊട്ടലും താടിക്കൊരു ചെറിയ മുറിവും മാത്രമേ ഉള്ളായിരുന്നു. അവിടുന്ന് മോന് അത് ഒക്കെ ഓക്കെ ആക്കി വിട്ടു. അപ്പോൾ മോന് വയറ്റുവേദന ഉണ്ടെന്ന് പറഞ്ഞു. അന്നേരം ഡോക്ടർമാരെന്നൊരു സ്കാൻ ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ സ്കാൻ ചെയ്തപ്പം ഉള്ളിലെന്തോ ഒരു പ്രശ്നം ഉണ്ടെന്ന്, കരളിനെന്തോ പ്രശ്നം ഉണ്ടെന്ന് പറഞ്ഞു. എത്രയും പെട്ടെന്ന് കോട്ടയത്ത് കൊണ്ടുപോയിക്കോളാൻ പറഞ്ഞു. കോട്ടയത്ത് കൊണ്ടുപോയി. അപ്പോൾ അവിടുത്തെ സാഹചര്യങ്ങൾ കൊണ്ടൊക്കെ ഒരുപാട് ലേറ്റായി. രാത്രി വെളുപ്പിന് 3 മണിക്കാണ് മോനൊരു CT സ്കാൻ പറഞ്ഞു. അപ്പോൾ മോന് ഭയങ്കര പെയിനായിരുന്നു. അങ്ങനെ 3 മണിക്ക് സ്കാൻ ചെയ്ത് അതിൻ്റെ റിസൾട്ട് കിട്ടിയപ്പോൾ അപ്പം തന്നെ ആ റിസൾട്ട് ഡോക്ടർമാർ ചേച്ചിമാരൊക്കെ പറഞ്ഞു. ഞാൻ സ്ഥലത്തില്ലായിരുന്നു, എൻ്റെ ചേച്ചിമാരാണ് മോനെ കൊണ്ട് പോയതൊക്കെ. അപ്പോൾ അവരോട് പറഞ്ഞു, അപ്പോൾ മോൻ സീരിയസ് ആണ്, പാൻക്രിയാസിന് നല്ല ക്ഷതം പറ്റിയിട്ടുണ്ട്, അതുപോലെ ലിവറിനും കംപ്ലയിൻ്റ് ഉണ്ടെന്ന് പറഞ്ഞു. എത്രയും പെട്ടെന്ന് ഒന്നി തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ, അല്ലെങ്കിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ, അല്ലെങ്കിൽ എറണാകുളം അമൃതയിൽ എവിടെയെങ്കിലും എത്രയും പെട്ടെന്ന് മോനെ കൊണ്ടുപോക്കോ, മോൻ്റെ പ്രായത്തിൻ്റെ അനുസരിച്ചാണെന്ന് പറഞ്ഞു. അവിടെ ഡോക്ടർമാരുണ്ട് എങ്കിൽ പോലും അവർക്കത് സ്ഥിരമായിട്ട് അത്ര ഡോക്ടർമാരില്ലായിരുന്നു. അങ്ങനെ എത്രയും പെട്ടെന്ന് മോനെ അവിടുന്ന് കൊണ്ടുപോകാൻ പറഞ്ഞെങ്കിലും അവർ ഡിസ്ചാർജ് തരത്തില്ലായിരുന്നു. നമ്മുടെ സ്വന്തം ഇഷ്ടപ്രകാരം കൊണ്ടുപോയിക്കോളാൻ പറഞ്ഞു. അവിടുന്ന് ഡിസ്ചാർജ് എഴുതി മേടിക്കാതെ സ്വന്തം ഇഷ്ടപ്രകാരം മോനെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയി. അവിടെ കൊണ്ടുവന്നപ്പോൾ മോന് ഒരുപാട് വേദന എന്ന് പറഞ്ഞാൽ മോന് സഹിക്കാൻ പറ്റുന്നതിൽ കൂടുതൽ വേദനയായിരുന്നു.
അങ്ങനെ അവിടെ കൊണ്ടുവന്നപ്പോൾ അവർ വേദനയ്ക്കുള്ള ഇഞ്ചക്ഷനും മരുന്നോ കാര്യങ്ങളോ ഒന്നും കൊടുക്കത്തില്ല. കാരണം മോൻ ഇവിടെ കോട്ടയത്ത് CT സ്കാൻ ചെയ്തത് കാരണം അതിൻ്റെ ഒരു CT സ്കാൻ ചെയ്ത് കഴിഞ്ഞ് 72 മണിക്കൂർ കഴിയാതെ അടുത്തൊരു CT സ്കാൻ ചെയ്യത്തില്ല. അങ്ങനെ മോന് 9-ാം തീയതി ഉണ്ടായ ഒരു ആക്സിഡൻറ്റിന് തിരുവനന്തപുരത്ത് കൊണ്ടുവന്ന് 13-ാം തീയതിയാണ് മോന് വീണ്ടും ഒരു CT സ്കാൻ ചെയ്യേണ്ടി വന്നത്. അന്നേരത്തേക്ക് എൻ്റെ മോൻ്റെ അവസ്ഥയെന്ന് പറയുന്നത് അങ്ങേയറ്റം പറ്റിയെന്ന് പറഞ്ഞ മോൻ ഞങ്ങളുടെ കൈവിട്ട് പോയി. അങ്ങനെ ആയിരുന്നു. അപ്പം ഡോക്ടർമാർക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അപ്പം ഞാൻ അവിടെ സ്ഥലത്തില്ലായിരുന്നു. ഞാൻ എത്രയും പെട്ടെന്ന് മോൻ്റെ അടുത്ത് വന്നപ്പോൾ മോന് വേദന കൊണ്ട് ഉറങ്ങാനൊന്നും പറ്റുന്നില്ലായിരുന്നു. അവൻ കണ്ണടച്ച് ഉറങ്ങിയിട്ടില്ല. അവൻ 9-ാം തീയതി വൈകിട്ട് ഒരു ചായ കുടിച്ചതാണ്. പിന്നെന്ന് പറയുന്നത് അവന് യൂറിൻ പോകാനുള്ള ട്യൂബ് ഇട്ടു. പിന്നെ ഫുൾ അവന് റെസ്റ്റുമാണ്. അങ്ങനായി 13-ാം തീയതി രാവിലെ ഇവന് ഞങ്ങൾ കൊണ്ട് CT സ്കാൻ ചെയ്യാം. അപ്പോൾ മോന് രാവിലെ മുതൽ വയറിങ്ങനെ പെരുകി വരുന്നുണ്ട്. അപ്പോൾ എനിക്കൊരു ചെറിയ ഡൗട്ട്. മോനോട് ചോദിച്ചു, മോന് വേദനയുണ്ടോ? വേദനയില്ല. അപ്പോൾ അവന് വയറ് വീർത്ത് വരുന്നുണ്ടെന്ന് എനിക്കറിയാം. പക്ഷേ മോനോടത് പറയാൻ എനിക്കൊരു പേടി, അവൻ വിഷമിക്കില്ലെന്ന് ഓർത്ത്. അങ്ങനെ ഒരു 9:30-10 മണിയായപ്പോൾ ഞാൻ പറഞ്ഞ് സിസ്റ്റർമാരോട് ഓടിച്ചെന്ന് പറഞ്ഞു, മോനെ ICU വാർഡിലാണ് കിടത്തിയേക്കുന്നത്. ഓടിച്ചെന്ന് സിസ്റ്റർമാരോട് പറഞ്ഞു, സിസ്റ്റർ ഇതുപോലെ മോൻ്റെ വയറ് പെരുകി വരുന്നുണ്ടല്ലോ, എന്തോ ഉണ്ടല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ സിസ്റ്റർമാർ പറഞ്ഞു, നിങ്ങൾ നിങ്ങളുടെ ഡോക്ടറോട് പറയാൻ പറഞ്ഞു. എപ്പോഴും എന്ന് പറയുന്ന ഡോക്ടർമാരവിടെ വന്നാൽ അപ്പം തന്നെ തിരിച്ചു പോകുന്നതാണ്. പക്ഷേ അന്നേരം എൻ്റെ മോൻ്റെ ഭാഗ്യത്തിന് ഞാൻ ഓടിച്ചെന്ന് നോക്കുമ്പം PGക്ക് പഠിക്കുന്ന ഒരു ഡോക്ടർ അവിടെ ഇരിക്കുന്നു. ഞാൻ ഡോക്ടറോട് എളുപ്പച്ചെന്ന് പറഞ്ഞു, ഡോക്ടർ ഇതുപോലെ കിരണിൻ്റെ വയറിങ്ങനെ പെരുകി വരുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഡോക്ടർ പെട്ടെന്ന് വന്ന് രാവിലത്തെ അളവ് നോക്കിയപ്പം ആ അളവിനെക്കാട്ടിൽ കൂടുതൽ മോൻ്റെ വയറ് പെരുകിയിട്ടുണ്ട്. അപ്പം തന്നെ പെട്ടെന്ന് ഡോക്ടർ അവിടുന്ന് മെയിൻ ഡോക്ടർക്ക് മെസ്സേജ് അയച്ചു, അവിടുന്ന് എത്രയും പെട്ടെന്ന് മോനെ CT സ്കാൻ എടുക്കാനായിട്ട് കൊണ്ടുപോവാം. അപ്പം ഞങ്ങൾ കൊണ്ടുപോയാലൊന്നും പറ്റത്തൊന്നുമില്ല. അവിടുത്തെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് തിരക്കും കാര്യങ്ങളും എല്ലാവർക്കും അറിയാം. എല്ലാവർക്കും സീരിയസ് ആണ്, നമ്മുടെ ഒന്നും അല്ല സീരിയസ്. അവിടുന്ന് എൻ്റെ ഈശോയുടെയും മാതാവിൻ്റെയും കൃപയാൽ എൻ്റെ മാതാവ് അവിടെ ഇറങ്ങി വന്ന് ഈശോയെ ഇറക്കി വിട്ടതുപോലെ ആ ഡോക്ടർ തന്നെ മോനെ എത്രയും പെട്ടെന്ന് സ്ട്രെച്ചർ എടുക്കുന്നു, മോനെ എടുക്കുന്നു, പിടിക്കുന്നു, ഞങ്ങളുടെ കൂടെ നിൽക്കുന്നു. എല്ലാത്തിനും ആ ഡോക്ടർ തന്നെ എല്ലാത്തിനും എത്രയും പെട്ടെന്ന് ഡോക്ടർ തന്നെ സ്ട്രെച്ചറെ കയറ്റി എടുത്ത് വലിച്ചുകൊണ്ടങ്ങ് ഓടുക. അന്നേരത്തേക്കും മോന് വയറങ്ങ് പെരുകി, മോന് ശ്വാസം കിട്ടാത്ത പോലെ വയറങ്ങ് പെരുകി. അവിടുന്ന് CT സ്കാൻ എടുക്കാനായിട്ട് അവിടെ കൊണ്ടുവന്നപ്പോഴും അവിടെ അവർക്കതൊന്നും ഒരു പ്രശ്നമല്ലല്ലോ, അവർ ചെയ്യത്തില്ല. അവിടുന്ന് ഞാൻ വിളിച്ചു നോക്കിക്കൊണ്ട് ഓടിച്ചെന്ന് പറഞ്ഞു, എൻ്റെ മോൻ ഇത്രയും പ്രായമേ ഉള്ളൂ, എൻ്റെ മോനെ എത്രയും പെട്ടെന്ന് സ്കാൻ ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ അവർ പെട്ടെന്ന് ഇവന് അലർജി ഉണ്ടോ എന്നൊക്കെ നോക്കണം, അതെല്ലാം നോക്കി. അപ്പോഴത്തേക്ക് എന്തോ 3 ദിവസം ആയപ്പോഴത്തേക്കും മോൻ്റെ വയറ് പഴുത്ത് മൂക്കിൽ കൂടെ ട്യൂബ് ഇട്ടേക്കുക. ട്യൂബിൽ കൂടെ പഴുപ്പും ചോരയും കൂടെ ഒഴുകാൻ തുടങ്ങി. അപ്പോൾ എൻ്റെ മോൻ ചോദിച്ചത്, എന്തോ അമ്മ യൂറിനാണോ മൂക്കിൽ കൂടെ വരുന്നത്? കുഞ്ഞിന് എന്തോന്ന് അറിയുന്നില്ല, അത്ര സീരിയസ് ആയിപ്പോയി. അവിടുന്ന് CT സ്കാൻ ചെയ്ത് അപ്പോൾ ആ ഡോക്ടർ തന്നെ പെട്ടെന്ന് ഞങ്ങൾക്കൊന്നിനും പോകണ്ട, ഞാനങ്ങ് സ്ട്രക്കായിപ്പോയി. അപ്പോൾ ഡോക്ടർ തന്നെ എല്ലാ കാര്യത്തിനും ഓടി നടന്ന് ചെയ്തിട്ട് ആ റിസൾട്ട് ഡോക്ടർ തന്നെ ഞങ്ങളോട് പറഞ്ഞു, മോനെ എത്രയും പെട്ടെന്ന് വാർഡിലോട്ട് കൊണ്ടുപോയിക്കോളാൻ പറഞ്ഞു. അന്നേരം ഡോക്ടർ തന്നെ ഓടിപ്പോയി റിസൾട്ട് പോയി മേടിച്ചു. അപ്പോഴൊക്കെ ഞാൻ കൈവിടുന്നില്ല. അപ്പോഴൊക്കെ ഈ മാതാവിൻ്റെ ഈ ഫോട്ടോ ഞാൻ ഇവിടുന്ന് പോകുമ്പോൾ എൻ്റെ കൈ മേടിച്ച ഫോട്ടോയാണ്. ഈ ഫോട്ടോ ഇതുപോലെ നെഞ്ചിന് ചേർത്ത് ഞാൻ ഒറ്റ പിടുത്തം പിടിച്ചേക്കുക. ഞാൻ എങ്ങോട്ടും മാറത്തില്ല, ഫോട്ടോയും മാറ്റത്തില്ല. അവിടുന്ന് അവരെല്ലാവർക്കും അറിയാം അമ്മമാരുടെ ദുഃഖം എന്താണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. അവിടുന്ന് ഡോക്ടർ തന്നെ പെട്ടെന്ന് നിങ്ങൾ വാർഡിൽ കൊണ്ടുപോയിക്കോളാൻ പറഞ്ഞു. ഞങ്ങൾ വാർഡിലോട്ട് കൊണ്ടുപോയി ഡോക്ടർ പറഞ്ഞു, ഞാൻ റിസൾട്ട് മേടിച്ചിട്ട് നിങ്ങൾ പൊക്കോളാൻ പറഞ്ഞു. അപ്പോഴത്തേക്കും എൻ്റെ മാതാവ് വന്നതുപോലെ ഒരു ലേഡി ഡോക്ടർ, അപ്പോൾ ഈ ഡോക്ടർ എന്ത് ചെയ്തു, ഞങ്ങളുടെ ഒപ്പം വരാനായിട്ട് ഒരു ലേഡി ഡോക്ടറെ കൂടി ഞങ്ങളുടെ കൂടെ പറഞ്ഞു വിട്ടു. കാരണം മോൻ അത്ര സീരിയസാണ്, ഞങ്ങൾ തന്നെ പോയി അവിടെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ഇവർ രണ്ടുപേരോട് ഓടി നടന്ന് എല്ലാ കാര്യങ്ങളും ചെയ്തു. ഞങ്ങൾ മോനെ വാർഡിലോട്ട് സ്ട്രെച്ചറിൽ അങ്ങോട്ട് എടുത്ത് ബെഡിലോട്ട് കിടത്തിയതേ ഉള്ളൂ. അപ്പോഴത്തേക്ക് ഡോക്ടർ എൻ്റെ കൂടെ ഉള്ള ഒരാൾക്ക് ഫോൺ വിളിക്കുന്നു. ഞങ്ങൾ ഫോൺ നമ്പർ മേടിച്ചിട്ടുണ്ടായിരുന്നു. മോനെ എത്രയും പെട്ടെന്ന് ICUലോട്ട് കൊണ്ടുവരാൻ പറയുന്നു. ഞങ്ങൾ ആ ചെന്ന സ്ട്രെച്ചറിൽ തന്നെ മോനെ എടുത്ത് കിടത്തിക്കൊണ്ട് പെട്ടെന്ന് ICU കൊണ്ടുപോയതുമല്ല. അവിടെ ചെന്നപ്പോഴത്തേക്കും മോനെ ഒന്നും പറയാനില്ല. മോൻ്റെ പാൻക്രിയാസിൻ്റെ ഭാഗം കട്ടായി മോൻ്റെ വയറ് ഫുള്ള് പഴുപ്പും ചോരയായിപ്പോയി. ഒന്നും ഡോക്ടർമാർക്കൊന്നും പറയാൻ പറ്റത്തില്ല. അവരെല്ലാം പറഞ്ഞ് ഞങ്ങളെ വിളിച്ചു. നിമിഷ നേരം കൊണ്ട് എവിടുന്ന് വന്ന് എങ്ങനെ വന്നെന്നൊന്നും അറിയത്തില്ല. ഇത്രയും സജ്ജീകരണങ്ങളോട് കൂടി ഡോക്ടർമാരും വന്ന് എല്ലാവരും മെയിൻ ഡോക്ടർമാർ നല്ലൊരു സെറ്റ് ഡോക്ടർമാരെ എൻ്റെ മോന് കിട്ടി. എൻ്റെ ഈശോയും മാതാവോട് എത്തിച്ചു. അങ്ങനെ നിമിഷ നേരം കൊണ്ട് എല്ലാ കാര്യങ്ങളും 11 മണി മുതലാണിത്. അവിടുന്ന് മോനെ എത്രയും പെട്ടെന്ന് ICU കൊണ്ടുവന്ന് കയറ്റി അവർ മുന്നോട്ടുള്ള കാര്യങ്ങൾ ഡോക്ടർമാർ തന്നെ ചെയ്യുക, എല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുക. ആ കൂട്ടത്തിൽ ഡോക്ടർമാർ തന്നെ ഇൻഷുറൻസ് തയ്യാറാക്കാനെ കൊണ്ട് പോകുന്നു, ഇതിന് പോകുന്നു എല്ലാം പെട്ടെന്ന് റെഡിയാക്കുക. അപ്പം ഞങ്ങളോട് മോൻ്റെ സീരിയസ് കാര്യങ്ങൾ വിളിച്ച് സംസാരിച്ചു. അവർക്ക് 1% പോലും അവർക്കൊരു ഉറപ്പില്ല.
മോൻ്റെ കാര്യത്തിൽ. കാരണം അവർ ആ പാൻക്രിയാസിൻ്റെ പടം ഞങ്ങളെ വരച്ച് കാണിച്ചിട്ട് അതിനകത്ത് സംഭവിച്ചിരിക്കുന്ന കാര്യങ്ങൾ എന്തെല്ലാം എല്ലാം ഞങ്ങളെ ബോധ്യപ്പെടുത്തി. ഞാൻ കരഞ്ഞില്ല, ഒരു തുള്ളി കണ്ണുനീര് എൻ്റെ കണ്ണുനീര് വന്നില്ല. കാരണം ഞാൻ ഇപ്പോൾ എനിക്ക് സങ്കടം വരുമോ, ഞാൻ അപ്പോഴും ഞാൻ വെച്ച് ഡോക്ടർമാർക്ക് എന്തും പറയാമല്ലോ, ഡോക്ടർമാരല്ല തീരുമാനിക്കുന്നത്. കാരണം ഞാൻ ഇവിടെ നിന്നൊരു സ്ഥലത്ത് പോകുമ്പോഴേ എൻ്റെ മക്കളെ 2 പേര് അമ്മയെ ഏൽപ്പിച്ചിട്ടാണ് പോയത്. കാരണം ഞാൻ ഈ ഫോട്ടോ എടുക്കാൻ കാരണം ഇവിടുന്ന് ഞാൻ നേരത്തെ ഒരു ഫോട്ടോ മേടിച്ച് വീട്ടിൽ തിരികെ എത്തിക്കുന്നുണ്ട്. ആ ഫോട്ടോ ഞാൻ എടുത്തുകൊണ്ട് പോയില്ല. കാരണം ആ ഫോട്ടോ എടുത്തുകൊണ്ട് പോയാൽ അമ്മ വീട്ടിൽ നിന്ന് എൻ്റെ കൂടെ അങ്ങ് ഇറങ്ങി വരത്തില്ലേ. അപ്പോൾ എൻ്റെ വീട്ടിൽ അമ്മയുടെ സ്ഥാനമില്ല. അതുകൊണ്ട് ആ ഫോട്ടോ ഞാൻ എടുക്കാതെ ഈ ഫോട്ടോ മേടിച്ചുകൊണ്ട് പോയത്. അപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്ക് അറിയില്ല മക്കൾ എന്ത് തെറ്റ് ചെയ്യുന്നു, മക്കൾ ഏതിലേ പോകുന്നു, എന്ത് ചെയ്യുന്നു എനിക്കറിയില്ല, പക്ഷെ എൻ്റെ അമ്മയ്ക്ക് അറിയാമെന്ന് പറഞ്ഞു. അങ്ങനെ അമ്മയെ പൂർണ്ണമായിട്ട് ഏൽപ്പിച്ചിട്ടാണ് ഞാൻ പോയത്. അപ്പോൾ എനിക്ക് വിശ്വാസമുണ്ട്, ഇനി ഡോക്ടർമാർ എന്തും പറഞ്ഞോട്ടെ എൻ്റെ മോനെ എനിക്ക് തിരിച്ചു തരുമെന്ന് എനിക്ക് ഉറപ്പുണ്ടായിരുന്നു. എന്നിട്ട് ഡോക്ടർമാർ എന്നെ എല്ലാ കാര്യങ്ങളും പറഞ്ഞു. പിന്നെ ഓപ്പറേഷൻ സമയത്ത് എന്ത് സംഭവിക്കാം, മയക്കുമ്പോൾ എന്ത് സംഭവിക്കാം, ഓപ്പറേഷൻ കഴിഞ്ഞാലും അവർക്കൊരു ഉറപ്പുമില്ല. പിന്നെ 14 ദിവസം വെന്റിലേറ്ററിൽ കിടക്കണം. മോൻ അത് കഴിഞ്ഞാലും ബോധം കിട്ടുമെന്നൊന്നും ഞങ്ങൾക്കൊരു മോൻ നേരെ ആവുമെന്നൊന്നും ഒരു ഉറപ്പ് പറയാൻ പറ്റില്ല. പിന്നെ ഫുഡ് കൊടുക്കുന്നത് ട്യൂബിൽ കൂടെ ഇനിയും കൊടുക്കാനൊക്കത്തുള്ളൂ. അത് എത്ര കാലം കൊടുക്കേണ്ടി വരും എന്ന് ഞങ്ങൾക്ക് പറയാൻ പറ്റത്തില്ല. എല്ലാം കൊണ്ടും അവർ കൈ ഒഴിഞ്ഞു. പിന്നെ അവരുടെ ഒരു ഇതിൽ അവർ ചെയ്യുന്നെന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ പ്രാർത്ഥിച്ചോളാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു, എന്നോട് ചോദിച്ചു ഓപ്പറേഷൻ ചെയ്യട്ടെ, ചെയ്തോളാൻ പറഞ്ഞു. പക്ഷെ ഞാൻ ഒപ്പിട്ട് കൊടുത്തില്ല. മോൻ്റെ അച്ഛനും മോൻ്റെ അപ്പയും കൂടി ഒപ്പിട്ട് കൊടുത്തു, ഓപ്പറേഷൻ ചെയ്തു. പക്ഷേ അവിടെ എല്ലാം എൻ്റെ അമ്മയുടെ ഈശോയുടെ അനുഗ്രഹം ഉണ്ടായിരുന്നു. 7 മണിക്കൂറത്തെ ഓപ്പറേഷനായിരുന്നു. വെളുപ്പിനെ വൈകിട്ട് 5:30 ഓപ്പറേഷന് കയറ്റിയ മോൻ്റെ ഓപ്പറേഷൻ കഴിഞ്ഞത് രാത്രി 11:30 ഓപ്പറേഷൻ കഴിഞ്ഞത്. മോനെ 11:30 ഓപ്പറേഷൻ കഴിഞ്ഞ് ഇറങ്ങി വന്നപ്പോൾ തന്നെ ഡോക്ടർമാർ പറഞ്ഞു എല്ലാം ഓക്കെയാണ്, ഓപ്പറേഷൻ എല്ലാം കഴിഞ്ഞു എന്ന് പറഞ്ഞു. ഒരു കുഴപ്പമില്ല എന്ന് പറഞ്ഞു. ഈ മോനെ ഓപ്പറേഷൻ തിയേറ്ററിലോട്ട് കയറ്റി അന്നേരം മുതൽ ഞാൻ വന്ന് ഐസിയുവിൻ്റെ വാതിലിൽ വന്നും ഈ ഫോട്ടോ എൻ്റെ അമ്മയുടെ ഫോട്ടോയും നെഞ്ചത്ത് വെച്ച് തിരിയും കത്തിച്ച് ഇരുന്നൊറ്റ പ്രാർത്ഥന. ഞാൻ എങ്ങോട്ടും പോയതുമില്ല, ഒന്നില്ല. 6-7 മണിക്കൂർ ഒറ്റ ഇരിപ്പ് അവിടെ ഇരുന്നു, തിരിയും കത്തിച്ച് പ്രാർത്ഥിച്ച് അവിടെ ഇരുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഡോക്ടർ ഓപ്പറേഷൻ കഴിഞ്ഞു എങ്കിലും മോൻ എപ്പം ബോധം വീഴുമെന്നൊന്നും ഡോക്ടർമാർക്ക് പറയാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പം പിന്നെ 14 ദിവസം ICU വെന്റിലേറ്ററിൽ കിടക്കണം. എങ്കിലും അത് കഴിഞ്ഞാലും മോൻ കാര്യം പറയുമോ, ഫുഡ് എന്ന് കൊടുക്കാൻ പറ്റും, നോർമൽ രീതിയിൽ കൊടുക്കാൻ പറ്റും എന്നൊന്നും ഇവർക്കൊരു ഉറപ്പുമില്ല. 1% പോലും അവർക്ക് ഉറപ്പില്ല. അപ്പോഴൊന്നും ഞാൻ തകർന്നില്ല. ഞാൻ തകർന്നു. പക്ഷേങ്കിൽ അവിടെ എല്ലാം എൻ്റെ മോൻ്റെ മുഖവും എൻ്റെ മാതാവിൻ്റെ ഈശോയുടെ മുഖം, അവർ 3 ഉള്ളൂ എൻ്റെ മുന്നിൽ, വേറെ ഒന്നുമില്ല. ICUവിൻ്റെ മുമ്പിൽ 100 കണക്കിന് ആൾക്കാരിരിക്കുന്നു, പക്ഷേ അവരൊന്നും എൻ്റെ മുമ്പിലില്ല. അപ്പോൾ പിറ്റേ ദിവസം രാവിലെ മോനെ രാവിലെ 8 മണിക്ക് എന്നെ ഡോക്ടർ വിളിക്കുന്നു. ബുധനാഴ്ച ഓപ്പറേഷൻ കഴിഞ്ഞ് രാവിലെ 8 മണിക്ക് ഡോക്ടർ എന്നെ വിളിക്കുന്നു. ഡോക്ടർ വിളിക്കുമ്പോഴേ നമ്മൾ ജീവൻ കളഞ്ഞ് ഓടിപ്പോകുന്നു. ഞാൻ മാതാവിൻ്റെ കാശുരൂപവും തൈലവും ഇല്ലാതെ ഞാൻ പോകത്തേ ഇല്ലായിരുന്നു. ഞാൻ ഓടി അവിടെ ചെന്നു. അപ്പോൾ ഡോക്ടർ പറയുന്നത് കിരണിന് ബോധം വീണു, കിരൺ സംസാരിച്ചു എന്ന് പറഞ്ഞു. എന്നിട്ട് അവർക്ക് അത്ര സംസാരിച്ചെങ്കിലും വെന്റിലേറ്ററിൽ നിന്ന് മാറ്റാൻ പറ്റത്തില്ല. വെന്റിലേറ്റർ മാറ്റിയപ്പോൾ മോന് 17-18 എന്നുള്ളത് 30-32 പോവുക. എത്ര ദിവസം കൂടെ വെന്റിലേറ്ററിൽ കിടക്കാൻ പറ്റുമെന്ന് ഡോക്ടർ ഒരു ഉറപ്പ് പറയുന്നില്ല. ഞാൻ കയറി കണ്ടു. ഒരമ്മമാരും സഹിക്കത്തില്ല, ആർക്കും സഹിക്കാം, ഒരമ്മമാർക്കെന്നല്ല ആർക്കും സഹിക്കാൻ പറ്റത്തില്ല. അതേ അവസ്ഥ ഞാൻ കയറിയാണ് മോനെ കണ്ടിട്ട് ഞാൻ അവിടുന്ന് പറഞ്ഞു. അപ്പം ഞാൻ മാതാവിൻ്റെ തൈലവും കൊണ്ടാണ് കയറിയത്. തൈലവും കൊണ്ട് കയറി ഞാൻ സിസ്റ്റർമാർ മെയിൻ അവിടുത്തെ അതോ ഏറ്റവും വലിയ ICU തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ പോയിട്ടുള്ളവർക്കറിയാം. MD ICU എന്ന് പറയും, നമ്പർ 1 MD ICU എന്ന് പറഞ്ഞാൽ അതിൽ നമ്പർ 1 ഒരു 14 ബെഡേ അതിനകത്ത് ഒരെണ്ണത്തിലാണ് എൻ്റെ മോന് അഡ്മിഷൻ കിട്ടിയത്. അപ്പോൾ ഞാനത് അത് കയറിയിട്ട് എന്ത് ചെയ്ത് തൈലം, സിസ്റ്റർമാരും ആരും കാണാതെ തൈലം പെട്ടാൻ തുടങ്ങി. അപ്പോൾ ഒരു ലേഡി ഇങ്ങനെ വന്നിട്ട് പറഞ്ഞു, സിസ്റ്റർ ഇങ്ങോട്ട് വന്നു. സിസ്റ്റർ വന്നിട്ട് ചോദിച്ചു, എന്തോ മറയ്ക്കുന്നത്, കൃപാസനത്തിലെ തൈലമാണോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞാന്ന്, ധൈര്യത്തെ പറ്റിക്കോ, അമ്മയുടെ ധൈര്യത്തെ പറ്റിക്കോളം പറഞ്ഞു. അത് ഞാൻ ഉറച്ച് വിശ്വസിക്കുന്നു, എൻ്റെ മാതാവ് തന്നെയാണെന്ന് ഉറച്ച് വിശ്വസിക്കുന്നു. അല്ലെ ആ ICUലൊന്നും ഒരു തുണ്ട് പേപ്പർ ഒന്നും കൊണ്ട് കയറാൻ പറ്റാത്ത ഒരു ICU ആണ്. അവിടെ ഞാൻ മോനെ കാണാൻ ഒരു ദിവസം 5 പ്രാവശ്യം കയറുകയും ചെയ്യുമായിരുന്നു. അപ്പം ഞാൻ എൻ്റെ അമ്മയോട് പറഞ്ഞു, അമ്മ എനിക്കിനി എൻ്റെ മോനെ ഇങ്ങനെ കാണണ്ട, എനിക്ക് ഈ വെന്റിലേറ്ററിൽ കിടക്കുന്ന കാണുമേ വേണ്ട. കാരണം ഞാൻ ഇങ്ങനെയല്ല എൻ്റെ അമ്മയെ ഏൽപ്പിച്ചിട്ട് ഞാൻ പോയത്. അപ്പോൾ അമ്മയെ ഞാൻ എങ്ങനെയാണോ എൻ്റെ മക്കളെ ഏൽപ്പിച്ചിട്ട് പോയത് അതുപോലെ എനിക്ക് തിരിച്ചു തരണമെന്ന് പറഞ്ഞു. വ്യാഴാഴ്ച എന്നിട്ട് ഞാൻ എന്ത് ചെയ്ത് പിറ്റേ ദിവസം വെള്ളിയാഴ്ച തിരുവനന്തപുരത്ത് ഞാൻ വെളുപ്പിനെ ഞാൻ ഇവിടെ വന്നു, അച്ഛനെ കാണാനായിട്ട് വന്നു. ഞാൻ ഇവിടെ വന്നപ്പോഴേ ഞാൻ രോഗികളുടെ ടോക്കൺ കൊടുത്ത് കഴിഞ്ഞു. ടോക്കൺ കൊടുത്തു കഴിഞ്ഞപ്പോൾ എനിക്ക് അപ്പം മോൻ്റെ വെന്റിലേറ്ററിൽ കിടക്കുന്ന ഫോട്ടോ വേണമെന്ന് പറഞ്ഞു. ഫോട്ടോ ഇല്ല, മറ്റ് രേഖകളും കൊണ്ടാണ് ഞാൻ വന്നത്. മോൻ്റെ സാധാരണ ഒരു ഫോട്ടോയും കൊണ്ടുവന്നു. അപ്പോൾ അവിടെ നിന്ന് മാനേജർ ടോക്കൺ തരത്തില്ല. ഞാൻ പറഞ്ഞു എനിക്ക് തന്നേ പറ്റൂ. അപ്പോൾ അവിടെ ഇരിക്കുന്ന അച്ഛനെ കണ്ട് പ്രാർത്ഥിച്ചിട്ട് പോകാൻ പറഞ്ഞു. ഞാൻ പറ്റത്തില്ല, എനിക്ക് ജോസഫ് അച്ഛനെ തന്നെ കാണണമെന്ന് പറഞ്ഞ് ഞാൻ വലിയ കിടന്ന് വിളിച്ചു പോയി. എനിക്ക് എൻ്റെ മോൻ ഇന്ന പോലൊരു സാഹചര്യമാണെന്ന് പറഞ്ഞു.
അപ്പം മാനേജർ പിന്നെ വേറെ ഒന്നും നോക്കിയില്ല, പെട്ടെന്ന് തന്നെ ടോക്കൺ എഴുതി തന്നു. ഞാൻ ആ ടോക്കണും കൊണ്ട് ഓടി ഇവിടെ വന്നിരുന്നപ്പോഴേ ഇവിടെ ഒരുപാട് രോഗികളെ കാണേണ്ട ടോക്കൺകാരിരിക്കുന്നു. അപ്പം എനിക്ക് തിരിച്ച് മോൻ്റെ അടുത്ത് ചെല്ലണം. അപ്പം ഞാൻ എന്ത് ചെയ്ത് ഫ്രണ്ടിലോട്ട് തെള്ളിക്കയറി നിന്നു. എൻ്റെ വിചാരം ഫ്രണ്ടിലോട്ട് തെള്ളിക്കയറി നിന്ന് ആദ്യമേ കണ്ടിട്ട് ഓടിപ്പോകാമല്ലോ. അപ്പോൾ ആ സിസ്റ്റർ പറഞ്ഞു എല്ലാവരും പുറമോട്ട് മാറി നിൽക്കി, ടോക്കൺ നമ്പറിൻ്റെ അടിസ്ഥാനത്തിൽ വിളിക്കത്തുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പേടിച്ച് നിന്ന് കരഞ്ഞു. എപ്പോഴിനിയും പോകാനല്ല, ലാസ്റ്റല്ല എന്നെ വിളിക്കത്തുള്ളൂ. അപ്പം ഞാൻ പുറമോട്ട് മാറി നിന്ന് നോക്കിയപ്പോൾ എത്ര, എൻ്റെ നമ്പർ 4. 10-30 പേരെ വിളിച്ച് എഴുതി കൊടുത്തു കഴിഞ്ഞിട്ട് എനിക്ക് കിട്ടിയ നമ്പർ 4. അപ്പം ഞാൻ ഉറച്ച് വിശ്വസിക്കുന്നു, ഞാൻ അവിടുന്ന് തലേന്ന് പോരാൻ ഒരുങ്ങിയപ്പോഴേ അമ്മ ഇവിടെ എനിക്ക് വേണ്ടി 4 എന്നൊരു നമ്പർ മാറ്റി വെച്ചിരുന്നു. ഇന്ന് ഇത്രയും അന്നത്തെ തിരക്കെന്ന് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത തിരക്കാണ്. 1 മണിക്കൂർ കൊണ്ട് ഞാൻ ഇവിടെ വന്ന് എല്ലാ കാര്യങ്ങളും സാധിച്ചിട്ട് 4 മണിയായി തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ചെന്നപ്പോൾ തന്നെ ഞാൻ മോനെ കണ്ട്, അച്ഛനെ കണ്ട്, അച്ഛൻ കാശ് രൂപം തന്നു. ഞാൻ അതുകൊണ്ട് മോൻ്റെ അടുത്ത് ചെന്ന് അത് കഴിഞ്ഞിട്ട് അപ്പം ഞാൻ തലേന്ന് ഞാൻ പറഞ്ഞിട്ട് അവിടെ നിന്ന് ഇറങ്ങുന്നത്, എൻ്റെ മാതാവേ, ഞാൻ എൻ്റെ അമ്മയുടെ അടുത്ത് കുഞ്ഞിനെ അവിടെ ഏൽപ്പിച്ചിട്ട് ഞാൻ ഇങ്ങോട്ട് വരികയാണ്. ഞാൻ ഇവിടുന്ന് തിരിച്ചിറങ്ങുന്നതിന് മുമ്പ് എൻ്റെ പൊന്നു മോൻ്റെ വെൻറ്റിലേറ്റർ അവനെ മാറ്റിയിരിക്കണം, എനിക്കിനി ഇത് കാണാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞു. ഞാൻ കായംകുളത്ത് വന്നപ്പോൾ 8 മണിക്ക് കായംകുളത്ത് വന്നപ്പോൾ എൻ്റെ ഈ ചേച്ചി വിളിച്ച് പറയുന്നു, എടി മോൻ്റെ ഡോക്ടറിനെ വിളിച്ച് മോനെ വെൻറ്റിലേറ്ററിൽ നിന്ന് മാറ്റിയെന്ന് പറഞ്ഞു. 14 ദിവസം വെൻറ്റിലേറ്റർ കിടക്കുമെന്ന് പറഞ്ഞ് മോനെ 7 മണിക്കൂർ പോലും എൻ്റെ മാതാവ് കിടത്തിയില്ല. അവിടുന്ന് ഞാൻ തിരിച്ച് ഇവിടെ വന്നിട്ട് അച്ഛനെ കണ്ടിട്ട് തിരിച്ചിറങ്ങിയില്ല. വാതിൽ ചെന്നപ്പോൾ എന്നെ വീണ്ടും ചേച്ചി 11:30 ആയപ്പോൾ എന്നെ വിളിച്ച് പറയുന്നു, എടി മോൻ അപകടനില തരണം ചെയ്തു എന്ന് പറഞ്ഞു. 2ാമത്തെ ദിവസം ഡോക്ടർമാർ ഉറപ്പും പറയാത്ത ഡോക്ടർമാർ. അവിടുന്ന് ഞാൻ ഇവിടുന്ന് വീട്ടിൽ ആശുപത്രി ചെന്നു. കാശ് രൂപം മോൻ്റെ അച്ഛൻ തന്നിട്ട കാശ് രൂപം മോൻ്റെ തലക്കീഴി വെച്ചിരുന്ന് പ്രാർത്ഥിച്ചു. അന്ന് മുതൽ മുന്നോട്ട് ഓരോ പടി മോന് ദിവസത്തിന് മാറ്റങ്ങളും മാത്രമാണ്. പക്ഷേ ഞാൻ ആരോടും പറയത്തില്ലായിരുന്നു. കാരണം മോന് നല്ല പനിയുണ്ടായിരുന്നു. പനിയായിട്ട് ചുമച്ച് മോൻ്റെ കുത്തിക്കെട്ടങ്ങ് പൊട്ടി. വീണ്ടും ഒരു റീ ഓപ്പറേഷനൂടെ ഉണ്ടെന്ന് ഡോക്ടർമാർ പറഞ്ഞു. അത് കാരണം മോനെ ഈ ഓപ്പറേഷൻ ചെയ്തിട്ട് അവിടെ സ്റ്റിച്ചിട്ടിട്ടില്ലായിരുന്നു. പുറത്ത് മാത്രം ഒരു സ്റ്റിച്ചിട്ടിട്ട് ഫുള്ള് മുറിവ് ഫുള്ള് ഉള്ളിൽ ഓപ്പണാക്കി വെച്ചേക്കുക. അപ്പം മോന് പനി കാരണം ചുമച്ചപ്പോൾ എന്ത് ചെയ്ത് 2 സ്റ്റിച്ച് അങ്ങ് പൊട്ടി. 2 സ്റ്റിച്ച് പൊട്ടിയപ്പോഴത്തേക്ക് ഇവിടുന്ന് ഇവിടെ വരെ അങ്ങ് പൊളന്നു പോയി. അപ്പോൾ ഡോക്ടർമാർക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല, സ്റ്റിച്ചിടാനും പറ്റത്തില്ല, ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അപ്പം ഞാൻ ഓരോ ദിവസങ്ങളും കയറി ചെല്ലുമ്പോഴും ഡോക്ടർമാർക്ക് അങ്ങ് നമ്മളിട്ടങ്ങ് പേടിപ്പിക്കുക. മഞ്ഞപ്പിത്തം വരും, ന്യൂമോണിയ വരും, അങ്ങനെ വരും. അപ്പോൾ എല്ലാ കാര്യങ്ങളും പറഞ്ഞ് നമ്മളെ അങ്ങ് ഏത് രീതിയിലും കുഞ്ഞിന് എന്ത് സംഭവിക്കാം അതേ രീതിയിൽ ഡോക്ടർമാർ നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അവിടെ എല്ലാം എൻ്റെ മാതാവ് ഈശോയുടെ കാത്ത് മോൻ അവിടെ ഡോക്ടർമാരൊക്കെ എന്ന് പറഞ്ഞ് എന്ത് നല്ലൊരു അനുഗ്രഹമായിരുന്നു, നല്ല പരിഗണനയായിരുന്നു. അവിടുന്ന് ഈ ആ ICU എന്ന് പറഞ്ഞ് 1-2 ദിവസത്തിൽ കൂടുതൽ ആ ICU കിടത്തത്തില്ല. ICU കിടക്കുന്നവർ അങ്ങോട്ട് കൊണ്ട് കയറ്റിൽ പിന്നെ ജീവനോടെ വെളിയിലിട്ട് കിട്ടത്തില്ല. അങ്ങനെ ആ ICUവിൽ എല്ലാവരും പ്രാർത്ഥിക്കുന്നത് ICUവിൽ എത്രയും പെട്ടെന്ന് വെളിയിൽ ഇറക്കണേന്ന്. പക്ഷെ ഞാനും എൻ്റെ മോനും പ്രാർത്ഥിച്ചത് ICUവിൽ തന്നെ കിടത്തണേന്നാണ്. കാരണം അതുപോലെ നല്ല ശ്രദ്ധയായിരുന്നു ഡോക്ടർമാർ മോന് കൊടുത്തത്. അവിടെ 13 ദിവസം മോൻ ആ തിരുവനന്തപുരത്ത് ഏറ്റവും വലിയ ICU കിടന്നു. അവിടുന്ന് പിന്നെ എന്നെ 13ാമത്തെ ദിവസം ഡോക്ടർ വിളിച്ചിട്ട് പറഞ്ഞു, കിരണിനെ മിക്കവാറും വാർഡിലോട്ട് മാറ്റുമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, ഡോക്ടറെ വാർഡിലോട്ട് മാറ്റരുത്, ഈ അവസ്ഥയിൽ മുറിവിന് ഭയങ്കര മുറിവും കാര്യങ്ങളും ഒക്കെയാണ്. അപ്പം അത് ട്യൂബ് ഇട്ടേക്കുന്ന 5 ട്യൂബാണ് എൻ്റെ പൊന്നു മോൻ്റെ ദേഹത്ത് കിടന്നത്. 2 സൈഡിൽ ഈ 2 യൂറിൻ്റെ ട്യൂബ്, അങ്ങനെ 5 ട്യൂബാണ് കിടന്നത്. ഈ മുറിവ് ഇതെല്ലാം കൂടെ ആയപ്പോഴത്തേക്ക് നമുക്ക് താങ്ങാൻ പറ്റത്തില്ല, നമുക്ക് കാണാനും പറ്റത്തില്ല. അപ്പം ഞാൻ ഡോക്ടർമാരോട് പറഞ്ഞു, ഡോക്ടറെ താഴത്തെ ICUവിലോട്ട് മാറ്റി. അപ്പോൾ ഡോക്ടർ പറഞ്ഞു, ഞങ്ങളല്ല തീരുമാനിക്കുന്നത്, അതിൻ്റെ മെയിൻ ഡോക്ടറാണ് തീരുമാനിക്കുന്നത്. അപ്പം ഞാൻ കാശ് രൂപം കൈ മുറുക്കി പിടിച്ചിട്ടിരിക്കുക. ഞാൻ പറഞ്ഞു, ഡോക്ടർ അല്ലല്ലോ തീരുമാനിക്കുക. ഞാൻ മനസ്സിൽ പറഞ്ഞു, ഡോക്ടർ അല്ലല്ലോ തീരുമാനിക്കുന്നത്, എൻ്റെ അമ്മയും ഈശോയും തീരുമാനിച്ചോളൂ എന്ന് പറഞ്ഞു. ഞാൻ അവിടെ നിന്ന് ഇറങ്ങിപ്പോന്നു, രാവിലെ ഇറങ്ങിപ്പോന്നു. 4 മണിയായപ്പോൾ കിരണിൻ്റെ ആളെ വിളിച്ച് ഞാൻ ഓടിച്ചെന്നപ്പോൾ ഇവനെ സ്ട്രെച്ചറെ കയറ്റി കിടത്തിയേക്കുക. അപ്പം കുഞ്ഞ് കരയുക. അവനും ICU നിറക്കാൻ പേടിയാണ്, കാരണം വാർഡിലോട്ട് മാറ്റിയ കുഞ്ഞ് അതുപോലെ വേദന തിന്നു. അപ്പം ഞാൻ പറഞ്ഞു, അപ്പം ഡോക്ടർ എന്നോട് സിസ്റ്റർ പറഞ്ഞു, കിരണിനെ വാർഡിലോട്ടല്ല മാറ്റുന്നത്, തൊട്ടടുത്ത് താഴത്തെ ICUവിലോട്ടാണ് മാറ്റുന്നതെന്ന് പറഞ്ഞു. അങ്ങനെ 20 ദിവസം എൻ്റെ മോനെ ICU കിടന്നു. അവിടുന്ന് ഈ 2 ICU വാർഡിൽ കിടന്നപ്പോൾ നമ്മൾ കുറേശ്ശെ പൈസ അടയ്ക്കണം അവിടെ. ഇതൊന്നും നമുക്ക് അവിടെ അടയ്ക്കേണ്ടി വന്നില്ല. എല്ലാം എൻ്റെ മാതാവിൻ്റെ ഈശോയുടെയും കൃപ അതെല്ലാം നമുക്ക് ഇളവ് ചെയ്തു തന്നു. അതുപോലെ തന്നെ മോനെ വാർഡിൽ മാറ്റി കഴിഞ്ഞിട്ടും 26 ദിവസം ICU വാർഡിൽ തന്നെ അവനെ കിടത്തി. വേറെ സാധാരണ വാർഡിലോട്ടൊന്നും മാറ്റിയില്ല. അവിടുന്ന് ഇന്നിപ്പോൾ ഇതേ ഗതിയിൽ. കാരണം അന്നൊരു ഡോക്ടർമാർ പറഞ്ഞു, ഇനിയും ഇതെല്ലാം കഴിഞ്ഞാലും ഫുഡ് കഴിക്കാൻ ഒക്കുമോ, പഴയ ഇതിൽ കഴിക്കാൻ ഒക്കുമോ, ഒന്നിനും ഒരു ഉറപ്പില്ലായിരുന്നു, ഒന്നിനും. അവിടുന്നെല്ലാം
എൻ്റെ ഈശോയും അമ്മയും കൂടെ 5 ട്യൂബ് ഇട്ടുകൊണ്ടല്ല. എന്നിട്ട് അമ്മയോടും പറഞ്ഞു മാതാവിനോടും പറഞ്ഞ് എൻ്റെ മോനെ എങ്ങനെയാണോ ഞാൻ അമ്മയുടെ കയ്യിൽ ഏൽപ്പിച്ചിട്ട് പോയത് അതുപോലെ തന്നെ എനിക്ക് കണ്ടാൽ മതി. ഈ ട്യൂബ് എല്ലാം കൂടി ഇട്ടുകൊണ്ട് ഇപ്പോൾ ഡോക്ടർമാർ പറഞ്ഞു ട്യൂബൊക്കെ എന്ന് മാറ്റാൻ പറ്റുമെന്ന് ഉറപ്പ് പറയാൻ പറ്റത്തില്ലെന്ന്. അപ്പം ഞാൻ പറഞ്ഞു ഈ ട്യൂബ് എല്ലാം കൂടി ഇട്ടുകൊണ്ട് എൻ്റെ കുഞ്ഞിന് 20 വയസ്സേ ഉള്ളൂ. എല്ലാവരും സഹതാപത്തോടെ എൻ്റെ കുഞ്ഞിനെ നോക്കണ്ട, അതെനിക്കിഷ്ടമല്ല. അവൻ നല്ല ആക്റ്റീവായിട്ട് നടക്കുന്നൊരു മോന്, അവനെ അങ്ങനെ തന്നെ എല്ലാവരും കണ്ടാൽ മതി. ഇതാണ് എൻ്റെ മോൻ ICU കിടന്നപ്പോഴുള്ള ഫോട്ടോ. 5 ട്യൂബിൽ 3 ട്യൂബും മോനെ ആശുപത്രി വെച്ച് തന്നെ മാറ്റി. അത് കഴിഞ്ഞ് 2 ട്യൂബ് കിടക്കുന്നു, ഫുഡ് കൊടുക്കുന്ന ട്യൂബും അല്ലാതെ വേറെ ട്യൂബും കിടന്ന്. അപ്പം ഞാൻ ഇവിടെ കുഞ്ഞിനെ ഡിസ്ചാർജ് ചെയ്ത അപ്പം തന്നെ ഞാൻ വീട്ടിൽ കൊണ്ടുവന്നാൽ ഞാൻ ഇവിടെ വരാമെന്ന് പറഞ്ഞു. ഞാൻ കുഞ്ഞിനെ വീട്ടിലാക്കിയിട്ട് അതിൻ്റെ പിറ്റേ ദിവസം തന്നെ ഞാൻ ഇവിടെ വന്ന് സാക്ഷി എഴുതി കൊടുത്തു. എന്നിട്ട് ഞാൻ ഇവിടെ നിന്ന് കണ്ണുനീരോട് പ്രാർത്ഥിച്ചിട്ട് പോയി. അമ്മയുടെ വണക്കമാസമായി മെയ് 15-നുള്ളിൽ മോൻ്റെ ശരീരത്തിൽ കിടക്കുന്ന എല്ലാ ട്യൂബുകളും നീക്കം ചെയ്യണമെന്ന് പറഞ്ഞു. കഴിഞ്ഞ മാസം 28-ാം തീയതി മോനെ ചെക്കപ്പിന് കൊണ്ടുപോയി ശരീരത്തിൽ കിടന്ന ട്യൂബുകളെല്ലാം നീക്കം ചെയ്ത് ഇന്ന് മോനെയും കൊണ്ട് ഞാൻ എൻ്റെ അമ്മയ്ക്കും ഈശോയ്ക്കും സാക്ഷ്യം പറയാനായിട്ടും അൽത്താരെ കൊണ്ടുവന്നതാണ്. എൻ്റെ മോൻ്റെ പാൻക്രിയാസ് 1/4 ഭാഗത്തോളം കട്ട് ചെയ്ത് പോയതാണ്. അപ്പോൾ അത് കിളിക്കുവോ എന്നൊന്നും ഡോക്ടർമാർക്ക് അറിയത്തില്ല. ഡോക്ടർമാർ മോനെ ഡിസ്ചാർജ് ആക്കിയപ്പോഴും അവനെ കണ്ട ഡോക്ടർമാരെല്ലാം വന്ന് പറഞ്ഞു ഇതൊരു അത്ഭുതം തന്നെയാണ്, നിങ്ങൾ ഏത് ദൈവത്തെയാണ് വിളിച്ചത്. അപ്പോഴും ഞാൻ നേരത്തെ പറഞ്ഞതും അങ്ങനെ തന്നെയാണ്. അമ്മയ്ക്കും ഈ ഡോക്ടർമാർക്കും എല്ലാവർക്കും അതിശയം വരത്തക്കതായിട്ട് അവർ ചോദിക്കണം എന്നോട്, ഏത് ദൈവത്തെ വിളിച്ചത് എന്നോട് ചോദിക്കണം, അതുപോലത്തെ റിസൾട്ട് എനിക്ക് തരണമെന്ന് ഞാൻ എൻ്റെ അമ്മയോട് പറഞ്ഞു. അതുപോലെ റിസൾട്ടാണ് എൻ്റെ അമ്മ തന്നതും. എൻ്റെ അമ്മയ്ക്കും ഈശോയ്ക്കും ഒരു കോടാനുകോടി നന്ദി. പിന്നെ ഞാൻ പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറഞ്ഞാൽ കൊണ്ട് ഞാൻ അച്ഛൻ പറയുന്നത് പോലെ ഞാൻ സ്ഥിരമായിട്ട് ഉടമ്പടിയിലല്ലെങ്കിൽ പോലും പേപ്പറിൻ്റെ കളർ മാറ്റത്തിലല്ല കാര്യമെന്ന് അച്ഛൻ പറയും എന്ന് പറഞ്ഞതുപോലെ ഞാൻ ഉടമ്പടി എടുത്തിട്ട് ഇപ്പോൾ 5 വർഷത്തോളമായി. ഞാനിപ്പോൾ ഇത് 9ാമത്തെ ഉടമ്പടിയാണ്. അന്ന് മുതൽ ഞാൻ എന്നാലാവുന്നത് പോലെ എല്ലാ സഹായങ്ങളും ഞാൻ രോഗികളെ സന്ദർശിക്കും. ആശുപത്രിയിൽ വെച്ചാണെങ്കിലും ഞാൻ എനിക്ക് കിട്ടുന്നതിൽ ഒരു വിഹിതം ഞാൻ എൻ്റെ അടുത്ത് കിടക്കുന്ന രോഗികൾക്കൊക്കെ കൊടുക്കുകയും അവരെ സഹായിക്കുകയും ഒക്കെ ചെയ്തു. ഇവിടെ വന്ന് ഞാൻ പത്രവും അമ്മയുടെ ഫോട്ടോയും കാശ് രൂപവും എല്ലാം മേടിച്ച് ഞാൻ അവിടെ എല്ലാം രോഗികൾക്ക് കൊണ്ട് കൊടുത്തു. എല്ലാവർക്കും വേണ്ടി എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്യുന്നുണ്ട്. ഇപ്പോഴും ഞാൻ അങ്ങനെ തന്നെയാണ് പ്രേക്ഷിത പ്രവർത്തനവും അതുപോലെ രോഗികളെ സന്ദർശിക്കുകയും എല്ലാം ചെയ്യുന്നുണ്ട്. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 58-ാം അധ്യായം 11-ാം തിരുവചനം. കർത്താവ് നിന്നെ നിരന്തരം നയിക്കും, മരുഭൂമിയിലും നിനക്ക് സമൃദ്ധി നൽകും, നിൻ്റെ അസ്ഥികളെ ബലപ്പെടുത്തും, നനച്ചു വളർത്തിയ പൂന്തോട്ടവും വറ്റാത്ത നീരുറവയും പോലെയാകും നീ. ഓമന എന്ന ഈ അമ്മ തൻ്റെ മകനോടൊപ്പം വന്ന് ഈ പ്രത്യക്ഷീകരണ സാക്ഷ്യം ഏറ്റുപറയുന്നത് നാം എല്ലാവരും വളരെ കാതോർത്തിരുന്ന് കേട്ടതുപോലെ പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിലൂടെ അല്ലാതെ ഈ മകനിന്ന് രക്ഷ കിട്ടുകയില്ല എന്ന് എല്ലാവരും തന്നെ വൈദ്യശാസ്ത്രം വിധി എഴുതിയതാണ്. എത്ര തന്നെ ഓപ്പറേഷനും അതുപോലെ തന്നെ എത്ര തന്നെ മെഡിക്കേഷന് വിധേയമായിരുന്നാലും ഡോക്ടേഴ്സ് കൈവിട്ട കേസുകളാണെന്ന് അമ്മയും റിപ്പോർട്ടും സ്ഥിരീകരിച്ചതാണ്. പാൻക്രിയാസിൻ്റെ 1/4 ഭാഗത്തോളം മുറിച്ച് കളഞ്ഞ് ഇനി അവന് ഒരു ഭക്ഷണവും, അത് അമ്മ പറയാൻ വിട്ടുപോയതാണ്. അമ്മ പറഞ്ഞതിങ്ങനെയാണ്, ഒരു ഭക്ഷണവും ഇനി അവന് കഴിക്കാൻ സാധിക്കില്ല. അമ്മ ലാസ്റ്റായിട്ട് പറഞ്ഞത് അതാണ് സ്ഥിരീകരണ സമയത്ത്. അവനിപ്പോൾ പൊറോട്ട മാത്രം കഴിച്ചിട്ടില്ല, ബാക്കി ബിരിയാണി, ചിക്കൻ, ഇങ്ങനെ എല്ലാ ഹെവി ഫുഡും അവൻ കഴിച്ചിട്ടാണ് നിൽക്കുന്നത്. വളരെ ചുരുങ്ങിയ ദിവസങ്ങൾ മാത്രമേ അവൻ്റെ ഇത്രയും വലിയ ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് ആയിട്ടുള്ളൂ. ഉടനെ ഓപ്പറേഷൻ കഴിഞ്ഞ ഉടനെ തന്നെ അമ്മ വന്നിവിടെ സാക്ഷ്യം എഴുതി സ്ഥിരീകരിച്ചതാണ്. അതിനുശേഷം അമ്മയുടെ ഈ അൾത്താരയിൽ കയറി നിന്ന് സാക്ഷ്യപ്പെടുത്തുന്നത് ജീവൻ്റെ വില എത്രമാത്രമാണ്. നമ്മുടെ ജീവൻ്റെ വില കൊടുത്തുകൊണ്ട് ഈശോ കുരിശിൽ മരിച്ചത്, അവിടുത്തെ തിരുരക്തത്തിൻ്റെ വിലയാൽ നാം എല്ലാവരും ഇന്ന് ജീവനോടെ ആത്മാവോടെ ജീവിക്കുന്നു. നമ്മുടെ അസ്ഥിക്കും മജ്ജകൾക്കും ഇന്നും ജീവനുണ്ടായിരിക്കും. നമ്മുടെ ജീവിതത്തിൽ ഇനിയും നീരുറവകൾ ഒഴുകും എന്നാണ് യെശയ്യാ പ്രവാചകനിലൂടെ നമ്മോട് അരുളി ചെയ്യുന്നത്. അവിടുന്ന് തന്നെ നിരന്തരം മരുഭൂമിയിലൂടെ നമ്മെ നയിക്കുമെന്നാണ് യെശയ്യാ പ്രവാചകൻ പറയുന്നത്. എത്ര തന്നെ പ്രതിസന്ധികളിലൂടെയും രോഗങ്ങളിലൂടെയും കഷ്ടപ്പാടിലൂടെയും നാം കടന്നുപോയാലും, കഷ്ടതയുടെ അപ്പവും ക്ലേശത്തിൻ്റെ ജലവും നീ കുടിച്ചാലും നിനക്ക് തന്നാലും നിൻ്റെ ഗുരു നിന്നിൽ നിന്ന് മറിഞ്ഞിരിക്കില്ല. ഈ അമ്മയുടെ വാക്കുകൾ അത് തന്നെയാണ്. ഓമന എന്ന ഈ മകൾക്ക് പറയാനുള്ളത് അതാണ്. ഈശോ നമ്മിൽ നിന്ന് മറിഞ്ഞിരിക്കുകയില്ല. പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥം നമുക്കെപ്പോഴും ഉണ്ടായിരിക്കും. ഇവർക്ക് ലഭിച്ച അനുഗ്രഹങ്ങൾക്ക്, സൗഖ്യത്തിന്, പുനർജയ ജീവിതത്തിന് ഈശോയ്ക്കും പരിശുദ്ധ